ചെക്ക്. രാവിലെ നടക്കുന്ന കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ നമ്മോടൊപ്പം മുഖ്യ അതിഥികളായി സംബന്ധിക്കുന്നു ശ്രീമതി റുബീന നൗഫൽ, പ്രസിഡന്റ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ചെയർമാൻ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ ശ്രീകുമാർ MA, പ്രിൻസിപ്പൽ JHS മംഗൽപാടി, ജനറൽ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ മുഹമ്മദ് ഉപ്പളാഗേട്ട്, പ്രസിഡന്റ് PTA JHS മംഗൽപാടി, ശ്രീ രാജഗോപാല K, AEO മഞ്ചേശ്വർ, ശ്രീ നൌഷാദ് KP, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് JHS മംഗൽപാടി ആൻഡ് ജനറൽ ജോയിന്റ് കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ അബ്ദുൽ നാസിർ M, ചെയർമാൻ SMC JHS മംഗൽപാടി, ഇത്രയും അതിഥികളായി നമ്മോടൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ വേദിയിലെത്തുന്നു. അതുപോലെ തന്നെ ജനകീയനായ നമ്മുടെ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവരുകൾ കൃത്യം 10 മണിക്ക് കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി റുബീന നൗഫൽ അവരുകൾ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നു. മുഖ്യ അതിഥികളായി സംബന്ധിക്കുന്നു ശ്രീ ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ, മെമ്പർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, പരമപൂജ്യ ശ്രീ യോഗാനന്ദ് സരസ്വതി സ്വാമിജി കൊണ്ടവൂർ, ശ്രീ അബ്ദുൽ ലത്തീഫ് ഉപ്പളാഗേട്ട്, ചെയർമാൻ ബദിസം ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ശ്രീ സുനിൽ കുമാർ CK, DYSP കാസർഗോഡ്, ശ്രീ രാജേഷ് കുമാർ RDO കണ്ണൂർ, ശ്രീ മധുസൂദനൻ TV DD കാസർഗോഡ്, ശ്രീ സദാശിവ ഷെട്ടി കൊല്ലൂർ കന്യാണ, ചെയർമാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മുംബൈ, അതുപോലെ തന്നെ ശ്രീ സോമന്ന ബേവിൻ മരട, പ്രസിഡന്റ് കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ്, ശ്രീ പ്രകാശ് മത്തിഹള്ളി, സെക്രട്ടറി കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ശ്രീ അബ്ദുൽ റഹ്മാൻ സുബൈക്കട്ട, മെമ്പർ കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ്, ഇത്രയും പേർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥികളായി സംബന്ധിക്കുന്നു. പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം AEO ശ്രീ രാജഗോപാല K, ശ്രീമതി ഇർഫാന ഇക്ബാൽ, ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി കൈറുനിസ മുട്ടം, ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡെവലപ്മെൻറ്റ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ മുഹമ്മദ് ഹുസൈൻ, ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെൽഫെയർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ രാധാകൃഷ്ണ ഭട്ട്, മെമ്പർ മഞ്ചേശ്വർ ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ മൊയ്തീൻ കുഞ്ഞി, മെമ്പർ മഞ്ചേശ്വർ ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ M വിജയകുമാർ റായ്, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ ഇബ്രാഹിം പെരിങ്ങടി, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ അബ്ദുൽ റഹ്മാൻ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി സുജാത V ഷെട്ടി, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ മുഹമ്മദ് റഫീഖ്, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ ബാബു, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി സുധാ VB, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ഖദീജ റിസാന, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ മഹമ്മൂദ്, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ശ്രീമതി B ഫാത്തിമ അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് MV സൂപ്പറിൻറ്റൻഡൻറ്റ് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് മംഗൽപാടി, ശ്രീ മുഹമ്മദ് ഉപ്പളാഗേട്ട്, പ്രസിഡന്റ് PTA മംഗൽപാടി GHHS, ശ്രീ അബ്ദുൽ നാസിർ M, ചെയർമാൻ SMC JHS മംഗൽപാടി, ശ്രീ ഹമീദ് കോസ്മസ്, വൈസ് പ്രസിഡന്റ് PTA JHS മംഗൽപാടി, ശ്രീമതി നസീമ ഹനീഫ്, പ്രസിഡന്റ് MBTA JHS മംഗൽപാടി, ശ്രീ ശ്യാം ഭട്ട്, സെക്രട്ടറി HM ഫോറം മഞ്ചേശ്വർ, ശ്രീ അബ്ദുൽ ജബ്ബാർ PA, മെമ്പർ SMC JHS മംഗൽപാടി, ശ്രീ ജോയ് BPC BRC മഞ്ചേശ്വർ, ശ്രീ രവീന്ദ്ര, മെമ്പർ SMC JHS മംഗൽപാടി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു.
പ്രിൻസിപ്പൽ ജസ്റ്റിസ് മംഗൽപാടി, ജനറൽ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി ശ്രീ ശ്രീകുമാർ MA അവർകൾ സ്വാഗതം ആശംസിക്കുന്ന പരിപാടിയിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീമതി അസീന NA അവർകൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. പരിപാടിയുടെ വിജയത്തിനായി നിങ്ങളെവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടന വേദിയിൽ നമ്മോടൊപ്പം അതിഥികളായി എത്തുന്നു ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അവർകൾ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഗോൾഡൻ റഹ്മാൻ അവർകൾ, ശ്രീമതി റുബീന നൗഫൽ പ്രസിഡന്റ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ശ്രീ ശ്രീകുമാർ MA പ്രിൻസിപ്പൽ JHS മംഗൽപാടി, ജനറൽ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ മുഹമ്മദ് ഉപ്പളഗേറ്റ് പ്രസിഡന്റ് PTA JHS മംഗൽപാടി, ശ്രീ രാജഗോപാല K AEO മഞ്ചേശ്വർ, ശ്രീ നൗഷാദ് KP ഹെഡ് മാസ്റ്റർ ഇൻചാർജ് JHS മംഗൽപാടി, ജനറൽ കൺവീനർ ജനറൽ ജോയിൻറ്റ് കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ അബ്ദുൽ നാസിർ M ചെയർമാൻ SMC JHS മംഗൽപാടി തുടങ്ങിയവർ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് എന്നും കൂടി അറിയിക്കുന്നു. ഉദ്ഘാടനത്തിന് ശേഷം വേദി നമ്പർ 1 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരം, അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം, അതുപോലെ തന്നെ സംസ്കൃത നാടകമാണ് ഈ വേദി നമ്പർ 1 ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കാൻ പോകുന്നത്. നിങ്ങളേവരും ഈ പരിപാടിയിൽ സാന്നിധ്യം ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ HS ವಿಭಾಗದ ನಾಡನ್ಪಾಟು ಸರಿಯಾಗಿ 11:30ಕ್ಕೆ ಸ್ಪರ್ಧೆಯು ನಡೆಯಲಿದೆ. ಅದಾದ ಬಳಿಕ HSS ವಿಭಾಗದ ನಾಡನ್ಪಾಟು, ಆಮೇಲೆ ವಂಜಿಪಾಟು, HS ವಿಭಾಗದ ವಂಜಿಪಾಟು, HSS ವಿಭಾಗದ ವಂಜಿಪಾಟ್, ಅದಾದ ನಂತರ ನೃತ ನಾಟಕ ವೇದಿಕೆ 1ರಲ್ಲಿ ಈ ದಿನ ನಡೆಯಲಿದೆ. ವೇದಿಕೆ 2ರಲ್ಲಿ ಮಾರ್ಗಂ ಕಳಿ HS ವಿಭಾಗದ,
9 വേദികൾ SSBAPS അയില, 9 വേദികൾ SSBAPS അയില. അതുപോലെ തന്നെ വേദി നമ്പർ 35 മുതൽ വേദി നമ്പർ 42 വരെ നമ്മുടെ GHS മംഗൽപാടി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അവിടെ വേദി നമ്പർ 37 അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത പ്രഭാഷണം, ഹൈസ്കൂൾ വിഭാഗം ചമ്പു പ്രഭാഷണം, വന്ദേ മാതരം, സംഘഗാനം, പദ്യം ചൊല്ലൽ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 5 മത്സരങ്ങളാണ് വേദി നമ്പർ 37. ಸಭಾಂಗಣ ವೇದಿಕೆ ನಂಬರ್ 3, ವೇದಿಕೆ ನಂಬರ್ 4, 5, 6 3 ಸ್ಟೇಜ್ಗಳು ಕೂಡ SSBAPS ಅಯಿಲ ಶಾಲೆಯಲ್ಲಿ ಜರಗಲಿದೆ. ಅದೇ ರೀತಿ ವೇದಿಕೆ ನಂಬರ್ 7 AJIAP ಸುಪ್ಪಳ ಶಾಲೆಯಲ್ಲಿ ಜರಗಲಿದೆ. ಅದೇ ರೀತಿ ಇತರ ವೇದಿಕೆಗಳು ಅರ್ಥಾತ್ ಸಣ್ಣ ಕ್ಲಾಸ್ ವೇದಿಕೆಗಳು ಕೂಡ, ಕ್ಲಾಸ್ ರೂಮ್ಗಳು ಕೂಡ ವೇದಿಕೆಗಳಲ್ಲಿ ಕಾರ್ಯನಿರ್ವಹಿಸಲಿವೆ. ವೇದಿಕೆ ನಂಬರ್ 11ರಿಂದ 20ರವರೆಗೆ AJIAP ಸುಪ್ಪಳ ಶಾಲೆಯಲ್ಲಿ 10 ಕ್ಲಾಸ್ ವೇದಿಕೆಗಳು ಜರಗಲಿವೆ. ಅದೇ ರೀತಿ 25ರಿಂದ 33ರವರೆಗೆ SSBAPS ಅಯಿಲ ಶಾಲೆಯಲ್ಲಿ 9 ವೇದಿಕೆಗಳು ಕಾರ್ಯನಿರ್ವಹಿಸಲಿವೆ. ಅದೇ ರೀತಿ 35ರಿಂದ 41ರವರೆಗೆ ಒಟ್ಟು 7 ವೇದಿಕೆಗಳು GHS ಮಂಗಲ್ಪಾಡಿ ಶಾಲೆಯಲ್ಲಿ ಕಾರ್ಯನಿರ್ವಹಿಸಲಿವೆ. ಅರ್ಥಾತ್ ಒಟ್ಟು 27 34 ವೇದಿಕೆಗಳಲ್ಲಾಗಿ ಇಂದು ಸ್ಪರ್ಧಾಳುಗಳು ಭಾಗವಹಿಸಲಿದ್ದಾರೆ. 1298 ಸ್ಪರ್ಧಾಳುಗಳು AJIAP ಸುಪ್ಪಳ ಶಾಲೆಯಲ್ಲಿ, 798 ಸ್ಪರ್ಧಾಳುಗಳು GHS ಮಂಗಲ್ಪಾಡಿ ಲಯನ್ಸ್ ಕ್ಲಬ್ ಹಾಲ್ ದೇವಸ್ಥಾನದ ಹಾಲ್ಗಳಲ್ಲಾಗಿ ಭಾಗವಹಿಸಲಿದ್ದಾರೆ. ಒಟ್ಟು 3000 ಮಂದಿಗೆ ಬೆಳಗ್ಗಿನ ಉಪಹಾರ ವ್ಯವಸ್ಥೆ ಮಾಡಲಾಗಿದೆ. ಎಲ್ಲರೂ ಕೂಡ ಉಪಹಾರವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಆಗಮಿಸಿರುವ ಎಲ್ಲರೂ ಕೂಡ ಮಗದೊಮ್ಮೆ ಸ್ವಾಗತಿಸಿ ಉದ್ಘಾಟನಾ ಸಮಾರಂಭಕ್ಕೆ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವ 24 ಉದ್ಘಾಟನಾ ಸಮಾರಂಭ. ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ ವೇದಿಕೆ 1ರಲ್ಲಿ ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ನಡೆಯಲಿದೆ. ಸನ್ಮಾನ್ಯ ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ ರುಬೀನಾ ನೌಫಲ್ ಅವರ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನೆರವೇರಿಸಲಿದ್ದಾರೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಮೆಂಬರ್ ಶ್ರೀ ಗೋಲ್ಡನ್ ರೆಹಮಾನ್, ಪರಮಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿ ಕೊಂಡೆವೂರ್, ಶ್ರೀ ಅಬ್ದುಲ್ ಲತೀಫ್ ಪಳಗೈಡ್ ಚೇರ್ಮನ್ ಬದಿಸಮ ಗ್ರೂಪ್ ಆಫ್ ಹಾಸ್ಪಿಟಲ್ಸ್, ಶ್ರೀ ಹನಿ ಕಾಸರಗೋಡ್, ಶ್ರೀ ರಾಜೇಶ್ ಕುಮಾರ್ RDD ಕಣ್ಣೂರ್, ಶ್ರೀ ಮಧುಸೂದನನ್ TV DDE ಕಾಸರಗೋಡ್, ಶ್ರೀ ಸದಾಶಿವ ಶೆಟ್ಟಿ ಕುಳೂರ್ ಕನ್ಯಾನ ಚೇರ್ಮನ್ ಕರ್ನಾಟಕ ಗಡಿ ಪ್ರದೇಶ ಅಭಿವೃದ್ಧಿ ಪ್ರಾಧಿಕಾರ, ಶ್ರೀ ಪ್ರಕಾಶ್ ಮತಿಹಳ್ಳಿ ಸೆಕ್ರೆಟರಿ ಕರ್ನಾಟಕ ಗಡಿ ಪ್ರದೇಶ ಅಭಿವೃದ್ಧಿ ಪ್ರಾಧಿಕಾರ, ಶ್ರೀ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಸುಬೈಕಟ್ಟ ಮೆಂಬರ್ ಕರ್ನಾಟಕ ಗಡಿ ಪ್ರದೇಶ ಅಭಿವೃದ್ಧಿ ನಿಗಮ ಇವರು ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಸಮಾರಂಭಕ್ಕೆ ಆಗಮಿಸಲಿದ್ದಾರೆ. ಶ್ರೀ ರಾಜಗೋಪಾಲಕ್ಕೆ AEO ಮಂಜೇಶ್ವರ್, ಶ್ರೀಮತಿ ಇರ್ಫಾನ ಇಕ್ಬಾಲ್ ಚೇರ್ಪರ್ಸನ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಹೆಲ್ತ್ ಆ್ಯಂಡ್ ಎಜುಕೇಷನ್ ಗ್ರಾಮ ಪಂಚಾಯತ್, ಶ್ರೀಮತಿ ಖೈರ್ನಿಸಾ ಮುಟಂ ಚೇರ್ಪರ್ಸನ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಡೆವಲಪ್ಮೆಂಟ್ ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್, ಶ್ರೀ ಮೊಹಮ್ಮದ್ ಹುಸೈನ್ ಚೇರ್ಮನ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ವೆಲ್ಫೇರ್ ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್, ಶ್ರೀ ರಾಧಾಕೃಷ್ಣ ಭಟ್ ಮೆಂಬರ್ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್, ಶ್ರೀ
ಮೊಯ್ದೀನ್ ಕುഞ്ഞി ಮೆಂಬರ್ ಮಂಜೇಶ್ವರ್ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಮುಂತಾದವರು ಸಮಾರಂಭಕ್ಕೆ ಮಾರ್ನಾಯ್ ಶ್ರೀ ಇಬ್ರಾಹಿಂ ಪೆರಿಂಗಡಿ, ಅಬ್ದುಲ್ ರೆಹಮಾನ್ TM, ಸುಜಾತ ವಿ ಶೆಟ್ಟಿ, ಮೊಹಮ್ಮದ್ ರಫೀಕ್, ಬಾಬು, ಸುಧಾ ಬೀಬಿ, ಖದೀಜಾ ರಿಸಾನಾ, ಮಹಮೂದ್ ಬಿ, ಫಾತಿಮಾ ಅಬೂಬಕರ್, ಗುಲ್ಜಾರ್ ಬಾನು, ರಹಮತ್ ಬೀಬಿ ಮುಂತಾದವರು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಲಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಡಾಕ್ಟರ್ ಅಂಬು ಬಿ, ಸೂಪರಿಂಟೆಂಡೆಂಟ್ ತಾಲೂಕ್ ಹೆಡ್ ಕ್ವಾರ್ಟರ್ಸ್ ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀ ಮೊಹಮ್ಮದ್ ಉಪ್ಪಳಗೇಟ್, ಪ್ರೆಸಿಡೆಂಟ್ PTA JHS ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀ ಅಬ್ದುಲ್ ನಾಜಿರ್ ಎಂ, ಚೇರ್ಮನ್ SMC JHS ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀ ಹಮೀದ್ ಕಾಸ್ಮಸ್, ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ PTA JHS ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀಮತಿ ನಸೀಮಾ ಹನೀಫ್, ಪ್ರೆಸಿಡೆಂಟ್ MPTA JHS ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀ ಶ್ಯಾಮ್ ಭಟ್, ಸೆಕ್ರೆಟರಿ HM ಫೋರಂ ಮಂಜೇಶ್ವರ್, ಶ್ರೀ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ PA, ಮೆಂಬರ್ SMC JHS ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀ ಜಾಯ್ BPC BRC ಮಂಜೇಶ್ವರ್, ಶ್ರೀ ರವೀಂದ್ರ, ಮೆಂಬರ್ SMC JHS ಮಂಗಲ್ಪಾಡಿ ಮುಂತಾದವರು ಸಮಾರಂಭಕ್ಕೆ ಶುಭ ಹಾರೈಸಲಿದ್ದಾರೆ. ಪ್ರಿನ್ಸಿಪಲ್ JHS ಮಂಗಲ್ಪಾಡಿ ಜನರಲ್ ಕನ್ವೀನರ್ ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿ ಶ್ರೀ ಶ್ರೀಕುಮಾರ್ MA ಅವರು ಸ್ವಾಗತಿಸುವ ಸಮಾರಂಭದಲ್ಲಿ ರಿಸೆಪ್ಷನ್ ಕಮಿಟಿ ಕನ್ವೀನರ್ ಶ್ರೀಮತಿ ಹಸೀನಾ NA ಅವರು ಧನ್ಯವಾದ ಸಮರ್ಪಿಸಲಿದ್ದಾರೆ. ಕಾರ್ಯಕ್ರಮದ ವಿಜಯಕ್ಕಾಗಿ ತಮ್ಮೆಲ್ಲರ ಸಹಕಾರವನ್ನು ನಿರೀಕ್ಷಿಸುತ್ತಾ ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ನಮ್ಮ ಸಮಾರಂಭದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ ಪ್ರಧಾನ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ ಎಂಬುದಾಗಿ ನಿಮ್ಮನ್ನು ತಿಳಿಯಪಡಿಸ್ತಾ ಇದ್ದೇವೆ. ತಮ್ಮೆಲ್ಲರ ಸಹಕಾರವನ್ನು ನಿರೀಕ್ಷಿಸ್ತಾ ಇದ್ದೇವೆ. ಈಶ್ವರ ಉಪಜಿಲ್ಲಾ ಮಟ್ಟದ 63ನೇ ಕೇರಳ ಸ್ಕೂಲ್ ಕಲೋತ್ಸವಕ್ಕೆ ദിവസത്തെ പരിപാടിയിൽ ഗ്രീൻ റൂം അലോട്ട് ചെയ്തിരിക്കുന്നു. ഗ്രീൻ റൂം ഫോർ ബോയ്സ് റൂം നമ്പർ 1 SAT HS മഞ്ചേശ്വർ, GHS കടുമ്പാർ, സിറാജുൽ ഹുദ EMS ഉദ്യാവർ, GHS മൂടമ്പൽ എന്നീ സ്കൂൾ കുട്ടികൾ മത്സരാർത്ഥികൾ റൂം 1 ഗ്രീൻ റൂമായി ഉപയോഗിക്കണം എന്ന് അറിയിക്കുന്നു. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಔಪಚಾರಿಕ ಉದ್ಘಾಟನಾ ಸಮಾರಂಭದ ಪೂರ್ವಭಾವಿಯಾಗಿ ಸಣ್ಣ ಒಂದು ಘೋಷಯಾತ್ರೆ ಅಥವಾ ಪಂಚಾಯತಿನ ವಟಾರದಿಂದ ಹೊರಡಲಿದೆ. ವೇದಿಕೆಗೆ ಆಗಮಿಸುವಂತಹ ಎಲ್ಲ ಅತಿಥಿಗಳನ್ನು ಒಂದು ಸ್ವಾಗತಗೈಯುವಂತಹ ಕಾರ್ಯಕ್ರಮ ಆಗಿದೆ ಈ ಒಂದು ಸಣ್ಣ ಮೆರವಣಿಗೆ. ಶಾಸಕ ಶ್ರೀ AK ಅಶ್ರಫ್, ಅದೇ ರೀತಿ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ತೆರಳಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಅವರನ್ನು ರಿಸೆಪ್ಷನ್ ಕಮಿಟಿಯ ಪದಾಧಿಕಾರಿಗಳು ಶ್ರೀಮತಿ ಹಸೀನಾ ಟೀಚರ್ ನೇತೃತ್ವದಲ್ಲಿ ಅಲ್ಲಿ കരതുകൊണ്ട് ಹೋಗಬೇಕಾಗಿ വിനಂತಿಸ್ತಾ ഇದ್ದೇವೆ. നമ്മുടെ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ
63ാമത് ഉപജില്ലാ സ്കൂൾ ഇപ്പോൾ അരങ്ങേറുകയാണ്. അതിൻ്റെ പൂർവ്വഭാവിയായി മുന്നോടിയായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഗസ്റ്റുകളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്വീകരിക്കുന്ന കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗേൾസിനുള്ള ഗ്രീൻ റൂം സൗകര്യം ചെയ്തിരിക്കുന്നു. റൂം നമ്പർ 3-ൽ SIT HSS കടുമ്പാർ, സിറാജുൽ ഹുദ EMS ഉദ്യാവർ, GHS മൂടമ്പയൽ എന്നീ സ്കൂളിലെ പെൺകുട്ടികൾക്കായുള്ള ഗ്രീൻ റൂം സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. റൂം നമ്പർ 4-ൽ ഉദയ EMHSS ഉദയനഗർ, GHS പൈവളിക്കനഗർ, GVHS മിയപ്പദാവ്, SDBHS ധർമ്മത്തടുക്ക, GHS ഉദ്യാവർ, GHS ബേക്കൂർ, GHS പൈവളിക്ക് കയർക്കട്ട എന്നീ സ്കൂളിലെ പെൺകുട്ടികൾക്കായുള്ള ഗ്രീൻ റൂം സൗകര്യം റൂം നമ്പർ 4-ലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു. വേദി നമ്പർ 1 പ്രധാന വേദിയാണ്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാനിരിക്കുന്നു. വേദി നമ്പർ 2 ലയൺസ് ക്ലബ്ബ് വേദിയാണ്. വേദി നമ്പർ 3 ഐല ടെമ്പിൾ ഹാളാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഐല ടെമ്പിൾ ഹാളാണ് വേദി നമ്പർ 3-ആയി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ മത്സരാർത്ഥികളും ശ്രദ്ധിക്കുക, കൃത്യസമയത്ത് തന്നെ അതത് വേദിയിൽ തങ്ങളുടെ ലക്ഷങ്ങൾക്കകം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മങ്ങൽപ്പാടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി റുബീന നൌഫൽ അവരുടെ അധ്യക്ഷതയിൽ മഞ്ചേശ്വരം MLA ശ്രീ AK മഷ്റഫ് അവர்கள் കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. മങ്ങൽപ്പാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഗോൾഡൻ റഹ്മാൻ, പരമപൂജ്യ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി കൊണ്ടവൂർ, ശ്രീ അബ്ദുൽ ലത്തീഫ് പളാഗേട്ട്, ശ്രീ അനീഫ് PK, ശ്രീ സുനിൽ കുമാർ CK, ശ്രീ രാജേഷ് കുമാർ, ശ്രീ മധുസൂദനൻ TV, ശ്രീ സദാശിവ ശെട്ടി കുളൂർ കന്യാന, ശ്രീ സോമന്ന ബേവിൻ മരട, ശ്രീ പ്രകാശ് മത്തിഹള്ളി, ശ്രീ അബ്ദുറഹ്മാൻ സുബായ്ക്കട്ടെ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി ഉദ്ഘാടന ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കുന്നു. വിശിഷ്ട അതിഥികൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നു. ശ്രീ രാജഗോപാല K, AU സർ മഞ്ചേശ്വർ, ശ്രീമതി ഇർഫാന ഇക്ബാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീമതി കൈറുനിസ മുട്ടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീ മുഹമ്മദ് ഹുസൈൻ ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ മഞ്ചേശ്വർ ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ മൊയ്തീൻ കുഞ്ഞി മെമ്പർ മഞ്ചേശ്വർ ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിക്കുന്നു. മങ്ങൽപ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സർവശ്രീ M വിജയകുമാർ റൈ, ഇബ്രാഹിം പെരിങ്കടി, അബ്ദുറഹ്മാൻ TM, സുജാത V ശെട്ടി, മുഹമ്മദ് റഫീഖ്, ബാബു, സുധാ ബിബി, ഖദീജത്ത് റിസാന, മഹ്മൂദ്, ബി ഫാത്തിമ അബൂബക്കർ, ഗുൽസാർ ബാനു, റഹ്മത്ത് ബിബി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിക്കുന്നു. ഡോക്ടർ അംബു ബി സൂപ്രണ്ടന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് മംഗൽപാടി, ശ്രീ മുഹമ്മദ് ഉപ്പളാഗേറ്റ് പ്രസിഡന്റ് PTA മംഗൽപാടി, ശ്രീ അബ്ദുൽ നാസിർ M ചെയർമാൻ SMC GHS മംഗൽപാടി, ശ്രീ ഹമീദ് കോസ്മസ് വൈസ് പ്രസിഡന്റ് PTA GHS മംഗൽപാടി, ശ്രീമതി നസീമ ഹനീഫ് പ്രസിഡന്റ് MPTA GHS മംഗൽപാടി, ശ്രീ ശ്യാം ഭട്ട് സെക്രട്ടറി HM ഫോം മഞ്ചേശ്വർ, ശ്രീ അബ്ദുൽ ജബ്ബാർ PA മെമ്പർ SMC GHS മംഗൽപാടി, ശ്രീ ജോയ് BPC BRC മഞ്ചേശ്വർ, ശ്രീ രവീന്ദ്ര മെമ്പർ SMC GHS മംഗൽപാടി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നു. പ്രിൻസിപ്പൽ GHS മംഗൽപാടി, ജനറൽ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി ശ്രീ ശ്രീകുമാർ MA അവர்கள் സ്വാഗതം ചെയ്യുന്ന പരിപാടിയിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീമതി ഹസീന NA അവர்கள் നന്ദി പ്രകാശിപ്പിക്കുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മുമ്പിൽ നിന്നോ പ്രധാന വേദിയിലേക്ക് നടക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം നമ്മുടെ വേദിയിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. അതിനുശേഷം വിവിധ മത്സരങ്ങൾ കൂടി വേദി നമ്പർ 1-ൽ നടക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഏവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്നറിയിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി നമ്മോടൊപ്പം വേദിയിൽ എത്തുന്നു ശ്രീമതി റുബീന നൌഫൽ, പ്രസിഡന്റ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്,
ശ്രീ എ കെ മഷ്റഫ് മഞ്ചേശ്വരം MLA, ശ്രീ ഗോൾഡൻ റഹ്മാൻ മെമ്പർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, ശ്രീ രവീന്ദ്രകുമാർ MA പ്രിൻസിപ്പൽ JHS മംഗൽപാടി, ജനറൽ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ മുഹമ്മദ് ഉപ്പളഗേറ്റ് പ്രസിഡന്റ് PTA JHS മംഗൽപാടി, ശ്രീ രാജഗോപാല കെ AEO മഞ്ചേശ്വർ, ശ്രീ നൗഷാദ് KP HM ഇൻചാർജ് JHS മംഗൽപാടി ആൻഡ് ജനറൽ ജോയിന്റ് കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി, ശ്രീ അബ്ദുൽ നാസിർ M ചെയർമാൻ SMC JHS മംഗൽപാടി തുടങ്ങിയവർ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രധാന വേദിയിൽ വിവിധ മത്സരങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി നമുക്ക് മത്സരങ്ങൾ തീർക്കുവാൻ വേണ്ടി നിങ്ങളേവരും സഹകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഏവരുടെയും സാന്നിധ്യമുണ്ടാവണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮುಂಭಾಗದಿಂದ ಪ್ರಧಾನ ವೇದಿಕೆಗೆ ನಡೆಯುವಂತಹ ಶೋಭಯಾತ್ರೆ, ತದನಂತರ ನಡೆಯುವ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ ಈ ವೇದಿಕೆಯಲ್ಲಿ ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ನಡೆಯಲಿದೆ. ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ನಮ್ಮ ಈ ವೇದಿಕೆಯಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಲಿದ್ದಾರೆ ಮಂಜೇಶ್ವರ MLA ಶ್ರೀ ಕೆ ಮಶ್ರಫ್ ಸರ್ ಅವರು. ಅದೇ ರೀತಿ ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ ರುಬೀನಾ ನೌಫಲ್, ಶ್ರೀಕುಮಾರ್ MA ಜನರಲ್ ಕನ್ವೀನರ್ ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿ, ಶ್ರೀ ಮೊಹಮ್ಮದ್ ಉಪ್ಪಳಗೇಟ್ ಪ್ರೆಸಿಡೆಂಟ್ PTA JHS ಮಂಗಲ್ಪಾಡಿ, ಶ್ರೀ ರಾಜಗೋಪಾಲ ಕೆ AEO ಮಂಜೇಶ್ವರ್, ಶ್ರೀ ನೌಷಾದ್ KP HM ಇನ್ಚಾರ್ಜ್ ಮಂಗಲ್ಪಾಡಿ JHS, ಶ್ರೀ ಅಬ್ದುಲ್ ನಾಸಿರ್ M ಚೇರ್ಮನ್ SMC JHS ಮಂಗಲ್ಪಾಡಿ ಮುಂತಾದವರು ವೇದಿಕೆಯಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಲಿದ್ದಾರೆ. ಹಾನರಬಲ್ MP ಕಾಸರಗೋಡು ಶ್ರೀ ರಾಜಮೋಹನ್ ಉಣ್ಣಿತಾನ್, ಅದೇ ರೀತಿಯಲ್ಲಿ ಶ್ರೀಮತಿ ಬೇಬಿ ಬಾಲಕೃಷ್ಣನ್ ಹಾನರಬಲ್ ಪ್ರೆಸಿಡೆಂಟ್ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಪಂಚಾಯತ್ ಕಾಸರಗೋಡು, ಚೀಫ್ ಪ್ಯಾಟ್ರಾನ್ಸ್ ಶ್ರೀ AKM ಅಶ್ರಫ್ ಅವರು ನಮ್ಮ ಈ ಉದ್ಘಾಟನೆಯ ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸಲಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಕಲೋತ್ಸವದ ವಿಜಯಕ್ಕಾಗಿ ಪ್ರಧಾನ ಸಮಿತಿಗಳನ್ನು ರೂಪಿಸಲಾಗಿದೆ. ಫೈನಾನ್ಸ್ ಸಮಿತಿ ಚೇರ್ಮನ್ ಆಗಿ ಶ್ರೀ ಹನೀಫ್ PK, ಕನ್ವೀನರ್ ಆಗಿ ಶ್ರೀಮತಿ ರಹೀಮಾ VP, ಫುಡ್ ಕಮಿಟಿ ಚೇರ್ಮನ್ ಶ್ರೀ ವಿಜಯ್ ಕುಮಾರ್ ರೈ, ಕನ್ವೀನರ್ ಶ್ರೀ ಸತ್ಯನಾರಾಯಣ, ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿ ಚೇರ್ಮನ್ ಶ್ರೀ ಅಬ್ದುಲ್ ರಹಮಾನ್ TM, ಕನ್ವೀನರ್ ಶ್ರೀ ಚುನಾಯ್, ಟ್ರಾಫಿ ಕಮಿಟಿ ಶ್ರೀ ಮಜೀದ್ ಪಚ್ಚಂಬಳ ಚೇರ್ಮನ್, ಶ್ರೀಮತಿ ಅನ್ವಿ ಐಸಕ್ ಕನ್ವೀನರ್, ರಿಸೆಪ್ಷನ್ ಕಮಿಟಿ ಶ್ರೀ ರಶೀದಾ ಹನೀಫ್, ಶ್ರೀಮತಿ ರಶೀದಾ ಹನೀಫ್ ಚೇರ್ಪರ್ಸನ್, ಶ್ರೀಮತಿ ಹಸೀನಾ ಎನೆ ಕನ್ವೀನರ್, ಸ್ಟೇಜ್ ಕಮಿಟಿ ಶ್ರೀ ಮೊಹಮ್ಮದ್ ಹುಸೈನ್ ಚೇರ್ಮನ್, ಶ್ರೀ ಸಂಗೀತ್ JC ಕನ್ವೀನರ್, ಅದೇ ರೀತಿಯಲ್ಲಿ ಡಿಸಿಪ್ಲಿನ್ ಕಮಿಟಿ ಚೇರ್ಮನ್ ಶ್ರೀ ಇಬ್ರಾಹಿಂ ಪೆರಿಂಗಡಿ, ಕನ್ವೀನರ್ ಶ್ರೀ ಮೊಹಮ್ಮದ್ ಜಾಫರ್ MA, ಮೀಡಿಯಾ ಆ್ಯಂಡ್ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿ ಶ್ರೀ ಮೊಹಮ್ಮದ್ ಸಕೀಲ್ ಚೇರ್ಮನ್, ಮೀಡಿಯಾ ಕನ್ವೀನರ್ ಶ್ರೀಮತಿ ರೇಖಾ BK, ಪಬ್ಲಿಸಿಟಿ ಕನ್ವೀನರ್ ಶ್ರೀ ಇರ್ಷಾದ್, ಹೆಲ್ತ್ ಕಮಿಟಿ ಶ್ರೀಮತಿ ಸುಜಾತಾ ಶೆಟ್ಟಿ ಚೇರ್ಪರ್ಸನ್, ಶ್ರೀಮತಿ ಜ್ಯೋತಿ ಕನ್ವೀನರ್. ಇವರೆಲ್ಲರೂ ಹಲವು ದಿನಗಳಿಂದ ನಮ್ಮೊಂದಿಗೆ ಈ ಕಲೋತ್ಸವದ ವಿಜಯಕ್ಕಾಗಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸ್ತಾ ಇದ್ದೇವೆ. ಎರಡನೇ ದಿನವಾದ ಈ ದಿನ ಇದೀಗ ಪ್ರಧಾನ ವೇದಿಕೆಯಲ್ಲಿ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ ನಡೆಯಲಿದೆ. ತದನಂತರ ವಿವಿಧ ಸ್ಪರ್ಧೆಗಳು ಕೂಡ ಈ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿರುವುದು. ತಮ್ಮೆಲ್ಲರ ಸಹಕಾರ ನಿರೀಕ್ಷಿಸ್ತಾ ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ಸಮಾರಂಭದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭಕ್ಕಾಗಿ ನಾವು ಕಾಯ್ತಾ ಇದ್ದೇವೆ. ಶೋಭಯಾತ್ರೆ ಇದೀಗ ಅಲ್ಲಿಂದ ಪಂಚಾಯತ್ ಹಾಲ್ನ ಮುಂಭಾಗದಿಂದ ಹೊರಡಲಿದೆ. ವೇದಿಕೆ ತಯಾರಾಗಿದೆ. ನಮ್ಮೆಲ್ಲರನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ.
ವೇದಿಕೆಯ ಗಣ್ಯರು ಈಗಾಗಲೇ ಶೋಭಾಯಾತ್ರೆಯೊಂದಿಗೆ ಆಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲ ಅತಿಥಿಗಳು ಮುಂದಿನ ಆಸನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತಿದ್ದೇವೆ. ಇನ್ನು ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ವೇದಿಕೆಯಲ್ಲಿ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮವು 63ನೇ ಕೇರಳ ಶಾಲಾ ಕಲೋತ್ಸವದ ಉದ್ಘಾಟನೆ ಕಾರ್ಯಕ್ರಮ ಈ ವೇದಿಕೆಯಲ್ಲಿ ಜರುಗಲಿದೆ. മഞ്ചേശ്വരം ജില്ലാ സ്കൂൾ കലോത്സവം 2024 പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനക്കാര്യം നിർവഹിക്കുവാൻ വേണ്ടി വിശിഷ്ട അതിഥികൾ വേദിയിലേക്ക് എത്തുന്നു. വർണ്ണാഭമായ വർണ്ണയാത്ര ശോഭയാത്രയിലൂടെ കലോത്സവ നഗരിയിൽ നിന്നും പ്രധാന വേദിയിലേക്ക് വിശിഷ്ട അതിഥികൾ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA ശ്രീ കെ അഷ്റഫ് അവர்கள் ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നു. മങ്ങൽപ്പാടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി റുബീന നൗഫൽ അവர்கள் പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഗോൾഡൻ റഹ്മാൻ, പരമപൂജ്യ ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി കുണ്ടയൂർ, ശ്രീ അബ്ദുൽ ലത്തീഫ് ഉപ്പളഗേറ്റ്, ശ്രീ ഹനീഫ് PK, ശ്രീ സുനിൽ കുമാർ CK, ശ്രീ രാജേഷ് കുമാർ, ശ്രീ മധുസൂദനൻ TV, ശ്രീ സദാശിവ ശെട്ടി കുളൂർ കന്യാന, ശ്രീ സോമന്ന ബേബിൻ മരട, ശ്രീ പ്രകാശ് മത്തിഹള്ളി, ശ്രീ അബ്ദുറഹ്മാൻ സുബായിക്കട്ട തുടങ്ങിയവർ ഈ പരിപാടിയിൽ മുഖ്യ അതിഥികളായി സാന്നിധ്യം അറിയിക്കുന്നു. ശ്രീ രാജഗോപാല AU മഞ്ചേശ്വർ, ശ്രീമതി ഇർഫാന ഇക്ബാൽ, ശ്രീമതി ഖൈറുനിസ മുട്ടം തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വേദിയിൽ സ്വാഗതഗാനം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടും. തുടർന്നും വേദിയിൽ ഔപചാരികമായ ഉദ്ഘാടനം ചടങ്ങ് നടത്തപ്പെടുകയാണ്. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಔಪಚಾರಿಕ ಉದ್ಘಾಟನಾ ಸಮಾರಂಭ ವೇದಿಕೆಯಲ್ಲಿ ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ಜರುಗಲಿದೆ. ಈಗಾಗಲೇ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟಕರು, ಜನಪ್ರತಿನಿಧಿಗಳು, ಗಣ್ಯರು ಎಲ್ಲರೂ ಕೂಡ ಆಗಮಿಸಿರ್ತಾರೆ. ಇಬ್ಬರಿಗೋಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ಸ್ವಾಗತ ಗಾನ ಮಂಗಲ್ಪಾಡಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯ ವಿದ್ಯಾರ್ಥಿಗಳಿದೆ. ಕಾರ್ಯಕ್ರಮದ ರೀತಿ ಇದಿರುತ್ತದೆ. ಆರಂಭದಲ್ಲಿ ಶಾಲಾ ವಿದ್ಯಾರ್ಥಿಗಳಿಂದ ಪ್ರೇಯರ್, ತದನಂತರ ಹೈಸ್ಕೂಲ್ ಹೈಯರ್ ಸೆಕೆಂಡರಿ വിദ്യാർത്ഥിಗಳ സ്വാഗത ഗാന, തദനന്തര ഉദ്ഘാടന സമാരംഭ. ഇതിപ്പോൾ നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി കുട്ടികളുടെ പ്ರೇയർ, തുടർന്ന് സ്വാഗത ഗാനം, തുടർന്ന് നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്.
ಎಲ್ಲ ಬಂಧುಗಳಲ್ಲಿ ವಿನಂತಿ, ದಯಮಾಡಿ ವೇದಿಕೆ ಮುಂಭಾಗದ ಇರುವಂತಹ ಆಸನದಲ್ಲಿ ಸ್ವೀಕರಿಸಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಬೇಕು. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಔಪಚಾರಿಕವಾದ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮ ಕೆಲವೇ ನಿಮಿಷದಲ್ಲಿ ಆರಂಭ ಆಗ್ತದೆ. ಎಲ್ಲರೂ ಕೂಡ ದಯಮಾಡಿ ವೇದಿಕೆ ಮುಂಭಾಗದಲ್ಲಿರುವಂತಹ ಆಸನವನ್ನು ಸ್ವೀಕರಿಸಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಬೇಕು. ಶಾಲಾ ವಿದ್ಯಾರ್ಥಿನಿಯರಿಂದ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಕಾರ್ಯಕ್ರಮ ಆರಂಭ ಆಗ್ತದೆ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತು ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿಸ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. श्यामला मातरं वन्दे मातरं शुभ्रजोत्स्ना पुलकितयामिनी पुल्लकुसुमिता द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुगदां वरदां मातरं वन्दे मातरं वन्दे मातरम्. വേദിയിൽ അടുത്തതായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മംഗൽപാടിയിലെ പ്രിയപ്പെട്ട അധ്യാപികന്മാരുടെ സ്വാഗത ഗാനം. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ക്ഷണിതാക്കളെയും വിശിഷ്ട വ്യക്തികളെയും മംഗൽപാടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലെ അധ്യാപികമാർ ശ്രീ സത്യൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വാഗതഗാനം ആലാപിക്കുകയാണ്. സ്വാഗതഗാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതഗാന വരികൾ രചിതാവും നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് മാഷാണ്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ നമ്മുടെ പ്രിയങ്കരനായ നൗഷാദ് മാഷ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജും അദ്ദേഹമാണ് സ്വാഗതഗാന വരികൾ എഴുതിയത്, അതുപോലെ സംഗീതം ആലാപിക്കുന്നതും. മ്യൂസിക് ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട സത്യമാഷാണ്. അദ്ദേഹം ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. ഈ തിരക്കിന്റെ ഇടയിലും പ്രിയപ്പെട്ട അധ്യാപകന്മാർ എല്ലാ കമ്മിറ്റികളുടെയും കൺവീനർമാരാണ് പ്രിയപ്പെട്ട അധ്യാപകന്മാർ. ഏതാണ്ട് 30 പേരാണ് ഈ സ്വാഗതഗാനത്തിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ಈ ಸ್ವಾಗತಗಾನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮಂಗಲ್ಪಾಡಿ ಹೈಸ್ಕೂಲ್ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯ 30 ಮಂದಿ ಅಧ್ಯಾಪಕರು ಭಾಗವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಈ ಸ್ವಾಗತಗಾನವನ್ನು ರಚಿಸಿದವರು ಈ ಶಾಲೆಯ ಹೆಡ್ ಮಾಸ್ಟರ್ ಇನ್ಚಾರ್ಜ್ ಶ್ರೀ ನೌಷಾದ್ ಮಾಸ್ಟರ್, ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿ ಕನ್ವೀನರ್ ಕೂಡ ಆಗಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಸಂಗೀತ ಡೈರೆಕ್ಟರ್, ಮ್ಯೂಸಿಕ್ ಡೈರೆಕ್ಟರ್ ಶ್ರೀ ಸತ್ಯನ್ ಮಾಸ್ಟರ್, ಇವರು ಫುಡ್ ಕಮಿಟಿಯ ಕನ್ವೀನರ್ ಕೂಡ ಆಗಿದ್ದಾರೆ. ಮಾತ್ರ ಅಲ್ಲ, ಈ ಶಾಲೆಯ ಅಧ್ಯಾಪಕರು ವಿವಿಧ ಸಬ್ ಕಮಿಟಿಗಳ ಕನ್ವೀನರ್ ಕೂಡ ಆಗಿ ಕಳೆದ 2 ತಿಂಗಳಿಂದ ಪರಿಶ್ರಮಿಸ್ತಾ ಇದ್ದಾರೆ. ಅವರೀಗ ವೇದಿಕೆಯಲ್ಲಿ ಕಲೋತ್ಸವಕ್ಕೆ ಆಗಮಿಸಿದ ಎಲ್ಲರನ್ನು ಕೂಡ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದಾರೆ ಸ್ವಾಗತ ಗಾನದೊಂದಿಗೆ. ഓൾറെഡി വെക്കും, പിന്നെ എന്താണ് അല്ല പക്ഷേ സത്യമാഷ
കലയതാളങ്ങളുടെ മഴവില്ലഴകൂന്നിരിക്കാനായി മഞ്ചേശ്വരത്തിൻ പ്രതിഭകളെ സ്വാഗതം സുസ്വാഗതം മഞ്ചേശ്വരത്തിൻ പ്രതിഭകളെ സ്വാഗതം സുസ്വാഗതം മഞ്ചേശ്വരതനമ പ്രതിഭകളെ സ്വാഗത സുസ്വാഗത മഞ്ചേശ്വരതനമ പ്രതിഭകളെ സ്വാഗത സുസ്വാഗത
ഇത് കല്യാണ നാളല്ലോ, ഇത് കല്യാണ നാളല്ലോ. തങ്കത്തിൽ മൈലാഞ്ചിക്കൈ കൊട്ടിപ്പാടി ചെഞ്ചുണ്ടിൽ, തങ്കത്തിൽ മൈലാഞ്ചിക്കൈ കൊട്ടിപ്പാടി ചെഞ്ചുണ്ടിൽ, നാളത്താൽ പുഞ്ചിരി പുഞ്ചിരി വിരിച്ചെത്തും മഞ്ചേശ്വരത്തിൽ മഞ്ചട്ടി മാറ്റിട്, മഞ്ചേശ്വരത്തിൽ മഞ്ചട്ടി മാറ്റിട് കല്യാണ നാളല്ലോ, ഇത് കല്യാണ നാളല്ലോ. ആക്ഷേപത്തിൻ പൂരവുമായി ഓട്ടനും കരയനും ശ്രീരംഗവും, ആക്ഷേപത്തിൻ പൂരവുമായി ഓട്ടനും കരയനും ശ്രീരംഗവും. നൃത്തമാടി തിമസുതയായി, നൃത്തമാടി തിമസുതയായി ആഭരണത്താൽ കാണുന്നു സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ആഭരണത്താൽ കാണുന്നു സ്വാഗതം, സ്വാഗതം, സ്വാഗതം. മംഗളമണിഞ്ഞൊരുങ്ങി മംഗൾപാടി മഞ്ഞെത്തി തിരുവാതിര ചുവടും വയ്ക്കുകയല്ലോ, മംഗളമണിഞ്ഞൊരുങ്ങി മംഗൾപാടി മഞ്ഞെത്തി തിരുവാതിര ചുവടും വയ്ക്കുകയല്ലോ. ആഹ്ലാദത്താൽ പാടാം സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ആഹ്ലാദത്താൽ പാടാം സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. മനോഹരമായ ഈ സ്വാഗതഗാനം ആലാപിച്ച പ്രിയപ്പെട്ട മംഗൾപാടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രിയപ്പെട്ട അധ്യാപകന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതവും നന്ദിയും അറിയിക്കുകയാണ്. ഈ സ്വാഗതഗാനം വരികൾ രചിച്ച പ്രിയപ്പെട്ട നൗഷാദും HM ഇൻചാർജ് GHS മംഗൾപാടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയാണ്. ഈ സ്വാഗതഗാനത്തിന് മ്യൂസിക് ഡയറക്ടറായി നേതൃത്വം നൽകിയപ്പെട്ട സത്യൻ മാഷാണ് ഹൈസ്കൂൾ അധ്യാപകൻ. അദ്ദേഹം പ്രോഗ്രാം ഫുഡ് കമ്മിറ്റി കൺവീനർ കൂടിയാണ്. ഈ സ്വാഗതം ആലാപിച്ചത് പ്രിയപ്പെട്ട അധ്യാപകന്മാരാണ്. ഏതാണ്ട് 12ഓളം കമ്മിറ്റികളുടെ കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ കൂടിയാണ് പ്രിയപ്പെട്ട അധ്യാപകന്മാർ. എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഹൃദയം ചേർത്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രിയപ്പെട്ട AK മഷ്റഫ് MLA ബഹുമാന MLA തികഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ സൂപ്പർ ഡയറക്ടർ ശ്രീ മധുസൂദൻ സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വർണ്ണസഫലമായി ഉദ്ഘാടന സമാരംഭത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികൾ പ്രിയപ്പെട്ട ശ്രീ AK മഷ്റഫ് MLA,
നമ്മുടെ സ്വാഗതം പറയുന്നത് പ്രിയപ്പെട്ട അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീമതി റുബിന നൗഫൽ, ചെയർമാൻ സംഘാടക സമിതി, പ്രസിഡന്റ് മംഗൾപാടി ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളായി വേദിയിൽ സന്നിഹിതരാകുന്നത് പ്രിയപ്പെട്ട ശ്രീ ഗോൾഡൻ അബ്ദുറഹ്മാൻ മെമ്പർ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡും, അതുപോലെ തന്നെ ശ്രീ അബ്ദുൽ ലത്തീഫ് പുളകേട്ട് നമ്മുടെ പ്രിയങ്കരനായ വ്യവസായി, അതുപോലെ തന്നെ ഭദ്രസ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിലെ ചെയർമാൻ കൂടിയാണ്. നമ്മുടെ ഈ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ A.K.M. അഷ്റഫ് MLA അവർകളാണ്. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഉപ്പളയുടെ നാടിന്റെ സ്പന്ദനം കൂടിയായ മഞ്ചേശ്വരത്തിന്റെ നാടിന്റെ സ്പന്ദനം കൂടിയായ ശ്രീ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേട്ട്, ചെയർമാൻ ഭദ്രസ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് അവർകളാണ്. അതുപോലെ തന്നെ വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളായി സന്നിഹിതരാകുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റുബിന നൗഫൽ, ശ്രീ ഗോൾഡൻ റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, അതുപോലെ തന്നെ ശ്രീ ഹനീഫ് PK വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വർ, ശ്രീ സുനിൽ കുമാർ DYSP കാസർഗോഡ്, ശ്രീ മധുസൂദൻ സാറ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കാസർഗോഡ് റവന്യൂ വിദ്യാഭ്യാസ ജില്ലാ ഉപഡയറക്ടർ ശ്രീ മധുസൂദൻ സാർ, അതുപോലെ തന്നെ ശ്രീ സദാശിവ ഷെട്ടി കൂളൂർ കന്യാന, അതുപോലെ തന്നെ ശ്രീ രാജഗോപാൽ സാർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ഉപജില്ല മഞ്ചേശ്വര AEO സാർ, അതുപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതിയുടെ ട്രഷറർ കൂടിയാണ്. അതുപോലെ തന്നെ ശ്രീ രാധാകൃഷ്ണ ഭട്ട് മെമ്പർ മഞ്ചേശ്വര ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ശ്രീ കരുണിസമുറ്റം. നമ്മുടെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇത്രയും പെട്ടെന്ന് വേദിയിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ശ്രീ പ്രിൻസിപ്പാൾ ശ്രീ കുമാർ സാറ് വേദിയിലേക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് കൂട്ടി ആനയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ രാജഗോപാൽ AEO, ശ്രീ ശ്രീകുമാർ സാർ വേദിയിലേക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആനയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹലോ 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 മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം 2024 വിശിഷ്ട വ്യക്തികൾ വേദിയിൽ. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വേദി 1 ഏതാനും നിമിഷങ്ങൾക്കകം നടക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം പറയാൻ ശ്രീകുമാർ MA പ്രിൻസിപ്പാൾ, GHSS മംഗൽപാടി ജനറൽ കൺവീനർ, ഓർഗനൈസിംഗ് കമ്മിറ്റി ആദരപൂർവം ക്ഷണിക്കുകയാണ്. 63ನೇ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಕೇರಳ ಶಾಲಾ ಕಲೋತ್ಸವಕ್ಕೆ ಆಗಮಿಸಿದ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ವೇದಿಕೆಯಲ್ಲಿ ಮತ್ತು ಸಭೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವ ಸಕಲರಿಗೂ ನನ್ನ ವಂದನೆಗಳು. വേദിയിലും സദസ്സിലുമുള്ള
വിശിഷ്ട വ്യക്തികളെ, 63ാമത് മഞ്ചേശ്വരം സബ് ജില്ലാ കലോത്സവത്തിന് ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. മംഗൽപ്പാടി പൊതുവേദിയായും ഐല ബോവീസ്, ഐല ടെമ്പിൾ, AJUP സ്കൂൾ, ലയൺസ് ക്ലബ് ഹാൾ തുടങ്ങിയവ മുഖ്യവേദികളുമായിട്ടാണ് ഈ കലോത്സവം നടത്തുന്നത്. മഞ്ചേശ്വരം സബ് ജില്ലയിലെ 112 സ്കൂളുകളിൽ 97ഓളം സ്കൂളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 7500-ലധികം വിദ്യാർത്ഥിനികൾ മത്സരാർത്ഥികളായിട്ടുണ്ട്. അത്രയധികം തന്നെ ഒഫീഷ്യൽസും മറ്റ് എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും അടക്കം ഒരു 26,000-ഓളം പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളത്തുള്ള GHSS ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏകദേശം 12 ഇനങ്ങളും 18 മത്സരങ്ങളുമായിട്ടാണ് അന്ന് കലോത്സവം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് കലോത്സവത്തിൻ്റെ കെട്ടും മട്ടുമെല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് വളരെയധികം കുട്ടികളാണ് ഇതിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കലോത്സവങ്ങൾ നടത്തി വരുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ അറിവിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാറുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അറിവിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിലുപരിയായിട്ട് കുട്ടികളുടെ സർഗ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മാനവിക മൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടും അവരെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജാതി, മത, ഭാഷ വ്യത്യാസങ്ങളില്ലാതെ കുട്ടികളുടെ ഐക്യം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് കലോത്സവങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത്. ഈ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി സെപ്റ്റംബർ 3-ന് ലയൺസ് ക്ലബിൽ ആരംഭിച്ചു. അതിനുശേഷം ഏകദേശം 10ഓളം കമ്മിറ്റികളാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. ഇത്രയും കമ്മിറ്റികൾ കൂടി അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ള സകല ആളുകളുടെയും എല്ലാവരെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ കലോത്സവം ഇത്രയും നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അവറുകളാണ്. നമുക്കറിയാം, ഷിരൂരുള്ള നമ്മുടെ അർജുൻ്റെ കേസുകളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ തിരച്ചിലുകൾ നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ട് AKM അഷ്റഫുകൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വികസന നായകനായിട്ടുള്ള ശ്രീ AKM അഷ്റഫ് അവറുകളെ കലോത്സവ സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഏറ്റവും വിശിഷ്ടനായ അബ്ദുൽ ലത്തീഫ് ഉപ്പളഗേറ്റ് അവർകളാണ്. സാറ് ഒമാൻ ബോർഡ് ഓഫ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ചെയർമാനാണ്. മർച്ചൻ്റ് നേവിയിൽ അദ്ദേഹം ആരംഭിച്ചു. അതിനുശേഷം 16ഓളം ഹോസ്പിറ്റലുകളുടെ ചെയർമാൻ കൂടിയാണ്. ഭദ്രസമ്മ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ ഈ കലോത്സവം തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് ധനശേഖരണത്തിന് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാറിൻ്റെ അടുത്താണ്. സാറ് വളരെയധികം ഹൃദ്യമായി നമ്മളെ സ്വാഗതം ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ കുക്കാറിൻ്റെ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ഈ ചടങ്ങിൽ അബ്ദുൽ ലത്തീഫ് സാറിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ പുണ്യം തന്നെയാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പളായിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടം കൂടിയാണ്. എല്ലാവരെയും അനുവാദത്തോടു കൂടി ഈ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അബ്ദുൽ ലത്തീഫ് സാറിനെ നമ്മളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ മുഖ്യാതിഥിയായിട്ടുള്ള അടുത്ത വ്യക്തി ബഹുമാനപ്പെട്ട ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി അവർകളാണ്. സ്വാമിജി അവർകളെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന് എനിക്ക് എത്തിച്ചേരാൻ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് എൻ്റെ ആശംസകൾ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്.
ഏറ്റവും പരംപൂജ്യ യോഗാനന്ദ സരസ്വതി സ്വാമിജി അവരുടെ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് DSP സുനിൽകുമാർ സാറ് സാറ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മഞ്ചേശ്വരം SIയുടെ പിതാവ് മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആശംസകൾ കൂടി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ നമ്മുടെ ഏറ്റവും ബഹുമാനിയായ സംഘാടക സമിതി ചെയർമാൻ റുബീന നൗഫൽ അവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. മാഡത്തിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷയായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ യോഗ നടപടികൾക്ക് അല്പം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ചടങ്ങ്, ഈ സംഘാടക സമിതി കൂടിയ കാലം തുടങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിങ്ങുകളെല്ലാം വിളിച്ചു ചേർത്ത് നമ്മുടെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി റുബീന നൗഫൽ അവർകളെ എല്ലാവരെയും പേരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ സാർ അവർകളാണ്. ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ സാറിനെ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം പുലർത്തുന്ന ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ സാറ് ഇതിൻ്റെ തുടക്കം തുടങ്ങി അവസാനം വരെ ഇന്ന് രാവിലെ വരെ എന്നോട് വിളിച്ചു ചോദിച്ചു, ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്തായി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സംഘാടക സമിതി തുടങ്ങി ഇതുവരെ നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ വകയായിട്ട് നമുക്ക് എല്ലാ ബെഞ്ചും ഡെസ്കും ഒക്കെ തരുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് PK അവർകളാണ്. നമ്മുടെ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഹനീഫ് PK അവർകളെ ഏവരെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജില്ലയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ മധുസൂദൻ സാർ അവർകളാണ്. മധുസൂദൻ സാറ് കയ്യിനൊക്കെ അസുഖമായിട്ട് പോലും സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ എല്ലാവരെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഹേരമ്പ ഇൻഡസ്ട്രീസ് ചെയർമാൻ സദാശിവ ഷെട്ടി അവർകൾ നമുക്ക് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. MSc ഓർഗാനിക് കെമിസ്ട്രിയിലെ ബിരുദങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന് കർണാടക സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ ചടങ്ങിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെയും നമ്മൾ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന ബഹുമാനപ്പെട്ട സോമന്ന ബെവിൻ മരട, കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രസിഡൻറ്റ്, ശ്രീ പ്രകാശ് മധികളി, കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് സെക്രട്ടറി, ശ്രീ അബ്ദുൾ റഹ്മാൻ സുബൈക്കട്ട അവർ മെമ്പർ, കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് ഇന്നെത്താമെന്നാണ് അറിയിച്ചത്. പക്ഷേ ചില കാരണങ്ങളാൽ ഇന്ന് അവർ എത്തുന്നില്ല. നാളെയാണ് അവർ എത്തിച്ചേരുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെയും അസാന്നിധ്യത്തിൽ ഇവരുടെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ സംഘാടക സമിതി ആരംഭിച്ച് തുടങ്ങി ഈ കാലമത്രയും നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ AEO സാറ്, രാജഗോപാല സാർ അവർകൾ. അതുപോലെ തന്നെ നമ്മുടെ HM ഫോറം സെക്രട്ടറി ശ്യാംഭട്ട് സാറ്. ഇതിൻ്റെ ഓർഡറിൽ ശ്യാംഭട്ട് സാർ താഴെയാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഇതിൻ്റെ ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. വളരെ തിരക്കുകൾക്കിടയ്ക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള രാജഗോപാൽ സാർ അവർകളെയും ശ്യാംഭട്ട് സാറിനെ അവർകളെയും ഞാൻ പ്രത്യേകമായി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള നമ്മുടെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇർഫാൻ ഇക്ബാൽ അവർകളാണ്. ഇർഫാൻ ഇക്ബാൽ അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മംഗൽപാടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഹൈറുന്നൂസ മുട്ടം അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രാധാകൃഷ്ണ ഭട്ട് അവർകൾ ഈ ചടങ്ങിലെത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണ ഭട്ട് അവർകളെയും ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മൊയ്തീൻ കുഞ്ഞ് അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ കമ്മിറ്റികളായിട്ടാണ് നമ്മൾ ഇവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോഗ്രാം ഈ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള വിജയ് കുമാർ റായ് അദ്ദേഹം തൻ്റെ വീടെന്ന പോലെ തന്നെയാണ് ഈ പ്രോഗ്രാമിനെ കണ്ടിട്ടുള്ളത്. ഇത്രയും ദിവസം വളരെയധികം മനോഹരമായിട്ട് തന്നെ ഫുഡ് എത്തിക്കുന്നതിൽ അദ്ദേഹം തൻ്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ വിജയ് കുമാർ റായ് അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ ടി എം അവർകൾ എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ടി എം അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ശ്രീമതി സുജാത വി ഷെട്ടി അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ മുഹമ്മദ് റഫീഖ് അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബാബു അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുധാ വി വി അവർകളെ ഏവരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഖദീജത്ത് റിസാന, ശ്രീ മുഹമ്മദ് ബിഫാത്തിമ അബൂബക്കർ, ഗുൽസാർ ബാനു, ശ്രീമതി റഹിമത്ത് ബി വി, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഇവരെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് സൂപ്രണ്ട് ഡോക്ടർ അംബു വി അവർകളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റ് മുഹമ്മദ് ഉപ്പള ഗേറ്റ് അവർകളെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ SMC ചെയർമാൻ അബ്ദുൽ നാസർ സാറിനെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA വൈസ് പ്രസിഡൻറ്റ് ഹമീദ് കോസ്മോസ്, MPTA പ്രസിഡൻറ്റ് നസീമ ഹനീഫ്, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള HM ഫോറം കൺവീനർ ശ്യാംഭട്ട് സാർ അവർകളെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മജീദ് പച്ചമ്പള അവർകളെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ SMCയുടെ മെമ്പറായിട്ടുള്ള അബ്ദുൽ ജബ്ബാർ PA അവർകളെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ റഷീദ അവർകളെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. SMC മെമ്പറായിട്ടുള്ള രവീന്ദ്ര അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ കമ്മിറ്റികളിലെ കൺവീനർമാർ, അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർ, നമ്മുടെ ഐല ടെമ്പിൾ നമുക്ക് വിട്ടുതരുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ശ്രീ നാരായണ ഹെഗ്ഡെ അവർകളെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, കേരളപ്പിറവിക്ക് ശേഷം മികച്ച മുന്നേറ്റമുണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളമെന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ കുട്ടികൾക്ക് വാർഷിക പരീക്ഷകൾക്കപ്പുറം എന്തെങ്കിലും 1-2 ആക്ടിവിറ്റീസ് ലഭിക്കുന്നു എന്നല്ലാതെ കേരളത്തെ പോലെ ഒരു അധ്യയന വർഷം ജൂണിൽ ആരംഭിച്ചാൽ ഗെയിംസും അത്ലറ്റിക്സും സർഗവാസനകൾ പരിപോഷിപ്പിക്കാനുള്ള വേദികളും കലോത്സവം ഒക്കെയായി കേരളത്തിലെ ഒരു കുട്ടിക്ക് അവൻ്റെ അഭിരുചിക്കനുസരിച്ച് ലോകത്തേക്ക് പാറിപ്പറക്കാനുള്ള വേദികളാണ് നമ്മുടെ ഇത്തരത്തിലുള്ള വേദികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ സ്പോർട്സ് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുറ്റത്താണ് സമാപ്തി കുറിച്ചത്. മഞ്ചേശ്വരം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. അങ്കടിമർ സ്കൂളിലെ നിയാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി, കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, നല്ല സൗകര്യങ്ങളില്ലാതെ, കോച്ചില്ലാതെ 12.40 സെക്കൻഡോടുകൂടി സബ് ജൂനിയർ 100 മീറ്ററിൽ ഗോൾഡ് മെഡൽ നേടി ഇടീ നാടിൻ്റെ അഭിമാനമായി മാറുമ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ പുതിയ കാലത്തെ കുട്ടികളുടെ കഴിവും പ്രതീക്ഷയും നമുക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നിയാസ് അഹമ്മദിൻ്റെ ഒരു നേട്ടത്തിന് ശേഷം നമ്മൾ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട്. ഈ കലോത്സവം നമ്മളെന്നും മഞ്ചേശ്വരത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് മതേതരത്വമാണ്, ശാന്തതയാണ്, സ്നേഹമാണ്, മാനവികതയാണ്, സഹവർത്തിത്വമാണ്. നമ്മളെപ്പോഴും ആ രീതിയിൽ ചിന്തിച്ച ആളുകളാണ്. ഈ കലോത്സവത്തിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറം പോയാൽ മംഗൽപാടി താലൂക്ക് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് മഞ്ചേശ്വരത്തിൻ്റെ ആദ്യത്തെ ഒരു ഡയാലിസിസ് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് സ്വപ്നം കാണുമ്പോൾ കേരളത്തിൽ പോലും നമ്മൾ ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ അന്ന് നമ്മളെ അതിനെ ചേർത്ത് നിർത്തിയത് പ്രിയപ്പെട്ട ലത്തീഫ്ചയായിരുന്നു. ലത്തീഫ്ച മാത്രമല്ല, മഞ്ചേശ്വരത്ത് ധാരാളം ആളുകൾ, ഇപ്പോൾ സദാശിവണ്ണ, നമ്മുടെ സദാശിവണ്ണന് ഗസ്റ്റായി സദാശിവ ഷെട്ടി മുംബൈ ഈ വേദിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കൊണ്ടയൂർ ആശ്രമത്തിലെ സ്വാമിജി ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു ആവശ്യം പറഞ്ഞപ്പോൾ മനുഷ്യത്വത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന ധാരാളം അത്തരത്തിലുള്ള നന്മമരങ്ങൾ സമാപിക്കുമ്പോഴും ഈ ചടങ്ങിലേക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. തീർച്ചയായും പരിമിതമായ ഫണ്ട് വെച്ച് സംഘാടക സമിതിയുടെ നേതൃത്വം ഏറ്റെടുത്തത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ടീച്ചേഴ്സിൻ്റെ ഒരു മികച്ച നിരയുണ്ട്. AEO, DD അടക്കമുള്ള ടീം, നാട്ടുകാർ, ജനപ്രതിനിധികൾ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ഗോൾഡൻ റാമാൻ അടക്കമുള്ള ഒരു ടീം, അവരുടെയൊക്കെ പ്രവർത്തനം ഞങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കണ്ട ആളുകളാണ്. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ടീം വർക്കിൻ്റെ അത്യുജ്വല വിജയമാണ് ഈ കലോത്സവം എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അധ്യക്ഷ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. 63ാമത് മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാനായി ശ്രീ അബ്ദുൽ ലത്തീഫ്, ഉപ്പള ഗേറ്റ് ചെയർമാൻ, ബദർ സമ്മ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. പേര് പറയണ്ടല്ലേ. പ്രിയപ്പെട്ട MLA AK മഷറഫ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന, എല്ലാവരും പേരെടുത്ത്, എല്ലാവരും ഈ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയേണ്ട വിധത്തിലുള്ള ആൾക്കാരാണ് ഇത് സ്റ്റേജിലുള്ളത്. പിന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് സമയം പോവും. അപ്പോൾ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മുടെ മഞ്ചേശ്വരം സബ് ഡിസ്ട്രിക്റ്റ് സ്കൂള് കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് പല വേദികളിലായിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങ് നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ വെച്ച് നടച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സത്യത്തിൽ ഞാൻ ഇന്ന് ഇതിൽ പങ്കെടുക്കേണ്ട ആളല്ല, ഉദ്ഘാടനം ചെയ്യേണ്ട ആളുമല്ല. പക്ഷെ അത് MLA-യുടെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയൊക്കെ വലിയ മനസ്സ് കാരണം ഷെഡ്യൂളിൽ മാറ്റം വരുത്തി എന്നെ ഉദ്ഘാടകനാക്കുകയും അത് വല്ലവരും മാറ്റം വരുത്തി. അതിന് ആദ്യമായി നന്ദി പറയുന്നു. കാരണം ഞാൻ പഠിച്ച മംഗലപ്പാടി GHSലെ സ്റ്റുഡൻ്റാണ് ഞാൻ, പൂർവ്വകാല വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ പഠിച്ച ആ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു കലോത്സവത്തിൻ്റെ ആ ഉദ്ഘാടനം എനിക്ക് നിർവഹിക്കാൻ നിങ്ങളെന്നെ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു അംഗീകാരമായി ഞാൻ അതിനെ കാണുന്നു. അതിന് സംഘാടകർക്കും MLA-ക്കും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു. സത്യത്തിൽ ഈ സ്കൂളിൽ MLA പറഞ്ഞ പോലെ ഞങ്ങളും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കലോത്സവത്തിൻ്റെ വേദികളിൽ ചെസ് നമ്പറൊക്കെ കെട്ടി ഒപ്പനക്കും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് മത്സരത്തിനും അല്ലാത്ത മത്സരത്തിനൊക്കെ നിന്ന് മത്സരിച്ച് അങ്ങനെ വളർന്ന് വന്ന് ആണ് ഞങ്ങളൊക്കെ ഇന്ന് ഈ ലെവലിൽ ഇതിലൊക്കെ ആയത്. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടികളടുത്ത് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇത് മഞ്ചേശ്വരത്തിൻ്റെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ പ്രതിഭകളെന്ന് പറയുമ്പോൾ മത്സരത്തിൽ ആരൊക്കെ പങ്കെടുത്തു അവരൊക്കെ പ്രതിഭകൾ തന്നെയാണ്. ചിലപ്പോൾ വിജയിക്കുന്നത് 1 or 2 പേരായിരിക്കാം, ഫസ്റ്റോ സെക്കൻഡോ ആവാം. പക്ഷെ ആരൊക്കെ മത്സരിച്ചു സത്യത്തിൽ അവരൊക്കെ പ്രതിഭകൾ തന്നെയാണ്. ആരൊക്കെ മത്സരിക്കാണ്ടിരുന്നോ അവരാണ് തോറ്റവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ മത്സരിച്ചപ്പോൾ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുമുണ്ട്, കിട്ടാണ്ട് ഇരുന്നിട്ടുമുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഏത് സ്പിരിറ്റോടുകൂടി ഏത് ആവേശത്തോടു കൂടി നമ്മുടെ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാതലായ കാര്യം. കാരണം ഇതുപോലെയുള്ള ഈ അവസരങ്ങൾ മുതലെടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾക്ക് ഭാവിയിൽ ഇന്ന് MLA-ക്കായാലും എനിക്കായാലും ഈ സ്റ്റേജിൽ വന്ന് നിന്ന് നിങ്ങളെ മുമ്പിൽ ധൈര്യസമേതം സംസാരിക്കാനുള്ള ഈ പ്രചോദനങ്ങളൊക്കെ കിട്ടിയത് ഇതുപോലെയുള്ള കലോത്സവങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് കിട്ടിയ അറിവും പ്രചോദനവും ആ ധൈര്യവുമാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ നിർത്തുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ അവസരമാണ്. ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ മുമ്പിലില്ല, എന്നാലും ലൈവൊക്കെ ഉണ്ട്, കേൾക്കുമായിരിക്കും, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. കാരണം മുമ്പിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്കിലുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഓപ്പർച്യൂണിറ്റിയാണ്. ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. അവസരങ്ങൾ നമ്മളെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഒരിക്കലും അത് പാഴാക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ അവസരമാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ നിങ്ങൾക്കൊരു MLA ആവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഒരു അബ്ദുൽ ലത്തീഫ് ആവാം, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാം, സ്കൂൾ മാഷാവാം. കാരണം നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ കിടക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്കൊരിക്കലും ഇനിയൊരു വിദ്യാർത്ഥി ആവാൻ പറ്റൂല. MLA-ക്കൊരു വിദ്യാർത്ഥിയാവാനോ ഇതുപോലുള്ള ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ മത്സരത്തിൽ പങ്കെടുക്കാനോ MLA-ക്കും പറ്റൂല, എനിക്കും പറ്റൂല, മാഷിക്കും പറ്റൂല, AO-ക്കും പറ്റൂല, ഉറപ്പാണ്. അപ്പം പണ്ട് ആ കവിതയിൽ പറഞ്ഞ പോലെ ദൗലത്ത് ബിലേലോ ഷഹറത്ത് ബിലേലോ ഭലേ ചീനിലോ മുജ്സെ മേരി ജവാനി മഗർ മുജ്കോ ലോട്ടാദോ യെ ബച്പൻ കി സാവൻ ഓ ബാരിഷ് ക പാനി ഓ കാഗസ് ക കസ്തി. അതായത് ഈ ദൗലത്ത് ബിലേലോ, നീ തന്ന പദവിയും സമ്പത്തും പദവിയും ഒക്കെ വേണമെങ്കിൽ തിരിച്ചെടുത്തോളൂ. പടച്ചവനോട് പറയാണ്, ഈ ഷൗറത്ത് ബിലേലോ, നീ തന്ന പദവിയും തിരിച്ചെടുത്തോളൂ, സമ്പത്തും തിരിച്ചെടുത്തോളൂ. ഭലേ ചീനിലോ മുജിസെ മേരി ജവാനി, എൻ്റെ യുവത്വം വേണമെങ്കിൽ തിരിച്ചെടുത്തോളൂ. പക്ഷേ മഗർ മുഷ്കോ ലോട്ടാതോ, എനിക്ക് തിരിച്ചു തരണം. ഓ ബച്പൻ കിസാവൻ, എൻ്റെ ബാല്യകാലം. ഓ കാഗസ് ക കസ്തി, കടലാസ് വഞ്ചി. ഓ ബാരിഷ് ക പാനി, എൻ്റെ ബാല്യകാലം, എൻ്റെ കോളേജ് കാലം, എൻ്റെ സ്കൂൾ കാലം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് തന്ന ഈ സമ്പത്തും പദവിയും ഈ MLA സ്ഥാനവും ഒക്കെ തിരിച്ചെടുത്താലും ഇത് തിരിച്ചു കിട്ടുകയില്ല. കാരണം ഇത് നിങ്ങൾക്ക് സ്വന്തം മാത്രമുള്ള, ഇന്ന് നിങ്ങളത് അനുഭവിക്കേണ്ട, നിങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആ കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അവസരം മുതലെടുക്കുക. പല പല കായിക രംഗങ്ങളിൽ വളർന്ന്, കലാരംഗങ്ങളിൽ വളർന്ന് മുന്നോട്ട് വന്ന് നമ്മളെ നാട്ടിന് അഭിമാനമായി തീരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഗോൾഡ് സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഞങ്ങളിവിടെ 79-80 ബാച്ചാണ് ലാസ്റ്റ്. 77 തൊട്ട് 3 വർഷം മംഗലപാടി സ്കൂളിൽ ഞാനും പ്രിയപ്പെട്ട നിങ്ങളെ PTA പ്രസിഡൻറ്റ് മുഹമ്മദ് ഉപ്പളഗേറ്റ്, ഞങ്ങളൊക്കെ ഈ സ്കൂളിൽ ഒന്നിച്ച് വളർന്നവരാണ്. ഇവൻ ഇന്ന് ഇവിടെ ഗസ്റ്റായി എത്തേണ്ടിയിരുന്ന സ്വാമിജി അടക്കം ഞങ്ങൾ ഒന്നിച്ച് ഒരേ
ബാച്ചിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തറിയോ, ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു വളർന്ന് ഇത്രയും വലിയ സ്വാമീജി ആവാൻ കുണ്ടിയൂർ സ്വാമിക്ക് പറ്റുമെങ്കിൽ നമ്മൾക്കൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം 6000 ജോലിക്കാർ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് നേഴ്സിങ്ങിലായാലും ഇതിലായാലും ഒരു 6000 കുടുംബങ്ങളാണ് നമ്മളെ കീഴിൽ കഴിയുന്നത്. നമ്മളെ കീഴിലല്ല, നമ്മൾ അവസരം കൊടുത്ത് അവർ കഴിയുന്നത്. അപ്പം അത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുവാനും ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും, ഇപ്പം എനിക്ക് സ്കൂളുണ്ട്, ഗ്ലോബൽ സ്കൂളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കാൻ എനിക്ക് ഈ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ച് ഉയർന്നു വന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ നമ്മളെ നാട്ടിൽ നിന്ന് പഠിച്ച് നമ്മുടെ മഞ്ചേശ്വരത്ത് നിന്ന് വളർന്നു വന്നിട്ട് ഒരാൾക്കൊരു MLA ആവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എത്രയോ അപ്പുറത്തോട്ട് പോകാനും ഇതിൽ നിന്നോട്ട് മുമ്പോട്ട് പോകാനും നിങ്ങൾക്കും സാധിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, എന്താണ്, ഡ്രോപ്പ് ദി ക്യാച്ച് ലൂസ് ദി മാച്ച്. നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും, ക്യാച്ച് വിട്ടാൽ മാച്ച് തോക്കും, ഒരു അവസരവും വിടരുത്, എല്ലാ അവസരവും മുതലാക്കുക. പിന്നെ എനിക്ക് ആശംസിക്കാനും അഭിനന്ദിക്കാനുമുള്ളത് സ്വാഗതഗാനം വളരെ സൂപ്പറായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പ്രോഗ്രാമുകളെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫ്യൂഷൻ എന്ന രീതിയിൽ മലയാളവും കന്നഡയും അതിൻ്റെ കൂട്ടത്തിൽ മാപ്പിളപ്പാട്ടും അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കലർത്തി ഒരു ശരിക്കും ഒരു കലോത്സവ വേദിയിൽ എങ്ങനെയായിരിക്കണം സ്വാഗതഗാനം എന്നുള്ളതിനൊരു മാതൃക, ആ കലോത്സവത്തിൻ്റെ ഒരു മാറ്റ് തന്നെ അത് വിളിച്ച് നമുക്ക് കാട്ടിത്തരുന്ന രീതിയിലുള്ള ഒരു സ്വാഗതഗാനമായിരുന്നു. അത് എഴുതിയ നൗഷാദ് മാഷും കമ്പോസ് ചെയ്ത സത്യം മാഷും, അപ്പോൾ എല്ലാവരെയും, ബാക്കി ആ കൂട്ടത്തിൽ പാടിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഞ്ചേശ്വരം സബ് ഡിസ്ട്രിക്ട് 63ാമത് കേരള സ്കൂൾ കലോത്സവം നിങ്ങൾക്കൊക്കെ വേണ്ടി ഔദ്യോഗികമായി ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സാർ. വാക്കുകൊണ്ടും വാളുകൊണ്ടും വീരേതിഹാസം രചിച്ച തുളുനാടിൻ്റെ പിന്മുറക്കാർ മത്സരവേദിയിൽ മാറ്റുരയ്ക്കുന്ന കലാമാമംഗത്തിന് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ്, ചെയർമാൻ ബദൽസമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. അടുത്തതായി ആശംസകളുമായി ശ്രീമതി റുബീന നൗഫൽ, പ്രസിഡന്റ്, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. അറുപത്തിമൂന്നാമത് നടക്കുന്ന ഈ ഒരു കലോത്സവ പരിപാടിയിലെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് ഉപ്ലഗേറ്റ്, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, MLA അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ, 2 മാസത്തോളമായി നമ്മ ഈ പരിപാടിയിലേക്ക് നിരന്തരം ഊണും ഉറക്കവുമില്ലാണ്ട് നമ്മുടെ ഈ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കുറേ പ്രയത്നങ്ങൾ കടന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കലോത്സവ വേദിയുടെ ചെയർമാൻ ആവുന്നത് വളരെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിനെ രാവിലെ 10 മണിക്ക് ഞാൻ ഓഫീസിൽ വരുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എന്നെ വിളിക്കും, മാഡം ഇന്ന് എങ്ങനെയാണ്, ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്, നമ്മൾ ആരെയാണ് ഇന്ന് പോയി കാണുന്നത് എന്നുള്ള രീതിയിൽ നിരന്തര ഇടപെടലുകൾ നടത്തിയാണ് നമ്മൾ ഓരോ കമ്മിറ്റികളും രൂപപ്പെടുത്തിയത്. നമ്മുടെ ഫുഡ് കമ്മിറ്റി ആയാലും ട്രോഫി കമ്മിറ്റി ആയാലും നല്ല രീതിയിൽ ഓരോ റിസപ്ഷൻ ആയാലും പ്രോഗ്രാം കമ്മിറ്റിയൊക്കെ നമ്മളെല്ലാ മെമ്പർമാരും ഇവിടെ തന്നെ സ്കൂളിൽ നിന്ന് പോവാത്തത്ര രീതിയിലാണ് ഈ ഒരു ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നൊക്കെ കാലത്ത് ഈ കലോത്സവ വേദികളിൽ പോയി നിന്നിട്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ മംഗൽപാടി പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ ഈ കലോത്സവ വേദിയുടെ ചെയർമാനായി എന്ന് പറയുന്നത് വളരെയധികം അഭിമാനകരമായൊരു നിമിഷം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓരോ വേദിയിലേക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് ഒരു പ്രസംഗത്തിനും പ്രസക്തിയില്ലാത്തത് കൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. അടുത്തതായി ആശംസകളുമായി ശ്രീ ഗോൾഡൻ അബ്ദുറഹ്മാൻ, മെമ്പർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കാസർഗോഡിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. സ്നേഹാദരം നിറഞ്ഞ
കലോത്സവത്തിൻ്റെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യമായ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി, ഞങ്ങൾ സാമ്പത്തികമായി ആദ്യം പോയി കാണുകയും അതിരാവിലെ പോയി കാണുകയും പോയവരൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വക നല്ലൊരു സംഖ്യ തന്ന് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബ്, സംഘാടക സമിതി ചെയർമാനും മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായ പ്രിയപ്പെട്ട റുബീന നൗഫൽ, ഈ പ്രോഗ്രാം ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന ആലോചന മുതൽ ഇന്ന് രാവിലെ വരെ എല്ലാത്തിനും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇത്ര മാസത്തോളം നാട്ടിൽ പോകാതെ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ശ്രീകുമാർ മാഷ്, വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നാട്ടിലെ പൗര പ്രമുഖർ അടക്കമുള്ള ഒരു വിശാലമായ ഈ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സബ് ജില്ലാ കലോത്സവം വരുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഈ പരിപാടി കൃത്യമായി ഓരോ 24 മണിക്കൂറുകളിലും അവലോകനങ്ങൾ നടത്തി പോരായ്മകൾ മറികടന്ന് അത് പരിഹരിച്ച് ഒരു ചരിത്ര സംഭവമാക്കി. കാരണം പലപ്പോഴും നമ്മൾ പല പരിപാടികൾ നടക്കുമ്പോൾ അത് ചരിത്രമാണ്. പക്ഷേ മംഗൽപാടി സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ അത് ചരിത്രത്താളുകളിൽ എഴുതിച്ചേർക്കപ്പെട്ട ഒരു ചരിത്രം തന്നെയാണ്. കാരണം കേവലം അതൊരു മംഗൽപാടി സ്കൂളിൽ ഒതുക്കാതെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാണ് ഈ ഒരു ഗ്രാമം. കാരണം തൊട്ടടുത്ത് ബോയ്സ് ഐല സ്കൂൾ, അതുപോലെ AJ മലയാളം മീഡിയം സ്കൂള്, AJ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും ഈ പരിപാടിയെ വീതിച്ച് നൽകുകയും തൊട്ടടുത്തുള്ള ഐല ടെമ്പിൾ ഓഡിറ്റോറിയം ഉപയോഗിച്ചു, ലയൺസ് ക്ലബിൻ്റെ ഓഡിറ്റോറിയം ഉപയോഗിച്ചു, ബോയ്സിൻ്റെ സ്കൂളിലെ 3 ഓഡിറ്റോറിയങ്ങൾ ഉപയോഗിച്ചു, അതുപോലെ AJ സ്കൂളിൻ്റെ ഓഡിറ്റോറിയങ്ങൾ ഉപയോഗിച്ചു, AJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാഹനങ്ങൾ വിട്ടു തന്നു. അങ്ങനെ ഈ നാട്ടിലെ ഒരു ഉത്സവമാക്കി ഈ സബ് ജില്ലാ കലോത്സവം. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ജില്ലയുടെ കലോത്സവ പരിപാടിയിൽ നിറസാന്നിധ്യമായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അവിടെയൊക്കെ ആ പരിപാടികൾ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാക്കാൻ ജില്ലയുടെ പരിപാടിക്ക് സാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് മഞ്ചേശ്വരം സബ് ജില്ലാ പരിപാടിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ തുടക്കമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഭക്ഷണം നൽകേണ്ടത്, ഇതിൻ്റെ ജഡ്ജസായിട്ട് വരുന്ന ആളുകൾക്ക് മാത്രമല്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2011 ഞാൻ ഡിഗ്രി കഴിയുന്നത്. ആ 11 വരെയെങ്കിലും എൻ്റെ ഓർമ്മയിൽ കൂപ്പൺ സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൂപ്പൺ സിസ്റ്റമിൽ എവിടെയെങ്കിലും ഈ തിരക്കിൻ്റെ ഇടയിൽ ആ കൂപ്പൺ നഷ്ടപ്പെട്ടാൽ കുട്ടിക്ക് ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്തേക്കൊന്ന് ഒറ്റി നോക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് പോലും ഭക്ഷണങ്ങൾ നൽകാനുള്ള ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇന്നലെ വളരെ വിജയകരമായി ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു. വരുന്ന 3 ദിവസവും അത് ഞങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. കാരണം ഇവിടെയുള്ള ലത്തീഫിച്ചനെ പോലുള്ള, സലാം ചേവാറിനെ പോലുള്ള, പ്രിയപ്പെട്ട നമ്മളെ സ്വാമീജിനെ പോലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുടെ
സഹായം കൊണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം കഴിഞ്ഞ ഗോൾഡൻ അബ്ദുൽ ഖാദർ മണ്ണങ്ങുതി സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ കുട്ടികൾ ചേരിതിരിഞ്ഞ് ഉണ്ടാക്കിയ ചെറിയ സംഘർഷങ്ങൾ നമുക്കറിയാം. അത് സ്വാഭാവികമായി പരിപാടികൾ നടക്കുമ്പോൾ കാണുന്നു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അത് വലിയൊരു ചർച്ചാ വിഷയമായി. നിരന്തരമായി ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ ഇടപെട്ട് അതിന് ഒരു തരത്തിലും അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു പഴയ അടച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതുകൊണ്ട് കൃത്യമായി ഈ പരിപാടി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് ഒരുപാട് ജനപ്രതിനിധികൾ, PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, അതുപോലെ അധ്യാപകർ, ഒരുപാട് ആ വ്യക്തിത്വങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ടാണ് ഈ പരിപാടി നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ നിങ്ങളുടെ പൂർണ്ണമായ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന 3 ദിവസവും നിങ്ങളെല്ലാവരും നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ ഇവിടുത്തെ ക്ലബ്ബ് സന്നദ്ധ സംഘടനകളുടെ പൂർണ്ണമായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. അടുത്തതായി ആശംസകളുമായി ശ്രീ ഹനീഫ PK, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വർ. സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. റുബീന നൗഫൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോൾഡൻ റഹ്മാൻ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതമരുളിയ ശ്രീകുമാർ സർ, ശ്യാം ഭട്ട് സർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഏകദേശം 2 മാസത്തോളമായി ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത കുറേ ആൾക്കാരാണ് നമ്മുടെ ഈ നാട്ടിൽ പോസ്റ്റ്. പ്രത്യേകിച്ച് പ്രധാന അധ്യാപകരും അതുപോലെ തന്നെ അധ്യാപകന്മാർ 2 മാസത്തോളമായി വളരെ നല്ല രീതിയിൽ സംഘാടക സമിതിക്ക് വേണ്ടി പ്രവർത്തിച്ച, അതുപോലെ തന്നെ നല്ലവരായ ജനപ്രതിനിധികൾ, ഇവിടെ സ്വാഗതഗാനം ഉണ്ടാക്കിയ നൗഷാദ് മാഷാണ് ഈ ലോഗോ ഉണ്ടാക്കിയത്. ഒത്തിരി കാര്യങ്ങൾ ഈ കലോത്സവ പരിപാടിയിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇവിടെ പരിപാടി തുടങ്ങേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ലത്തീഫ് ചായെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക്
ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഭരണസമിതി അംഗം എന്ന നിലയ്ക്ക് എന്നും ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ 10-12ഓളം ഡയാലിസിസ് മിഷൻ സംഭാവന ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ജീവകാരുണ്യ രംഗത്ത് എന്നും നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമായ ലത്തീഫ് ഷാ ഉദ്ഘാടനം ചെയ്ത ഈ കലോത്സവ പരിപാടി എന്നുകൊണ്ടും നമുക്കിന്ന് വലിയൊരു സന്തോഷം നിറയുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ ജീവകാരുണ്യ എല്ലാ മേഖലയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന സദാശിവ ഷെട്ടി സാർ ഈ വേദിയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഇന്ന് 3 ദിവസത്തെ പരിപാടി ഉള്ളതുകൊണ്ടും ഒത്തിരി സ്റ്റേജ് പരിപാടി ഉള്ളതുകൊണ്ടും അധികം നീട്ടുന്നില്ല. ഈ 3 ദിവസത്തെ പരിപാടിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ആദരണീയനായ സദാശിവ ഷെട്ടി കുളൂർ കന്യാന, ചെയർമാൻ ഹെർമബ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, മുംബൈ. സർ, വെൽക്കം. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. വിച്ച് ലാംഗ്വേജ്? ഇംഗ്ലീഷ് ഓക്കെ? കന്നഡ? മലയാളം അറിയില്ല. സ്പീച്ച് അറിയാ, ಮತ್ತೆ ಐ ಕೆನಾಟ್ ಸ್ಪೀಕ್. ಸೊ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೇನೆ, ಆಗ್ಬೋದಲ್ಲ? ಹೆಚ್ಚಿನವರಿಗೆ ಕನ್ನಡ ಬರುತ್ತೆ. ಎಲ್ರಿಗೂ ನನ್ನ ನಮಸ್ಕಾರ. ಮೊದಲಾಗಿ ನೀವು ನನ್ನನ್ನು ಇಲ್ಲಿ ಬರಮಾಡಿದ್ದಕ್ಕೆ ಎಲ್ಲ ಇಲ್ಲಿನ ಲೀಡರ್ಸಿಗೆ ನನ್ನ ಧನ್ಯವಾದಗಳು. ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್. ಆಲ್ ದ respected dignitaries on the dais. I don't know, I cannot recollect names. ನಾರಾಯಣ ಹೆಗಡೆ ಮತ್ತು ಎಲ್ಲ ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳೇ, ಪ್ರತ್ಯೇಕವಾಗಿ ಹೆಸರು ಹೇಳಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. ಎಲ್ರಿಗೂ ನನ್ನ ನಮಸ್ಕಾರ ಹೇಳ್ತೇನೆ. ಮತ್ತು ಸೇರಿದ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ಮತ್ತು ವಿದ್ಯಾರ್ಥಿಗಳ ಪೇರೆಂಟ್ಸ್, ಹೆತ್ತವರು, ತಂದೆ ತಾಯಿಯವರು, ಮತ್ತು ಎಲ್ಲ ಶಾಲೆಗಳ ಟೀಚರ್ಸ್, ಗುರುಗಳು, ಮತ್ತು ಎಜುಕೇಷನ್ ಇನ್ಸ್ಟಿಟ್ಯೂಷನ್ನ ಅಧಿಕಾರಿ ವೃಂದದವರು ಇರ್ಬೋದು. ಎಲ್ಲರನ್ನು ಗುರುತಿಸ್ತಾ ಇವತ್ತಿನ ವಿಶೇಷವಾದ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲರೂ ನೀವು ಬಂದು ಸೇರಿದ್ದೀರಿ. ಇದು ಶಾಲೆಯೊಂದು ಎಲ್ಲ ನಮ್ಮ ಕಾಸರಗೋಡಿನ ಎಲ್ಲ ಸೇರಿಸಿ ಒಂದು ಕಾರ್ಯಕ್ರಮ ಅಲ್ಲ. ಇಟ್ಸ್ ಆಲ್ ರಿಲೇಟೆಡ್ ಟು ಸಬ್ ಜಿಲ್ಲಾ ಮಂಜೇಶ್ವರ ವಲಯದ ಎಲ್ಲ ಶಾಲೆಗಳ ಒಂದು ಕಲೋತ್ಸವ. ಇದರಲ್ಲಿ ಕ್ರೀಡೆಯೂ ಇರ್ಬೋದು, ಕಲೆಯೂ ಇರ್ಬೋದು ಅಲ್ಲ. ಕಲ್ಚರಲ್ ಆ್ಯಕ್ಟಿವಿಟೀಸ್ ಆ್ಯಂಡ್ ಸ್ಪೋರ್ಟ್ಸ್ ಆಲ್ಸೋನಾ? ಓನ್ಲಿ ಕಲ್ಚರಲ್ ಆ್ಯಕ್ಟಿವಿಟೀಸ್. ಎಸ್. ಐ ರಿಮೆಂಬರ್ ಲಾಸ್ಟ್ ಇಯರ್, ಕಳೆದ ವರ್ಷ ನಾನು ಮಿಯಪ್ಪದವಲ್ಲೇ ಆಗಿತ್ತು ನನ್ನ ಅಂದಾಜು. ಅದಕ್ಕೂ ನಾನು ಹೋಗಿದ್ದೆ ಮಿಯಪ್ಪದವದಿಗೆ. ಕಲೋತ್ಸವ ಆಗಿದೆ, ಎಲ್ಲ ಶಾಲೆಗಳ ಮಕ್ಕಳು ಸೇರಿ ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮ ಮಿಯಪ್ಪದವಲ್ಲಾಗಿದೆ. ಅದು ನಮಗೆ ಹತ್ತಿರ, ಇದು ದೂರ ಅಲ್ಲ, ನಮಗೆ ಹತ್ತಿರನೇ. ಮಂಗಲ್ಪಾಡಿ ಮತ್ತು ಮಿಂಜ ಪಂಚಾಯತ್ ನನಗೆ ದೂರ ಅಲ್ಲ, ಎಲ್ಲ ನನ್ನ ಸಮೀಪ ಇರುವಂಥ ಕ್ಷೇತ್ರಗಳು. ಇಲ್ಲಿಯ ದೇವಸ್ಥಾನಕ್ಕೆ ನಾನು ಬರ್ತಾ ಇರ್ತೇನೆ ಮತ್ತು ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ನಾವು ಇದ್ದೇನೆ. ಸೊ ಇವತ್ತೆಲ್ಲ ನೀವು ಸೇರಿದಿರಿ. ಮಕ್ಕಳ ವಿಶೇಷವಾದಂಥ ಈ ಕಲೋತ್ಸವ ಕಾರ್ಯಕ್ರಮ ಮಕ್ಕಳಿಗೆ ವಿದ್ಯಾಭ್ಯಾಸದ ಒಟ್ಟಿಗೆ ಇಂತಹ ಒಂದು ಕಲೆ, ಸ್ಪೋರ್ಟ್ಸು, ಇದು ವಿದ್ಯಾರ್ಥಿಗಳ ಒಂದು ಜೀವನ ಪರಿಪೂರ್ಣವಾಗುವಂತಹ ಒಂದು ವ್ಯಕ್ತಿತ್ವವನ್ನು ಮೂಡಿಸುವಂಥ ಒಂದು ಕಾರ್ಯ ಇದು. ಮಕ್ಕಳಿಗೆ ನಮ್ಮ ಕಲೆ ಮತ್ತು ನಮ್ಮ ಈ ಸ್ಪೋರ್ಟ್ಸ್ ಇದರದ್ದು ಅವರ ಶಿಕ್ಷಣದೊಂದಿಗೆ ಇದು ಸೇರಿಸುವಂತಹ ಅಗತ್ಯ ಭಾಳ ಇದೆ. ಯಾಕಂದರೆ ಒಂದು ವ್ಯಕ್ತಿತ್ವ ಕೇವಲ ಪುಸ್ತಕದ ಬದನೆ ಆಗಬಾರ್ದು. ನಾವು ಕಲಿಯುವಾಗ ನಾವು ಅಷ್ಟೇನು ಸ್ಪೋರ್ಟ್ಸಲ್ಲಿ ಇದರಲ್ಲಿ ಇರಲಿಲ್ಲ.
ಐ ವಾಸ್ ಮೋರ್ ಫೋಕಸ್ಡ್ ಆನ್ ಎಜುಕೇಷನ್ ಆ್ಯಂಡ್ ಸ್ಟಡೀಸ್. ಆದರೆ ಹೆಚ್ಚಿನ ಮಕ್ಕಳು ಒಂದೊಂದು ಪ್ರತಿಭೆ ಇರ್ತದೆ ಮಕ್ಕಳಲ್ಲಿ, ಎಲ್ಲ ಮಕ್ಕಳಲ್ಲಿ ಒಂದೊಂದು ಪ್ರತಿಭೆ ಇರ್ತದೆ. ಅದಕ್ಕೆ ನಾವು ಪ್ರೋತ್ಸಾಹ ಕೊಡಬೇಕು, ಶಾಲೆಯ ವತಿಯಿಂದ ಅದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಕೊಡಬೇಕು. ಇಂಡಿವಿಜುವಲ್ ಶಾಲೆಯ ಮುಖಾಂತರ ಅದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಕೊಡ್ತಾ ಇರ್ತೇವೆ. ಆದರೆ ಒಂದು ಕಲೆಕ್ಟಿವ್ ಆಗಿ ಇಡೀ ಒಂದು ತಾಲೂಕು ವಲಯದಿಂದ ಎಲ್ಲರನ್ನು ಸೇರಿಸಿ ಸ್ಪರ್ಧಾತ್ಮಕವಾಗಿ ಅದನ್ನು ಮಾಡಿ ಕಲೆಗೆ ಇನ್ನಷ್ಟು ಪ್ರೋತ್ಸಾಹ ಕೊಡುವಂಥ ಈ ಮಹತ್ ಕಾರ್ಯದಲ್ಲಿ ನಾವೆಲ್ಲ ತೊಡಗಿಸಿದ್ದೇವೆ. ಅದು ಐ ಥಿಂಕ್ ಇಟ್ ಈಸ್ ಪ್ರಮೋಟೆಡ್ ಬೈ ದ ಗೌರ್ಮೆಂಟ್ ಅಲ್ಲ, ದಿಸ್ ಪ್ರಮೋಟೆಡ್ ಬೈ ದ ಗೌರ್ಮೆಂಟ್, ಸಪೋರ್ಟೆಡ್ ಬೈ ದ ಗೌರ್ಮೆಂಟ್, supported by the government. So we thank the government also for supporting a multifaceted development of the students. So that's very much necessary in today's time. ಸೊ ಮಕ್ಕಳಲ್ಲಿ ಬೇರೆ ಬೇರೆ ರೀತಿಯ ಪ್ರತಿಭೆಗಳು ಇರ್ತದೆ. ಅದಕ್ಕೆ ನಾವು ಪ್ರೋತ್ಸಾಹ ಕೊಟ್ಟು ಸ್ಪರ್ಧಾತ್ಮಕವಾಗಿ ಪ್ರೋತ್ಸಾಹ ಕೊಟ್ಟರೆ ಅವರ ಮೇಲೆ ಇನ್ನು ಮುಂದಕ್ಕೆ ಜಿಲ್ಲೆ ಮಟ್ಟದಲ್ಲಿ, ರಾಜ್ಯ ಮಟ್ಟದಲ್ಲಿ ಮತ್ತು ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿ ಅದರಲ್ಲಿ ಮೇಲೆ ಬಂದು ಹೆಸರು ವಾಸಿಯಾಗುವಂತಹ ಒಂದು ಪ್ರೋತ್ಸಾಹ ಕೊಡುವಂಥ ಇದೊಂದು ಕಾರ್ಯಕ್ರಮ, ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮ ಇದು. ಸೊ ವಿ ಥ್ಯಾಂಕ್ ದ ಗೌರ್ಮೆಂಟ್ ಆಲ್ಸೋ ಆ್ಯಂಡ್ ಆಲ್ ದ ಸ್ಕೂಲ್ಸ್. ಇದರಲ್ಲಿ ಭಾಗವಹಿಸುವ ಎಲ್ಲ ಶಾಲೆಗಳ ಆಡಳಿತ ಮಂಡಳಿಗೆ ಮತ್ತು ಅದರ ಹೆಡ್ ಮಾಸ್ಟರ್ಸ್, ಟೀಚರ್ಸ್, ಗುರುಗಳಿಗೆ ಧನ್ಯವಾದ ಹೇಳಬೇಕು. ಒಳ್ಳೆ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀರಾ. ಸೊ ಐ ಥಿಂಕ್ ಇದು ದಿಸ್ ಈಸ್ ಗೋಯಿಂಗ್ ಟು ಬಿ 3 days ಅಫೇರ್, 3 ದಿವಸ 4 days, 4 ದಿನದ ಈ ಕಾರ್ಯಕ್ರಮ. ಇದರಲ್ಲಿ ಮಕ್ಕಳಿಗೆ ಎಲ್ಲ ತಮ್ಮ ಪ್ರತಿಭೆಯನ್ನು ತೋರಿಸುವಂಥ ಒಂದು ಸುಸಂದರ್ಭ ಇದು. ಸೊ ಐ ಎನ್ಕರೇಜ್, I congratulate the students also for taking part in this and show your talent ತೋರಿಸಿ ನಿಮ್ಮ. ಇದು ಜೀವನದ ಒಂದು ಕಂಪ್ಲೀಟ್ ಒಂದು ಯಶಸ್ವಿಗೆ ಕಾರಣವಾದಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ. ಯಾಕಂದರೆ ಕೇವಲ ನಾನು ಹೇಳಿದಾಗೆ ಕೇವಲ ಪುಸ್ತಕದ ಬದನೆ ಆಗಿರಬಾರ್ದು. ಇನ್ನು ಮುಂದಿನ ಮಕ್ಕಳು ಅವರು ಬೇರೆ ಬೇರೆ ರೀತಿಯ ಪ್ರತಿಭೆ ತೋರಿಸಿ ಮೇಲೆ ಬರ್ಬೋದು. ಸ್ಟಡೀಸಲ್ಲಿ ಆಫ್ಕೋರ್ಸ್ ಸ್ಟಡೀಸ್ ನಂಬರ್ 1. ಸೊ ಯು ಹ್ಯಾವ್ ಟು ಬಿ ಫೋಕಸ್ಡ್ ಆನ್ ದ ಸ್ಟಡೀಸ್. ಎಷ್ಟು ನಾವು ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಮುಂದೆ ಹೋದೆವೋ ಅಷ್ಟು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಪ್ರಗತಿ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಮುಂದಿನ ಜನಾಂಗ ಈಗಲೂ ಪ್ರತಿ ಮನೆಯಿಂದ ಪ್ರತಿ ಮಕ್ಕಳು ಶಾಲೆಗೆ ಹೋಗಿ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಸಾಕಷ್ಟು ನಮ್ಮ ನಾಲೆಜ್ ಅನ್ನು ಅಳವಡಿಸಿಕೊಂಡು ಮುಂದೆ ಹೋಗಬೇಕು. ಸೊ ಲೈಫ್ ಸಕ್ಸಸ್ ಡಿಪೆಂಡ್ಸ್ ಆನ್ ಯುವರ್ ಎಜುಕೇಷನ್, ಡಿಪೆಂಡ್ಸ್ ಆನ್ ಯುವರ್ ಟ್ಯಾಲೆಂಟ್ಸ್. ಸೊ ಶಾರೀರಿಕ ಶಕ್ತಿಯ ಒಟ್ಟಿಗೆ ಮಾನಸಿಕವಾದಂಥ ನಮ್ಮ ಕಲೆಯ ಪ್ರತಿಭೆಯು ಮೇಲೆ ಬರಬೇಕು. ಇದರಲ್ಲಿ ಎಲ್ಲ ನಮ್ಮ ಲೋಕಲ್ ಕಲೆಗಳಿರ್ಬೋದು, ರಾಷ್ಟ್ರೀಯ ಮಟ್ಟದ ಕಲೆಗಳಿರ್ಬೋದು. ಸೊ ಮುಖ್ಯವಾಗಿ ಹೇಳುವುದಿದ್ದರೆ ನಮ್ಮ ಈ ಪ್ರದೇಶದ ವಿಶೇಷವಾದ ಕಲೆ ಇದೆ. ಎಲ್ಲ ಧಾರ್ಮಿಕವಾದಂಥ ಕಲೆಗಳಿರ್ಬೋದು, ನಮ್ಮ ಪುರಾತನವಾದಂಥ ಕಲೆಗಳಿರ್ಬೋದು. ಅದನ್ನೆಲ್ಲವನ್ನು ಪ್ರೋತ್ಸಾಹ ಕೊಡುವಂಥ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಾನು ಶುಭ ಕೋರ್ತೇನೆ. ಹೆಚ್ಚಾಗಿ ನಾನು ಮಾತಾಡಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. ನಾನು ಬರುವುದೇ ಸ್ವಲ್ಪ ಡೌಟ್ ಇತ್ತು. ಆದರೂ ನನ್ನ ಮನೆಗೆ ಎಲ್ಲ ಇಲ್ಲಿ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟು ಮೇಡಮ್ ಬಂದಿದ್ದಾರೆ. ಎಲ್ಲ ನೀವು ಆಲ್ ಆಫ್ ಯು ಕಮ್ ಟು ಇನ್ವೈಟ್ ಮೀ. ನಿಮ್ಮ ಪ್ರೀತಿ ನೋಡಿ ನಾನು ಇಲ್ಲಿ ಬಂದದ್ದು, ಯುವರ್ ಲವ್ ಫಾರ್ ಮೀ. ಸೊ ನನಗೆ ಕೊಟ್ಟ ಗೌರವ, ನನಗೆ ಕೊಟ್ಟ ಪ್ರೀತಿ, ಇದಕ್ಕಾಗಿ ನಾನು ಬಂದಿದ್ದೇನೆ. ನನ್ನಿಂದಾಗುವಂಥ ಪ್ರೋತ್ಸಾಹ ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ಮಾಡಿದ್ದೇನೆ. ಆದರೂ ಅದಕ್ಕಿಂತ ಜಾಸ್ತಿಯಾಗಿ ನನ್ನ ಶುಭಾಶಯ, ಹಣ ಮುಖ್ಯ ಅಲ್ಲ, ಶುಭಾಶಯ ಮುಖ್ಯ. ಸೊ ಮೈ ಎನ್ಕರೇಜ್ಮೆಂಟ್ ಫ್ಯೂಚರಲ್ಲಿ ಈ ಬಗ್ಗೆ, ಶಾಲೆಯ ಬಗ್ಗೆ, ವಿದ್ಯಾಭ್ಯಾಸದ ಬಗ್ಗೆ ಆಗಿರಲಿ, ವಿದ್ಯಾರ್ಥಿಗಳ ಕಲೆ ಬಗ್ಗೆ ಆಗಿರಲಿ, ಸ್ಪೋರ್ಟ್ಸ್ ಬಗ್ಗೆ ಆಗಿರಲಿ, ಕೆಲವು ಕಡೆ ಒಳ್ಳೆಯ ಪ್ರತಿಭೆ ಇದ್ದ ಸ್ಪೋರ್ಟ್ಸಿಗೆ ಎನ್ಕರೇಜ್ ನಾನು ಮಾಡ್ತೇನೆ. ಬಡ ವಿದ್ಯಾರ್ಥಿಗಳಿರ್ತಾರೆ, ಅವರಲ್ಲಿ ಪ್ರೋತ್ಸಾಹ ಇದೆ. ಹಳ್ಳಿಯಿಂದ ಒಳ್ಳೊಳ್ಳೆ ಪ್ರತಿಭೆ ಬರ್ತದೆ. ಅದಕ್ಕೆ ಕಷ್ಟದಲ್ಲಿರುವವರಿಗೆ ಪ್ರೋತ್ಸಾಹ ಮಾಡುವಂಥ ಕೆಲಸದಲ್ಲೂ ನಾನು ಇದ್ದೇನೆ. ನನ್ನಿಂದ ಆಗುವಂಥ ಪ್ರೋತ್ಸಾಹ ನಾನು ಕೊಡ್ತಾಯಿದ್ದೇನೆ ಮಕ್ಕಳಿಗೆ, ವೆದರ್ ಫಾರ್ ಎಜುಕೇಷನ್ ಆರ್ ಫಾರ್ ದೇರ್ ಟ್ಯಾಲೆಂಟ್, ಫಾರ್ ಸ್ಪೋರ್ಟ್ಸ್. ಇದಕ್ಕೆ ಎನ್ಕರೇಜ್ ಮಾಡುವಂಥ ಇದಿದೆ. ಯಾಕಂದರೆ ನಾನು ಅದೇ ಹಾದಿಯಲ್ಲಿ ಮೇಲೆ ಹೋದವ, ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡಿ ಶಾಲೆಯಲ್ಲಿ ಇದು ಮಾಡಿ. ನನ್ನ ಟೈಮಲ್ಲಿ ಇಷ್ಟೆಲ್ಲ ಇರಲಿಲ್ಲ. ಆದರೆ ಈಗ ಅದನ್ನು ಒಂದು ಆರ್ಗನೈಸ್ಡ್ ವೇ ಗೌರ್ಮೆಂಟು ಪ್ರೋತ್ಸಾಹ ಮಾಡ್ತಾಯಿದ್ದಾರೆ. ಅದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ನನ್ನಿಂದಾಗುವಂಥ ಸಣ್ಣ ಪುಟ್ಟ ಎನ್ಕರೇಜ್ಮೆಂಟ್, ಸಪೋರ್ಟ್ ನಾನು ಮಾಡಲಿಕ್ಕೆ ತಯಾರಿದ್ದೇನೆ.
ಸೊ ನಿಮಗೆಲ್ರಿಗೂ ಈ 4 ದಿನದ ಪ್ರೋಗ್ರಾಮಿಗೆ ಎಲ್ರಿಗೂ ಶುಭಾಶಯವನ್ನು ಕೋರ್ತಾ ನಿಮಗೆ ಆಲ್ ದ ಬೆಸ್ಟ್ ಫಾರ್ ದ ಸ್ಟೂಡೆಂಟ್ಸ್, ಆಲ್ ದ ಬೆಸ್ಟ್ ಫಾರ್ ದ ಸ್ಕೂಲ್ ಆರ್ಗನೈಸರ್ಸ್. ಕ್ಯಾರಿ ಆನ್ ವೆಲ್. ಐ ಥಿಂಕ್ ಇಟ್ಸ್ ಆಲ್ ವೆಲ್ ಆರ್ಗನೈಸ್ಡ್. ಸೊ ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ ಫಾರ್ ಇನ್ವೈಟಿಂಗ್ ಮೀ ಆ್ಯಂಡ್ ಟೇಕಿಂಗ್ ಪಾರ್ಟ್ ಇನ್ ದಿಸ್ ಪ್ರೋಗ್ರಾಮ್. ಆ್ಯಂಡ್ ವಿ ಆರ್ ಜಸ್ಟ್ ಸ್ಟಾರ್ಟಿಂಗ್ ಟುಡೇ. ಇನ್ನು 4 ದಿವಸ ಇದೆ ಇವತ್ತಿಂದ. ಸೊ ಆಲ್ ದ ಬೆಸ್ಟ್. ಗುಡ್ ಲಕ್ ಟು ಯು ಆಲ್. Thank you sir for your valuable words with us. കർണാടക സർക്കാരിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമായ രാജ്യോത്സവ പുരസ്കാരം നേടിയ സദാശിവ ഷെട്ടി അവരുകളെ പൊന്നാടയണിച്ച് ആദരിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റുബീന മേഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കൂടെ വിശിഷ്ട വ്യക്തികളായ ഗോൾഡൻ അബ്ദുറഹ്മാൻ മെമ്പർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കാസർഗോഡ്, DD മധുസൂദനൻ TV കാസർഗോഡ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി ആശംസകളുമായി ശ്രീ മധുസൂദനൻ TV DD കാസർഗോഡ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. അറുപത്തിമൂന്നാമത് മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവം ഉദ്ഘാടന ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോൾഡൻ അബ്ദുറഹ്മാൻ, അതുപോലെ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന മേഡം, അതുപോലെ തന്നെ സദാശിവ സാർ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മറ്റ് ജനപ്രതിനിധികളെ, അതുപോലെ തന്നെ സ്വാഗത പ്രഭാഷണം നടത്തിയ ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ, മഞ്ചേശ്വരം AO ശ്രീ രാജഗോപാലൻ സാർ, അതുപോലെ തന്നെ HM ഫോറം സെക്രട്ടറി ഭട്ട് സാർ, വേദിയിലിരിക്കുന്ന അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെ, ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ. പൊതുവിദ്യാലയങ്ങൾ കലാ കായിക പഠന രംഗത്ത് മികവിൻ്റെ കേന്ദ്രങ്ങളാണ്. കുട്ടികളുടെ കലാപരമായ കഴിവ് മികവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് സ്കൂൾ തലങ്ങളിലും ഉപജില്ലാ തലങ്ങളിലും നടക്കുന്ന ഇത്തരം കലോത്സവങ്ങൾ. മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന പേരിൽ വിജയാശംസകൾ നേരുന്നു. ഇവിടെ നിന്നും വിജയിക്കുന്ന കുട്ടികൾക്ക് നവംബർ 26 മുതൽ 30 വരെ ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലും, അതുപോലെ തന്നെ ജനുവരി 4 മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്ത് വിജയിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പല വിദ്യാലയങ്ങളും ഇത്തരത്തിലുള്ള ഉപജില്ലാ കലോത്സവങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ പല പ്രയാസങ്ങളും വിമുഖതയും കാട്ടുന്ന സമയത്ത് ഈ പൊതുവിദ്യാലയം
മംഗൽപാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത വിദ്യാലയങ്ങളും ഇത് ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നതിൽ ഇവിടുത്തെ സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും മെമ്പർമാരടക്കമുള്ള ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന നിലയിൽ ഞാൻ കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം നീണ്ടുപോയാൽ കഴിഞ്ഞ ആഴ്ച ഒരു ഉപജില്ലയിൽ നിന്നും കുട്ടികൾ ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്ത് അന്വേഷണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എവിടെ എന്ത് പ്രയാസമുണ്ടായാലും ആദ്യ വിളി വരുന്നത് DD എന്ന നിലയിൽ എനിക്കാണ്. അപ്പോൾ ഇവിടെ ഈ മഞ്ചേശ്വരം ഉപജില്ലയിൽ നടന്ന കായികമേള, ശാസ്ത്രമേള മത്സരങ്ങളിൽ, ഉപജില്ലാ മത്സരങ്ങളിൽ എനിക്ക് പങ്കെടുക്കുവാൻ പറ്റിയിരുന്നില്ല. എന്നാലും ഈ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന്, കാരണം ഇവിടുത്തെ AEO എൻ്റെ സുഹൃത്താണ്, ഒന്നിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ HM ഫോറം സെക്രട്ടറി ശ്യാംഭട്ട് അടക്കമുള്ളവരുടെ നിരന്തരമായ സാറ് പങ്കെടുത്തേ പറ്റൂ എന്നുള്ള വിളി കാരണം ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ, ഇവിടുത്തെ കുട്ടികളെ, ഇവിടുത്തെ രക്ഷിതാക്കളെ കാണുവാൻ വേണ്ടി ഓടിയെത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ എല്ലാം ഞാൻ ഏകദേശം എല്ലാം വിലയിരുത്തി. ഒന്നാമത് നേരത്തെ പറഞ്ഞ സ്വാഗത ഗാനം ഈ വിദ്യാലയത്തിൽ നൗഷാദ് മാഷ് രചിച്ച് ഇവിടുത്തെ അധ്യാപകർ ഏറ്റെടുത്ത് ചൊല്ലിയ ആ സ്വാഗത ഗാനം വളരെ വളരെ അർത്ഥവത്താണ്. DD എന്ന നിലയിൽ ഞാൻ ആ സ്വാഗത ഗാനത്തിൽ 100-ൽ 100 മാർക്ക് നൽകുകയാണ്. എല്ലാം ഉണ്ടതിൽ, എല്ലാം വളരെ വളരെ അർത്ഥവത്തായ വരികൾ എൻ്റെ ഇവിടുത്തെ സഹപ്രവർത്തകർ ചൊല്ലിയ ആ സ്വാഗത ഗാനം വളരെ എൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നേരത്തെ ഗോൾഡൻ അബ്ദുറഹ്മാൻ സാർ പറഞ്ഞതുപോലെ കായികമേളയിൽ ചെറിയ കശപശ ഉണ്ടായിരുന്നു. കുട്ടികൾ വികൃതി കാണിക്കും. പക്ഷേ പല സ്ഥലത്തും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന നിലയിൽ അവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും വീഡിയോ എനിക്ക് കാണേണ്ടതായി വന്നിട്ടുണ്ട്. പല സ്ഥലത്തും മറുപടി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ക്ഷമയാണ് മക്കളെ ഏറ്റവും വലുത്. വിട്ടുവീഴ്ച ചെയ്യുക. എന്നിട്ട് വളരെ സമാധാനത്തോടെ, അച്ചടക്കത്തോടെ ഇത്തരം മത്സരങ്ങൾ പങ്കെടുത്ത് അതിൻ്റെ വിജയത്തിൽ നിങ്ങളും പങ്കാളികളാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഹലോ 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 അടുത്തായി നമ്മുടെ 2 വാക്ക് സംസാരിക്കാൻ ശ്രീ രാജഗോപാല കെ, AEO മഞ്ചേശ്വര, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച ശ്രീ AK അഷ്റഫ് സാർ അവരെ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ ലത്തീഫ് ഉപ്പളഗേറ്റ് സാറ് നമ്മൾക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ വാക്കുകളടക്കം നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള റുബീന നൗഫൽ മാഡം അവരെ, അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ സഹപാഠിയും നാട്ടുകാരനുമായിരുന്ന നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ മധുസൂദനൻ സാർ അവർ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ നമ്മുടെ ഈ കലോത്സവമായി സഹകരിച്ച് പോകുന്ന AJ സ്കൂളും ബോയ്സ് സ്കൂളും അതിലെ മാനേജേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട
ഹെഡ് മാസ്റ്റർസ്, അതുപോലെ തന്നെ നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു AEO സ്ഥാനത്തേക്ക് വരുന്നത് ഒരു തലവേദന എന്ന് പറഞ്ഞാൽ അവിടുത്തെ 4 മേളകൾ നടത്തുന്നതാണ്. ಯಾವುದೇ ಉಪಜಿಲ್ಲೆಯಲ್ಲಿ 4 ಮೇಳಗಳುಂಟು. ಒಂದು ವಿದ್ಯಾರಂಗ ಸರ್ಗೋತ್ಸವ, ಅದು 1 ದಿನದ ಪ್ರೋಗ್ರಾಮ್. ಅದೇ ರೀತಿ ಸ್ಪೋರ್ಟ್ಸ್, ಅದಕ್ಕಿಂತ ಹೆಚ್ಚು ದೊಡ್ಡದು ನಮ್ಮ ಶಾಸ್ತ್ರೋತ್ಸವ, ಅದಕ್ಕಿಂತಲೂ ಪ್ರಧಾನವಾದದ್ದು ನಮ್ಮ ಈ ಕಲೋತ್ಸವ. ಯಾಕೆ ನಮಗೆ ಸ್ಪೋರ್ಟ್ಸಿಗೆ ಫಸ್ಟಿಗೆ ನಮ್ಮ ಉಮೇಶ್ ಮಾಸ್ಟರ್ ಕುರ್ಚಿಪಾಳದಲ್ಲಿ ಒಪ್ಪಿಕೊಂಡ್ರು. ಅದೇ ರೀತಿ ನಮ್ಮ ಶಾಸ್ತ್ರೋತ್ಸವಕ್ಕೆ ಕಳಿಯೂರು ಶಾಲೆಯ ಅಲ್ಲಿಯ HM ಮತ್ತು ಸ್ಟಾಫ್ PT ಅವರು ಒಪ್ಪಿಕೊಂಡ್ರು. ಮತ್ತು ನಮಗೆ ವಿದ್ಯಾರಂಗ ಸರ್ಗೋತ್ಸವದ ನಾವು 1 ದಿನದ ಪ್ರೋಗ್ರಾಮ್ ಆದ ಕಾರಣ ಮಂಜೇಶ್ವರ ಶಾಲೆಯಲ್ಲಿ ಮಾಡಿದ್ದೇವೆ. ಆದರೆ ನಮಗೆ ತುಂಬ ಕಷ್ಟ ಆದದ್ದು ನಮ್ಮ ಈ 4 ದಿನದ ತುಂಬ ಒಂದು ದೊಡ್ಡ ಒಂದು ವಿಷಯ. ಅದು 25 ಲಕ್ಷದವರೆಗೆ ಖರ್ಚು ಬರುವಂತಹ ಈ ಕಲೋತ್ಸವ, ಇದನ್ನು ತೆಕ್ಕೊಳ್ಬೇಕು ಅಂತೇಳಿ ನಮ್ಮ QAP ಸದಸ್ಯರಾದ ಶ್ಯಾಮ್ ಮಾಷು, ಅರವಿಂದ ಮಾಷು, ಅದೇ ರೀತಿ ಇಸ್ಮಾಯಿಲ್ ಮಾಷು ಅಂತ ಒಂದು ತಂಡ ನಮ್ಮದು ಇಲ್ಲಿಗೆ ಬಂದು ಕೇಳಿದಾಗ ಇಲ್ಲಿಯ ಪ್ರಿನ್ಸಿಪಲ್ ಶ್ರೀಕುಮಾರ್ ಸರ್, ಅದೇ ರೀತಿ ನಮ್ಮ ಇವರು ನೌಶಾದ್ ಮಾಷ್ HM ಇನ್ಚಾರ್ಜ್ ಆಗಿದ್ದರು, ನೋಡುವ ಅಂತ ಹೇಳಿದರು. ಮತ್ತು ಅವರೊಂದು ಸಭೆ ಸೇರಿಸಿದರು. ಅವರ PTA ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಮೆಂಬರ್ಸ್, ಅದೇ ರೀತಿ ಶಾಲೆಯ ಸಿಬ್ಬಂದಿಗಳನ್ನೆಲ್ಲ ಸೇರಿಸಿ, ಅಧ್ಯಾಪಕರನ್ನು ಸೇರಿಸಿ ಒಂದು ಸಭೆ ಸೇರಿಸಿದ್ರು. PTA SMC ಚೇರ್ಮ್ಯಾನ್ ಎಲ್ಲ ಇದ್ದರು ಅದರಲ್ಲಿ. ಆಗ ನಮಗೆ ಅಲ್ಲಿ ನಮ್ಮ PTA ಪ್ರೆಸಿಡೆಂಟ್ ಆದ ಉಪ್ಪಳ ಮೊಹಮ್ಮದ್ ಗೇಟ್ ಸರ್ ಅವರು ಒಂದು ಭರವಸೆ ಕೊಟ್ಟರು, ನಾವು ಹೇಗಿದ್ರು ನೋಡುವ, ನಮಗೊಂದು ಕೈ ನೋಡುವ. ತುಂಬ 17 ವರ್ಷಗಳಷ್ಟು ಕಾಲ ಆಯಿತು ಇಲ್ಲಿ ಒಂದು ಕಲೋತ್ಸವ ನಡೆಯದೆ. 2007ರಲ್ಲಿ ನಡೆದದ್ದು, ಅದರ ನಂತರ ನಿನ್ನೆ ಪ್ರಾರಂಭವಾದದ್ದು ಇಲ್ಲಿ. ಆಗ ಅಲ್ಲಿಗೆ ಬಹಳ ಅರ್ಜೆಂಟಾಗಿ ಅಂತ ತುರ್ತು ಸಭೆಗಳನ್ನು ಕೂಡ ಮಾಡಿ ಅಲ್ಲಿಗೆ ನಮ್ಮ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ സാർ ಬಂದಿದ್ದರು. അവർ ಹೇಳಿದರು, ഉപ്പള സ്കൂളിൽ ഒരു പരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മംഗൽപാടിയിൽ അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നത് ഉറപ്പ്, യാതൊരു സംശയവുമില്ല എന്ന് അസന്ദിഗ്ധമായി സാർ പ്രഖ്യാപിച്ചു. ആ വേദിയിൽ നമ്മുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു, ചെറിയ മീറ്റിംഗ് ആയിരുന്നു. എടുക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റും എന്ന് സാറിൻ്റെ ആ ഒരു വാക്കാണ് നമ്മൾക്ക് ഇൻസ്പിറേഷനായത്, മോട്ടിവേഷനായത്. അതിൽ നമ്മൾ തീരുമാനമെടുത്തു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് നമ്മൾ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അത്തരത്തിൽ നമുക്കിവിടെ പരിമിതികളുണ്ട് മംഗൽപാടി സ്കൂളിൽ. അതൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഐല ബോവി സ്കൂൾ, അതുപോലെ തന്നെ AJI സ്കൂൾ, അതേപോലെ തന്നെ ദുർഗാ പരമേശ്വരി ഐല ടെമ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ ലയൻസ് ക്ലബ്ബ്, ഇതൊക്കെ നമ്മൾ അവരെ സഹകരണത്തോടു കൂടി 7 പ്രധാന വേദികളും മറ്റ് 10-40ഓളം ഉപവേദികളുമായി ഈ 4 ദിവസം നടക്കുന്ന പരിപാടി ഇന്നലെ നമ്മൾ ആരംഭിച്ചു. ഇതിനൊക്കെ എല്ലാം സഹായിച്ച നമ്മളെ PTA അംഗങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ 3 പഞ്ചായത്തുകളിലെ എല്ലാ മെമ്പർമാരും നമ്മളെ പുറകിൽ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ സഹകരണത്തോടെ, അതുപോലെ തന്നെ ഇതിന് സാമ്പത്തികമായി സഹായിച്ച നമ്മളിപ്പം പറഞ്ഞ പോലെ സദാശിവ ഷെട്ടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നാരായണ ഹെഗ്ഡെ നമുക്ക് ഹോൾ തന്ന് സഹായിച്ചു, അതുപോലെ തന്നെ കൊണ്ടേർ സ്വാമിജി ഉണ്ട്. അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സഹായത്തോടെ നമ്മൾ വളരെ ഭംഗിയായി എത്ര ആൾ വന്നാലും അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള ഒരു തീരുമാനം, അതും 4 ദിവസം പായസം നൽകിക്കൊണ്ട് ഉച്ചഭക്ഷണം നൽകാനാണ് നമ്മുടെ ഫുഡ് കമ്മിറ്റി, വിജയകുമാർ റൈയാണ് അതിൻ്റെ ചാർജ്. അതുപോലെ തന്നെ ട്രോഫി കമ്മിറ്റി നമ്മുടെ ഓൾറെഡി അത് സജ്ജീകരിച്ച് കഴിഞ്ഞു, നിങ്ങളവിടെ പ്രവേശന ദ്വാരത്ത് കാണാൻ പറ്റും. വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് സാധിച്ചത് നമ്മുടെ എല്ലാവരെയും കൂട്ടായ്മയാണ്. ഇതിനെ സഹായിച്ച നമ്മുടെ HM ഫോറം, അത് ശ്യാം മാഷ് എന്ന അതിൻ്റെ ഫോറം കൺവീനർ, മാഷ് നേതൃത്വത്തിൽ മാഷ് നിരന്തരമായി എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ യോഗം കൂടേണ്ടതെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഇവിടെ പ്രിൻസിപ്പൽ സാറിനായിക്കോട്ടെ, നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഗോൾഡൻ റഹ്മാൻ സാറിനായിക്കോട്ടെ വിളിച്ചുകൊണ്ട് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയത് നമ്മളെ HM ഫോറം കൺവീനർ ശ്യാം മാഷാണ്. അപ്പോൾ മാഷ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ HMs LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കൾ സംഘടന എന്നോ ജാതി എന്നോ ഒന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിളിച്ച ഉടനെ അവരെ ഇങ്ങോട്ട് ഡെപ്യൂട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ ക്ലബ് അംഗങ്ങൾ, നാട്ടുകാർ, അതുപോലെ തന്നെ ഇവിടെ PTA SMC, ഇവിടുത്തെ പിന്നെ നമ്മുടെ NSS NCC വളണ്ടിയേഴ്സ് എല്ലാവരും സഹകരണത്തോടെ നമ്മൾ ഇത് നടത്താൻ നമുക്ക് സാധ്യമായി.
അത് എല്ലാവർക്കും ഒരു നന്ദി ഈ സമയത്ത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സാർ. 2 വാക്ക് സംസാരിക്കാനായി മജീദ് പച്ചമ്പള്ള, മെമ്പർ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ലത്തീവിച്ച അടക്കമുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഈ പഞ്ചായത്തിൻ്റെ 23 മെമ്പർമാരെ 22 മെമ്പർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മെമ്പർമാർ പറഞ്ഞത് മെമ്പർ മജീദ് തന്നെ സംസാരിക്കണം എന്നുള്ളതാണ്. എല്ലാവരും പ്രത്യേകമായി ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചിരിക്കുകയാണ്. ഈ പരിപാടി തീരുമാനിച്ചത് മുതൽ ആദ്യം ചേർന്ന ഒരു യോഗത്തിൽ പ്രിയപ്പെട്ട ശ്രീകുമാർ, ഇവിടുത്തെ പ്രിൻസിപ്പൾ, വളരെ ആശങ്കയോടുകൂടിയാണ് അദ്ദേഹം അന്നത്തെ ആ മീറ്റിങ്ങിനെ കൈകാര്യം ചെയ്തത്. അന്ന് AEO ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ആ മീറ്റിങ്ങിൽ പിന്നെ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിരന്തരം പ്രിൻസിപ്പൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ ഒന്നടങ്കം വന്നു. പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ, മറ്റുള്ളവരുടെയൊക്കെ ഫൈനാൻസ് കമ്മിറ്റിയുടെ PB അനീഫിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ അന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തത്, മാഷെ ഒരു പേടിയും പേടിക്കേണ്ട, ഇത് മംഗൽപാടിയാണ്, അത് 100% ഞങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. വളരെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം 17 വർഷത്തിന് ശേഷമാണ് ഈ സ്കൂളിലേക്ക് ഒരു കലോത്സവം വരുന്നത്. ഈ കലോത്സവം ഇവിടെ വരുമ്പോൾ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ കലോത്സവം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് തൊട്ടടുത്തുള്ള എയ്ഡഡ് സ്കൂളുകളായിരുന്നു. പക്ഷേ ഒരു സർക്കാർ സ്കൂളിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ പ്രയാസം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതാണ്. പ്രത്യേകമായി ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നിരന്തരം രാപ്പകലില്ലാത്ത ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, വിനീതനായ എന്നെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം അന്ന് പറഞ്ഞത് മെമ്പറെ ട്രോഫി കമ്മിറ്റി ഏറ്റെടുക്കണമെന്ന് എന്നോട് പറയുകയും വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് ഏറ്റെടുക്കുകയും നമ്മുടെ ഈ മഞ്ചേശ്വരം ബ്ലോക്ക് പരിധിയിൽ വരുന്ന എത്രയോ 100 കണക്കിന് ക്ലബ് അംഗങ്ങളിൽ നമ്മളവരെ ബന്ധപ്പെട്ടപ്പോൾ 50ഉം 20ഉം 25ഉം 100ഉം ട്രോഫി തന്ന് ഈ പരിപാടിക്ക് 4 ലക്ഷം രൂപയോളം വരുന്ന ട്രോഫികൾ ഈ മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ പങ്കെടുക്കുന്ന 2000-ഓളം കുട്ടികൾക്ക് ട്രോഫി നൽകുന്നു എന്നുള്ളത് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പറയാണ്. അതുമാത്രമല്ല, ഇന്ന് വരെ കൊടുക്കാത്ത ഒരു മനോഹരമായ, ഒരു വ്യത്യസ്തമായ ഒരു ട്രോഫി കൊടുക്കണമെന്ന് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച വന്നു. അപ്പോൾ പറഞ്ഞത്, മറ്റുള്ള മുൻകാലങ്ങളിൽ കിട്ടുന്നത് പോലെ ഒരു മരത്തിൻ്റെ ട്രോഫി കൊടുക്കലല്ല, മറിച്ച് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു സാധനം കുട്ടികളുടെ വീട്ടിലേക്ക് എത്തണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അതുമാത്രമല്ല, ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിന് ഒടുവിൽ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 1 വർഷക്കാലം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി 48ഓളം വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ പോകുന്ന ആ ഹരിതകർമ്മസേന അംഗങ്ങൾ, നമുക്കറിയാം നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ ആയതുകൊണ്ട് എല്ലാ സമയത്തും അവരുടെ കയ്യിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയുമായി സഹകരിച്ചുകൊണ്ട് 2 ദിവസത്തെ ഒരു ക്യാമ്പയിനോടുകൂടി ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ ആളുകളെയും ചേർത്തുകൊണ്ട് ഓല പണിതുകൊണ്ട് മനോഹരമായ കൊട്ട ഉണ്ടാക്കുകയും, അതുമാത്രമല്ല നമ്മളിവിടെ സ്വാഗതം പറയുമ്പോൾ അവർക്ക് നൽകിയ ഈ പൂവടക്കം വളരെ വ്യത്യസ്തമായി ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു എന്നുള്ളതും DDയോട് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വലിയ ചാലഞ്ചായി ഞങ്ങൾ ഏറ്റെടുക്കുകയും വളരെ നന്നായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ചെറുപ്പകാലത്ത് കലോത്സവ വേദിയിൽ പാടാൻ അവസരം കിട്ടിയതുകൊണ്ട് ഒരു ചെറിയ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിക്കുകയാണ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വഴമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും
തേനും വഴമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. ശ്രദ്ധിക്കുക, ഒരറിയിപ്പ്. വേദിയിൽ ആരംഭിക്കുന്ന നാടൻപാട്ട് ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിന് പേര് നൽകിയ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അവർ ചെസ് നമ്പറുകൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്തായി AJ സെക്രട്ടറി അബ്ദുള്ള മാളിക അവറുകളെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ലത്തീഫ് ഷാ, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റു വിശിഷ്ടാതിഥികളെ, ഈ പരിപാടി കാണുമ്പോൾ ഞാൻ ഇതേ സ്കൂളിൽ 1983-84 കാലഘട്ടത്തിൽ SLC വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് കലോത്സവത്തിൽ പങ്കെടുക്കാൻ ജില്ലാതലം വരെ പോയ 2 വ്യക്തിത്വങ്ങൾ ഈ സ്റ്റേജിൽ ഇന്ന് കാണാനിടയുണ്ട്. 3 വ്യക്തിത്വങ്ങൾ, ഒന്ന് ബഷീർ മാഷ്, ഒന്ന് കോസ്മോസ് ഹമീദ്, ഞാൻ. അപ്പോൾ ഈ കലാകലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ, ജില്ലാതലത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്, അന്ന് നമ്മുടെ നാട്ടിൽ അധ്യാപകരായ ഒരുപാട് ആൾക്കാരാണ് ഇതിന് സപ്പോർട്ട് ചെയ്തത്. അന്നത്തെ മരിച്ചുപോയ H. വിഷ്ണുഭട്ട് ഇത് ഈ സ്കൂളിലെ ഹെഡ് മാഷായിരുന്നു. അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. കാരണം അന്ന് ഈ നാടകവേദിയിലൊക്കെ, ഈ കലാലയത്തിൽ ഞാൻ പഠിക്കുന്ന കാലം കുക്കാറിലായിരുന്നെന്ന് സ്കൂള്. ആ സമയത്തൊക്കെ നമുക്ക് പ്രചോദനം നൽകിയ ഒരു അധ്യാപകനെ ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. ചങ്ങനാശ്ശേരിക്കാരനായ പുല്ലങ്കടി വിശ്വനാഥനായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്ത് മത്സരിച്ചുകൊണ്ട് ജില്ലാതല കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ അവസരം നൽകിയ ആ സമയം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ ജില്ലാതലത്തിലേക്ക് ഒപ്പന മത്സരത്തിനും പങ്കെടുക്കാൻ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ അന്ന് ഭാഗ്യം കടാക്ഷിച്ചില്ല എന്ന് പറയാം. എന്നാലും വളരെ ഫൈറ്റോട് കൂടിയാണ് അന്നത്തെ ജഡ്ജ്മെൻ്റൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് എനിക്കുള്ള ഒരു സന്തോഷം, ഈ കലാലയ തൊട്ടടുത്തുള്ള AJ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തനത്തിൽ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ, സഹകരിക്കാൻ സന്തോഷം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. താങ്ക് യു സാർ. അടുത്തത് നമ്മൾ സംസാരിക്കുന്നു മുഹമ്മദ് ഒപ്പളഗേറ്റ്, പ്രസിഡന്റ് PTA GHSS മംഗൽപാടി. സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഉപ്പളഗേറ്റ്, എൻ്റെ വിധിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകരെ, ഏറ്റവും സന്തോഷമുണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഒരുപാട്. JUSR അടക്കം ഞങ്ങളോട് ഈ പരിപാടി ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ 2 കൈ നീട്ടി സ്വീകരിച്ചതാണ്. എല്ലാവരും ഈ പരിപാടി, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റേ കുടുംബശ്രീ, ഹരിത കർമ്മസേന, അതുപോലെ തന്നെ PTA അംഗങ്ങൾ, അതുപോലത്തെ SMC, അത് എല്ലാവരും ഞങ്ങളോടൊപ്പം, വിദ്യാർത്ഥിനികൾ, അധ്യാപക വോളണ്ടറീസ് എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടി 2 ദിവസക്കാലം അടുത്ത 21-ാം തീയതി വരെ ഈ സമാപനം കുറിക്കുന്നതോടൊപ്പം എല്ലാവരും ഇതിൽ പങ്കെടുത്ത് സഹകരിച്ച് മുന്നോട്ട് വരണമെന്നും, ഞങ്ങളോടൊപ്പം സംഘടിച്ച ഞങ്ങളോട് എല്ലാ ഫണ്ട് ശേഖരിച്ച എല്ലാവർക്കും ഇതിനെ ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി. ജയ് ഭാരത്. താങ്ക് യു സാർ. ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കാനായി ശ്രീമതി ഹസീന എന്നെ കൺവീനർ, റിസപ്ഷൻ കമ്മിറ്റി ആദരവും ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. ബഹുമാനപ്പെട്ട സഭാധ്യക്ഷ AKM അഷ്റഫ് MLA മഞ്ചേശ്വരം, ഈ കാര്യക്രമം ഉദ്ഘാടനം നിർവഹിച്ച അബ്ദുൽ ലത്തീഫ് ഉപ്പള, ബദർ സഭ ചെയർമാൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച
ഗോൾഡൻ റഹ്മാൻ, മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൗഫൽ മംഗൽപാടി, കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മധുസൂദനൻ സാർ, മഞ്ചേശ്വരം ഉപജില്ലാ ഓഫീസർ രാജഗോപാലൻ സാർ, സദാശിവ ഷെട്ടി സാർ കൂളൂർ, HM ഫോറം സെക്രട്ടറി ശ്യാംഭട്ട് സാർ, ഇതിൽ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച ശ്രീകുമാർ സാർ, നാരായണ ഹെഗ്ഡെ, ദേവസ്വം മെമ്പർ മുഹമ്മദ് ഉപ്പള, PTA പ്രസിഡന്റ് സാർ, AJ സെക്രട്ടറി അബ്ദുള്ള, വേദിയിലിരിക്കുന്ന മറ്റു ഉപവിഷ്ടരായ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി നടക്കുന്ന മേളയാണ് കേരള സ്കൂൾ കലോത്സവം. ഇതിൻ്റെ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്തുകൾ, മുഴുവൻ PTA പ്രതിനിധികൾ, മുഴുവൻ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, വിദ്യാർത്ഥിനികൾ എല്ലാവരും പ്രതിജ്ഞാസമ്പന്നരാണ്. മുഴുവൻ പേരുടെയും സഹകരണങ്ങൾ മേളയുടെ വിജയത്തിനായി മുതൽക്കൂട്ടായി എന്ന് ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. നന്ദി പ്രകാശിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. പ്രിയപ്പെട്ട MLA രാപ്പകൽ ഓടി നടന്നുകൊണ്ട് ജാതി മതഭേദമന്യേ കേരളത്തിലും കർണാടകയിലും തിളക്കമാർന്ന വ്യക്തിയായി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. മേളയുടെ നടത്തിപ്പിന് അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് എന്നതിൽ എല്ലാ കാര്യങ്ങളും വിളിച്ചോതി അന്വേഷിക്കുന്ന വളരെ എനർജറ്റിക്കായ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് ഉണ്ട്. അതാണ് റുബീന നൗഫൽ മംഗൽപാടി. മേഘത്തിന് ഈ പരിപാടിയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികളുടെ മേളയുടെ വിജയത്തിന് അഹോരാത്രം പ്രവർത്തിച്ച ആളാണ് ശ്രീ ഗോൾഡൻ റഹ്മാൻ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട കൊണ്ടയൂർ സ്വാമിജി അവർകൾ ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സ്വപ്നക്കൂട്, നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്തിൻ്റെ സംരക്ഷനായി മാറിയുന്ന അബ്ദുൽ ലത്തീഫിനെ ഈ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് സാർ അവർകൾ, ബഹുമാനപ്പെട്ട കാസർഗോഡ് DSP സുനിൽ സാർ അവർകൾ, ബഹുമാനപ്പെട്ട RDD കണ്ണൂർ രാജേഷ് സാർ അവർകൾ, ബഹുമാനപ്പെട്ട DDE കാസർഗോഡ് മധുസൂദനൻ സാർ അവർകൾ, ബഹുമാനപ്പെട്ട സദാശിവ ഷെട്ടി കുളൂർ കന്യാന അവർകൾ, സോമണ്ണ ബെവിഞ്ച കർണാടക അവർകൾ, ബഹുമാനപ്പെട്ട പ്രകാശ് മത്തിഹള്ളി കർണാടക തുടങ്ങിയവരുടെ ശിഷ്ട വ്യക്തിത്വങ്ങളായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മഞ്ചേശ്വരം ഉപജില്ലാ ഓഫീസർ K രാജഗോപാലൻ സാർ അവർക്ക് എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ അവർക്ക്, ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖൈറുന്നിസ മുട്ടം അവർക്കും ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹുസൈൻ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാധാകൃഷ്ണ ഭട്ട് അവർകൾ, തീരത്ത് വിജയകുമാർ റൈ അവർകൾ, ഇബ്രാഹിം പെരിങ്കടി അവർകൾ, അബ്ദുറഹ്മാൻ, സുജാത വി ഷെട്ടി, മുഹമ്മദ് റഫീഖ്, ബാബു, സുധാ വി, ഖദീജത്ത് റിസാന, മഹമ്മൂദ്, പി ഫാത്തിമ അബൂബക്കർ, ഇർഫാന ബാനു, ഗുൽസാർ ബാനു, റഹ്മത്ത് ബീവി എന്നിവർക്കും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സ്വാഗത പ്രാസംഗികനും ഓർഗനൈസ് കമ്മിറ്റി കൺവീനറുമായ ശ്രീകുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സാറിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓർഗനൈസ് കമ്മിറ്റി ജോയിൻറ്റ് കൺവീനറായ നമ്മുടെ സ്കൂളിൻ്റെ HM നൗഷാദ് സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മംഗൽപാടി PTA പ്രസിഡന്റ് മുഹമ്മദ് ഉപ്പള ഗേറ്റ്, SMC ചെയർമാൻ അബ്ദുൽ നാസിർ, മദർ PTA പ്രസിഡന്റ് നസീമ ഷെരീഫ് അവർകൾ, താലൂക്ക് ഓഫീസർ സൂപ്രണ്ട് ഡോക്ടർ അമ്പു തുടങ്ങിയവർക്കും വളരെ ഹൃദയമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മഞ്ചേശ്വരം ജില്ലയുടെ ചുറുചുറുക്കാർന്ന HM ഫോറം സെക്രട്ടറി ശ്യാംഭട്ട് സാർ അവർക്കും, BPO ജോയ് സാർ അവർക്കും, PTA വൈസ് പ്രസിഡന്റ് കോസ്മൂസ് അവർക്കും, SMC ജനറൽ മെമ്പർ അബ്ദുൽ ഖാദർ രവീന്ദ്ര സാർ അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
മേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്ന ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർമാർ, ഫുഡ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർമാർ, അംഗങ്ങൾ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ, അംഗങ്ങൾ, ട്രോഫി കമ്മിറ്റി ചെയർമാൻ, കൺവീനർ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ അംഗങ്ങൾ, സ്റ്റേജ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർ അംഗങ്ങൾ, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹുസൈൻ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിച്ചുകൊള്ളുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാധാകൃഷ്ണൻ സാറിനും നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. മീഡിയം പബ്ലിസിറ്റി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലും സദസ്സിലും ഉപസന്നിധരായ എല്ലാ നാട്ടുകാർക്കും, വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നും പരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കും, GHS മംഗൽപാടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും അധ്യാപിക അധ്യാപകർക്കും തുടങ്ങി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രദർശിപ്പിച്ചു നിർത്തുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു. 2024 മഞ്ചേശ്വരം സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. വേദിയൊന്നിൽ ആവേശകരമായ നാടൻ പാട്ട് മത്സരം ഹയർ സ്കൂൾ വിഭാഗം ഉടൻ ആരംഭിക്കുകയാണ്. മത്സരത്തിന് പേര് നൽകിയ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ നമ്പർ സ്വീകരിക്കേണ്ടതാണ്. Good morning to you all. Within few minutes we are going to start high school section Nadam part competition in stage number 1. The participants are hereby informed to report immediately in stage number 1 to collect the code numbers. ശ്രദ്ധിക്കുക, അറിയിപ്പ്. ഭക്ഷണശാലയിൽ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാത്ത, നിലവിലെ മത്സര ഇനത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, ജഡ്ജസ്, പാർട്ടിസിപ്പൻസ് സമയം പോലെ ഭക്ഷണം കഴിക്കാവുന്നതാണെന്ന് ഭക്ഷണ കയറ്റി അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, റൂം 35 നടക്കുന്ന ഉറുദു പ്രസംഗം ഹയർ സെക്കൻഡറി വിഭാഗം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ റൂം 35 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಗಮನಿಸಿ, ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟ್ ಸ್ಪರ್ಧೆಯು ಇದೀಗ ಆರಂಭಗೊಳ್ಳುತ್ತಿದೆ. ರಿಪೋರ್ಟ್ ಮಾಡಲು ಬಾಕಿ ಇರುವ ತಂಡಗಳು ಆದಷ್ಟು ಬೇಗನೆ ರಿಪೋರ್ಟ್ ಮಾಡಿ ಕೋಡ್ ನಂಬರ್ ಪಡ್ಕೊಳ್ಬೇಕಾಗಿ ಅಪೇಕ್ಷೆ. ಐ ರಿಪೀಟ್, ವಿದಿನ್ ಫ್ಯೂ ಮಿನಿಟ್ಸ್ ವಿ ಆರ್ ಗೋಯಿಂಗ್ ಟು ಸ್ಟಾರ್ಟ್ ನಾಡಂಪಾಟು ಕಾಂಪಿಟೇಷನ್ ಇನ್ ಹೈಸ್ಕೂಲ್ ಸೆಕ್ಷನ್ ಇನ್ ಸ್ಟೇಜ್ ನಂಬರ್ 1. ಪ್ಲೀಸ್ ರಿಪೋರ್ಟ್ ಇಮಿಡಿಯೇಟ್ಲಿ ನಿಯರ್ ಸ್ಟೇಜ್ ನಂಬರ್ 1 and collect your code number. ഒന്ന് ഇസ്മായിൽ മാഷിനെ വിളിക്കുക. ജഡ്ജസ് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, സ്കൂളിന്റെ മെയിൻ ഗേറ്റിന് സമീപം KL 14 W 1 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
881 ഒരു കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ആ വാഹനം അവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂളിന്റെ മെയിൻ ഗേറ്റിന് സമീപം KL14W881 വാഹനം അടിയന്തരമായും അവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉച്ചഭക്ഷണശാലയിൽ ഭക്ഷണം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളും ഭക്ഷണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ಖದೀಜ ಸಫಾ SDPHS ಧರ್ಮತಡ್ಕದ ಶಾಲೆಯ ವಿದ್ಯಾರ್ಥಿ ಎಲ್ಲಿದ್ರು ಸ್ಟೇಜ್ ನಂಬರ್ 1 ಹತ್ತಿರ ಬರಬೇಕು. ಖದೀಜ ಸಫಾ. വേദി നമ്പർ 1 ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻ പാട്ട് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. മുഴുവൻ മത്സരാർത്ഥികളും അവരുടെ കോഡ് നമ്പറുകൾ കൈപ്പറ്റി അടിയന്തരമായും മത്സരത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ನಡೆಯುವುದಕ್ಕಿದೆ. ಕೋಡ್ ನಂಬರ್ ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕೆ ಬಾಕಿ ಇರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ಆದಷ್ಟು ಬೇಗನೆ ಕೋಡ್ ನಂಬರನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಇನ್ನೂ ಕೂಡ ಕೆಲವೊಂದು ಶಾಲೆಗಳ ವಿದ್ಯಾರ್ಥಿಗಳು ಕೋಡ್ ನಂಬರನ್ನು ಸ್ವೀಕರಿಸಿಕೊಂಡಿಲ್ಲ. ಹಾಗಾಗಿ ಆದಷ್ಟು ಬೇಗನೆ ಕೋಡ್ ನಂಬರ್ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. വേദി 1 ഉടൻ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാടൻപാട്ട് മത്സരം ആരംഭിക്കുകയാണ്. മുഴുവൻ മത്സരാർത്ഥികളും അടിയന്തരമായും അവരുടെ കോഡ് നമ്പറുകൾ കൈപ്പറ്റി മത്സരത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാടൻപാട്ട് മത്സരത്തിന് കോഡ് നമ്പറുകൾ കൈപ്പറ്റാൻ ബാക്കിയുള്ള മുഴുവൻ ടീം അംഗങ്ങളും അവരുടെ കോഡ് നമ്പറുകൾ അടിയന്തരമായും കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് വേദി നമ്പർ 1 ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻ പാട്ട് മത്സരം ആരംഭിക്കുകയാണ്. ഇനിയും കോഡ് നമ്പറുകൾ കൈപ്പറ്റാൻ ബാക്കിയുള്ള മുഴുവൻ മത്സരാർത്ഥികളും അടിയന്തരമായും അവരുടെ കോഡ് നമ്പറുകൾ കൈപ്പറ്റി മത്സരത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
വേദി ഒന്നിൽ ഉടൻ തന്നെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം ആരംഭിക്കുന്നതാണ്. മുഴുവൻ മത്സരാർത്ഥികളും അടിയന്തരമായും അവരുടെ കോൾ നമ്പറുകൾ കൈപ്പറ്റി മത്സരത്തിന് തയ്യാറാവേണ്ടതാണ്. Judges, please note, we are going to start Nadampadu for high school section. Chest number 1 is on the stage. ವಾಲಂಟಿಯರ್ಸ್ಗಳ ಗಮನಕ್ಕೆ ದಯವಿಟ್ಟು ಸ್ಟೇಜ್ ನಂಬರ್ 1ಕ್ಕೆ ವಾಲಂಟಿಯರ್ಸ್ಗಳು ಬರಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಿದ್ದೇವೆ. I request volunteers please listen. Volunteers please come to the stage number 1.
നമസ്കാരം. കേരളത്തിലെ ആദിവാസി വിഭാഗമായ പണി വിഭാഗത്തിന്റെ വട്ടക്കളിക്ക് പിന്നിലായി പാടിവരുന്ന ഒരു തരം നാടൻ പാട്ടാണ് ഞങ്ങൾ ഇവിടെ പാടാൻ പോകുന്നത്. ഹിയാ ഹിയാ ഹോയ്, ഹിയാ ഹിയാ ഹോയ്, ഹിയാ ഹിയാ ഹോയ്, ഹിയാ ഹിയാ ഹോയ്, ഹോയ് ഹോയ് ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ ബാത്തമാ ബാത്തമാ
വേദി 1 നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 02. Judges please note. Next code number 2. Judges please note. Code number 2 is on the stage. പ്രിയ സദസ്യരെ നമസ്കാരം. കിരദിശവേളയിലും പുതുസമുദായത്തിലും ആഘോഷവേളയിലും പാടിവരുന്ന ഒരു നാടൻ പാട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കലാവിദ്യാർത്ഥികൾക്കുമായി ഈ പാട്ട് സമർപ്പിക്കുന്നു. ദിനും തഗത്താദിനും തഗത്താദിനും തഗത്തയ്യാരോ തഗത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ ദിനും തഗത്താദിനും തഗത്താദിനും തഗത്തയ്യാരോ തഗത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ ദിനും തഗത്താദിനും തഗത്താദിനും തഗത്തയ്യാരോ തഗത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ എന്റെ ചാച്ചായന്റെ പൊന്ന ചാച്ചായന്റെ നെല്ലൊന്നു കൊത്തിത്താ വെട്ടിത്തായേ തകത്താരിക ദിത്തിനും തകത്താദിനും തകത്താദിനും തകത്തയ്യാരോ തകത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ ഉണ്ടക പാടിട്ട് മരകൊണ്ടം കൊയ്തപ്പോ അവിടുന്ന് കൊത്തിയ വിത്തുകളാടിട്ട് ഏ തകത്താരിക ദിത്തിനും തകത്താദിനും തകത്താദിനും തകത്തയ്യാരോ തകത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ എന്റെ ചാരില്ലേ ചൂണ്ട ചാണന്റെ കൊട്ടന്റെ നിച്ചന്റെ നട്ടലോടിഞ്ഞു പോയേ തകത്താരിക ദിത്തിനും തകത്താദിനും തകത്താദിനും തകത്തയ്യാരോ തകത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ ഉണ്ടക ചെമ്പവ ചട്ടിമിഴിപ്പത് ഉണ്ടക നല്ലത് പൂക്കളി നല്ല മുട്ടത്തടുപ്പിലെ ചെമ്പലെടുത്തിട്ട് ചപ്പും ചാവാറും കൊതിച്ച് പുഴങ്ങിട്ട് തിക്കുണ്ട വെയിലത്തുണക്കിയെടുത്തിട്ട് ഓരലെടുത്തിട്ട് ഒലക്കയെടുത്തിട്ട് താളം പിടിച്ചൊന്ന് കൊന്നിത്താ താരിക ഒന്ന് പാട്ടിത്താ താരിക ദിത്തിനും തകത്താദിനും തകത്താദിനും തകത്തയ്യാരോ തകത്താദിനും തിമ്മിത്തയ്യാദിനും തിമ്മിത്താദിനും തിമ്മിത്തയ്യാരോ ഉണ്ടക ചമ്പവ ചെത്തിമിഴിപ്പത് ഉണ്ടക നല്ലത് പൂക്കളി നല്ല ഉണ്ടക ചമ്പവ ചെത്തിമിഴിപ്പത് ഉണ്ടക നല്ലത് പൂക്കളി നല്ല
മാത്തിയെടുത്തിട്ട് മാത്തിയെടുത്തിട്ട് തവിടും താവളും തള്ളിയെടുത്ത് ചച്ചവരം പീരും കുട്ടിയെടുത്ത് കൊയച്ചു കൊയച്ചങ്ങ് പീഞ്ഞിട്ട് തിന്നാനങ്ങട്ട് തോന്നണ് തിന്നാനങ്ങട്ട് തോന്നണ് കത്തിക്കും നത്തിക്കും കൊതി വിരക്കണ നാവിൽ കൊതി വെള്ളം മൂറണ് നാവിൽ കൊതി വെള്ളം മൂറണ് നാവിൽ കൊതി വെള്ളം മൂറണ് ദിത്തേനും തകതാദിനും തകതാദിനും തകതയ്യാരോ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാരോ അരിയങ്കാവിലെ വെള്ളക്ക് പോകാം നീ എന്നൊരങ്ങടി കൊച്ചൊരു കളിയേ തകതാരിക 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 ദിത്തേനും തകതാദിനും തകതാദിനും തകതയ്യാരോ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാരോ ആര്യൻകാവിലെ വെള്ളക്ക് പോയാൽ കേട്ടുണ്ട് കൊല്ലുണ്ട് മുടിയാട്ടമുണ്ടെങ്കിൽ 90 തോക്കണ്ട് 60 കടടും ആദിതി തിമർപ്പാൻ പാർവളി പാടുണ്ടു നീ എന്നൊരങ്ങടി കൊച്ചരി കള്ളി തകതാരിക 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 ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാരോ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാരോ ഒന്നാം കുതല തെങ്ങുമത്തേറിട്ട് കുതല വെട്ടിട്ട് തായത്ത് വീണതും ആദയെല്ലാം കൊണ്ടൊരു കാതല നിട്ടതും കാതിലിട്ടാട്ടിട്ടും താലം പീഡിച്ചിട്ടും ഒറ്റണ്ട് താരത്തും തീരത്തിരിക്കണു താരിക പെണ്ണെ തകതാരിക 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 ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാരോ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാരോ ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാരോ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാരോ ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാരോ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാരോ തെയ്യ 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 തകതൈ വേദി നമ്പർ 1 ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 03. High school section Nadam competition continues. Next code number 3 is on the stage. ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತದೆ. ವೇದಿಕೆಯಲ್ಲಿ ಕೋಡ್ ನಂಬರ್ 3. ഇതെന്നാ ഓടിക്കാമെന്നാ Code number 3 is on the stage. പ്രിയ സദസ്സിന് നമസ്കാരം. മധ്യ കേരളത്തിലെ തീരദേശ മേഖലയിലെ പുലയ സമുദായത്തിൽ പ്രചാരത്തിലുള്ളതും ആഘോഷവേളകളിൽ പാടുന്നതുമായ ഒരു കൃഷിപ്പാട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമിതയ്യാതിനും തിമിതാതിനും തിമിതയ്യാര തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമിതയ്യാതിനും തിമിതാതിനും തിമിതയ്യാര തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമിതയ്യാതിനും
ചെറുകൊച്ചമ്പാവ് ചെത്തി വിരിപ്പത് മുണ്ടക നല്ലത് പൊക്കാളി നല്ല മുറ്റത്തടുപ്പില് ചെമ്പിലെടുത്തിട്ട് ചപ്പും ചവറും കത്തിച്ച് പുഴുങ്ങിട്ട് തീക്കൊണ്ടം വെയിലത്ത് ഉണക്കിയെടുത്തിട്ട് ഒരല എടുത്തോലക്ക എടുത്തിട്ട് തക്കിട തറുകിടം താളം പിടിച്ചൊന്ന് കുത്തി താതാരിക ഒന്ന് പേറ്റി താതാരിക ചെറുകൊച്ചമ്പാവ് ചെത്തി വിരിപ്പത് മുണ്ടക നല്ലത് പൊക്കാളി നല്ല ചെറുകൊച്ചമ്പാവ് ചെത്തി വിരിപ്പത് മുണ്ടക നല്ലത് പൊക്കാളി നല്ല കൊണ്ട വെയിലത്ത് ഉണക്കി എടുത്തിട്ട് ഒരല എഴുത്തോലക്ക എടുത്തിട്ട് തക്കിട തറുകിട താളം പിടിച്ചൊന്ന് കുത്തി താതാരിക ഒന്ന് പേറ്റി താതാരിക കുത്തിയെടുത്തൊരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ട് ഒരച്ചട്ടണ്ടത്തിന് വെച്ച് വിളമ്പ പുത്തൻ കലത്തിൽ അടുപ്പിലെടുത്തിട്ട് ഗോതമ്പം കൊഞ്ഞാട്ടം പോറക്കൊടി വെച്ചിട്ട് കത്തിച്ചോ വേവിച്ചോ നാത്തൂനെ കുത്തിയെടുത്ത് മുറത്തിലെടുത്തിട്ട് പിറ്റിയെടുത്തു മീ മാറ്റിയെടുത്തിട്ട് കൊഴിച്ച് കൊഴിച്ചങ്ങ് കൂട്ടി പിടിച്ചങ്ങ് തിന്നാനങ്ങട്ട് തോന്നണ താത്തിക്കും നാത്തനും കൊച്ചു കിടാത്തിക്കും നാവിൻ കൊതി വെള്ളം മൂറണ നാവിൻ കൊതി വെള്ളം മൂറണ ആര്യൻ കാവില് വേലക്ക് പോകാൻ നീയൊന്നൊരുങ്ങടി കൊച്ചരി കളിയേ തകതാരിക ആര്യൻ കാവില് വേലക്ക് പോയാൽ കുട്ടണ്ട് കൊല്ലണ്ട് മുടിയാട്ടമുണ്ടങ്ങ് 500 തൂക്കമുണ്ട് 10 ഗാനുണ്ട് മാടത്തിമക്കും പവള്ളി പാട്ടുണ്ട് നീ എന്നൊരുങ്ങടി കൊച്ചൊരു കളിയേ തകതാരിക ഒന്നാം കുരുത്തോല തെങ്ങുമ്മക്കേതും കുരുത്തോല വിട്ടിട്ട് താഴത്തു വീണതും തെയ്യോല കൊണ്ടൊരു കാതുല തീറ്റതും കാത്തിലിട്ടാട്ടിട്ട് താളം പിടിച്ചതും മുടിയേച്ചിട്ടിട്ട് കൈതപ്പച്ചിടിയത് കാവിലെ മുടിയാട്ട പാട്ടൊന്ന് കേട്ടിട്ട് താളത്തിൽ അടുത്തിമർത്തു കളിച്ചതും ഓർക്കണ്ട പെണ്ണേ തകതാരിക തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തെയ്യാതിനും തിമി താതിനും തിമി തെയ്യാര തെയ്യ 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 നന്ദി. 467 അബ്ദുൾ ഹനാൻ ഉദയ ഹയർ സെക്കൻഡറി സ്കൂൾ കോഡ് നമ്പർ 30 സ്റ്റേജ് നമ്പർ 38 റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 04. ജഡ്ജസ് പ്ലീസ് നോട്ട്. നെക്സ്റ്റ് കോഡ് നമ്പർ 4. ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അബ്ദുൽ ഹനാൻ എത്രയും പെട്ടെന്ന് സ്റ്റേജ് നമ്പർ 38 എത്തിച്ചേരേണ്ടതാണ്.
പ്രിയ സദസ്സിനെ നമസ്കാരം. മധ്യ കേരളത്തിലെ തീരദേശ മേഖലകളിൽ പാടാവുന്നതുമായ പ്രചാരത്തിലുള്ളതും ആഘോഷവേളകളിലും പാടാവുന്നതുമായ ഒരു കൃഷിപ്പാട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ പരമാവധി വാക്കുകൾ ചേർത്ത് ഒന്നിച്ച് പാടാവുന്ന രീതിയിലാണ് ഈ പാട്ട് ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏവരുടെയും സവിശേഷ ശ്രദ്ധ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പാട്ട് സഹൃദയം സമർപ്പിക്കുന്നു. തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ 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 എന്റെ ചാച്ചായന്റെ പൊന്ന ചാച്ചായന്റെ നെല്ലൊന്ന് കുത്തിത്താ പേറ്റുത്തായേ തകതാരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ മുണ്ടങ്ങൻ പാടത്ത് നടുകുന്നം കൊയ്ത് പൊന്നിവിടുന്ന് കിട്ടിയ വിഞ്ചുന്നല്ലാടട്ടെ ഏ തകതാരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ ഇഞ്ചത്താറായിലെ ജോണ ചാച്ചാനന്റെ വട്ടം പിടിച്ചന്റെ നട്ടലോടിഞ്ഞു പോയേ തകതാരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ ചെറുവർഗ ചെമ്പാവ് ചെത്തി വിരിപ്പത്ത് മുണ്ടക നല്ലത് പൂക്കളി നല്ല മുറ്റത്തടുപ്പിലെ ചെമ്പുലെടുത്തിട്ട് ചപ്പും ചബാറും കത്തിച്ച് പുഴുങ്ങിട്ട് തീക്കുണ്ണം വെയില തുണക്കി എടുത്തിട്ട് ഒരാളെടുത്തിട്ട് എടുത്തിട്ട് തക്കിട തരികിട താളം പിടിച്ചു കുത്തി താരികൊന്നും പേറ്റ് താരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ ചെറുവർഗ ചെമ്പാവ് ചെത്തി വിരിപ്പത്ത് മുണ്ടക നല്ലത് പോക്കാളി നല്ല ചെറുവർഗ ചെമ്പാവ് ചെത്തി വിരിപ്പത്ത് മുണ്ടക നല്ലത് പോക്കാളി നല്ല തീക്കുണ്ണം വെയില തുണക്കി എടുത്തിട്ട് ഒരാളെടുത്തിട്ട് എടുത്തിട്ട് കുത്തി താരികൊന്നും പേറ്റ് താരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ കുത്തിയെടുത്തൊരു പാത്രത്തിലാക്കിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ട് ഒരഞ്ചെട്ടെണ്ണത്തിന് വെച്ച് വിളമ്പാൻ പുത്തൻ കാലത്തിൽ അടുപ്പിലെടുത്തിട്ട് കത്തിച്ച വേവിച്ച നാത്തൂനെ തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ കുത്തിയെടുത്ത് മുറത്തിലെടുത്തിട്ട് പെറ്റിയെടുത്ത് മാറ്റിയെടുത്തിട്ട് തവിടും തവളും തല്ലിയെടുത്തിട്ട് ചക്കര പീരെ കുത്തി പിടിച്ചിട്ട് തിന്നാണങ്ങനെ തോന്നണ് ആ താതിക്കും നാത്തിനെ കൊച്ചു കിടത്തിക്കും നാവിൽ കൊതി വെള്ളമൂറണ് തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ ആര്യങ്കാവിലെ വേലക്ക് പോയാൽ നീ ഒന്നൊരുങ്ങടി കൊച്ചരി കളി ഏ തകതാരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാദിനും തിമിതയ്യാറ ആര്യങ്കാവിലെ വേലക്ക് പോയാൽ കുട്ടുണ്ട് കുലുണ്ട് മുട്ടിയാട്ടമുണ്ടെങ്ക് മാടിത്തിമിർക്കുവാൻ പറവള്ളിപ്പാട്ടുണ്ട് നീ ഒന്നൊരുങ്ങടി കൊച്ചരി കളി ഏ തകതാരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാറ തകതാദിനും തിമിതയ്യതിനും തിമിതാ
ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 05. Judges, please note. Code number 5 is on the stage. സ്റ്റേജ് നമ്പർ 37 ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ സംസ്കൃതം പദ്യഞ്ചലിൽ 17,420. ഈ മത്സരാർത്ഥി ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. അടിയന്തരമായും സ്റ്റേജ് നമ്പർ 37 റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലെ ഗോത്രജന വിഭാഗമായ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ തനത് കലാരൂപമാണ് കോൽക്കളി. വിഷുവിനോടനുബന്ധിച്ചിട്ട് താങ്കളുടെ ആചാരപ്രകാരം 7 ദിവസം വ്രതം എടുത്ത് ആൺ പെൺ വേഷങ്ങളിൽ ശരീരത്തിൽ നിറങ്ങളും ചാലിച്ച് ശ്രീ മഹാവിഷ്ണുവിന്റെ കിരീടത്തിനു സമാനമായി മുലയുടെ കിരീടം ശിരസിൽ അരഞ്ഞ് ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന കലാരൂപമാണിത്. മണിക്കൂറോളം ഇതിനകത്തുള്ള കോൽക്കളിയിൽ വിവിധ താളങ്ങളുള്ള പാട്ടുകളുടെ അകമ്പടിയുടെയാണ് അവതരിപ്പിക്കാറുള്ളത്. ജോടുമാര, ഗജ്ജെ, ഗുരുഡെ, മണി, ഗോൾ എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. దేవ సప నూరు కాల
ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 06. ജഡ്ജസ് പ്ലീസ് നോട്ട്. നെക്സ്റ്റ് കോഡ് നമ്പർ 6 ഈസ് ഓൺ ദ സ്റ്റേജ്. High school section Nadampato competition continues. Soon after the completion of high school section Nadampato competition, we are going to start higher secondary section Nadampat. May I request the participants for higher secondary Nadampat report immediately in stage number 1. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆ ಮುಕ್ತಾಯಗೊಂಡ ತಕ್ಷಣ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ನಾಡಂಪಾಟು ಕಾಂಪಿಟೇಷನ್ ಸ್ಪರ್ಧೆ ಆರಂಭಗೊಳ್ಳಲಿದೆ. ಸ್ಪರ್ಧಾಳುಗಳು ರಿಪೋರ್ಟ್ ಮಾಡಿ ಕೋಡ್ ನಂಬರ್ ಪಡ್ಕೊಳ್ಬೇಕಾಗಿ ಅಪೇಕ್ಷೆ. മലയ സമുദായക്കാർ പാടി വരുന്ന ഭൈരവൻ പാട്ട്. ഓം പരമ്പരാ പരിപൂർണം പരാത്മേതകം ഗോത്രം അഷ്ടഭൈരവ ഷോഡഭൈരവ നിങ്ങളുടെ തിരുമുമ്പിലും നാട്ടിലും മേട്ടിലും വീട്ടിലും തൂണിലും മാറാത്തിലും പൂജിക്കുന്നൊരു ഭഗവാന്റെ നാഗഘട്ടം തോണിലേറ്റി
വേദി ഒന്നിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 07. Judges, please note. Next code number 7. Higher secondary section Nadampato competition participants are hereby informed to collect the code number immediately from stage number 1. I repeat, please report immediately in stage number 1 for higher secondary section Nadampato competition. In stage number 1, high school section Nadampato competition continues. Code number 7 is on the stage. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിന് ശേഷം ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം വേദി ഒന്നിൽ നടക്കുന്നതാണ്. ഇനിയും കോഡ് നമ്പറുകൾ കൈപ്പറ്റാൻ ബാക്കിയുള്ള ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിലെ മത്സരാർത്ഥികൾ അടിയന്തരമായും അവരുടെ കോഡ് നമ്പറുകൾ കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സദസ്സിന് നമസ്കാരം. മധ്യ കേരളത്തിലെ തീരദേശ മേഖലകളിലെ ഉലയ സമുദായത്തിൽ പ്രചരിപ്പിക്കുന്നതും ആഘോഷവേളകളിൽ പാടുന്നതുമായ ഒരു കൃഷിപ്പാട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ പരമാവധി വാക്കുകൾ ചേർത്ത് ഒന്നിച്ച് പാടാവുന്ന രീതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കുന്നലും തവിടും ചക്കരയുമെല്ലാം വഴിയാവണ്ണം ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും വേലക്ക് തയ്യാറെടുക്കുന്ന കൊച്ചരിക്കാളയെ വർണ്ണിക്കുന്നതുമാണ് പാട്ടിലൂടെ നീളം. ഈ പാട്ടിനോടൊപ്പം പുലരിയുടെ കനത് വാദ്യമായ തുടി, ചെണ്ട, അതിനകമ്പടിയായി കുയിത്താളവും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഏവരുടെയും സവിശേഷമായ ശ്രദ്ധ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കനത് നാടൻ കലകളെ സ്നേഹിക്കുന്നവർക്കും കലാവിദ്യാർത്ഥികൾക്കുമായി ഈ പാട്ട് സവിധയം സമർപ്പിക്കുന്നു. തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും ദിമിതയ്യദിനും ദിമിതാദിനും ദിമിതയ്യാര ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും ദിമിതയ്യദിനും ദിമിതാദിനും ദിമിതയ്യാര ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും ദിമിതയ്യദിനും ദിമിതാദിനും ദിമിതയ്യാര ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും ദിമിതയ്യദിനും ദിമിതാദിനും ദിമിതയ്യാര
താളം പിടിച്ചൊന്നു ഒന്ന് പേറ്റി താരിക തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തിമി തയ്യാര ആ കുത്തിയെടുത്തരി പാത്രത്തിലാക്കിയിട്ട് വെള്ളമൊടിച്ച് കഴുകിയെടുത്തിട്ട് ഒരഞ്ഞെണ്ണത്തിനു വെച്ചു വിളമ്പാൻ പുത്തൻ കലത്തിലടുപ്പിലെടുത്തിട്ട് കൊത്തുമുങ്ങുഞ്ഞാടും പൊറുക്കൊടി വെച്ച് കത്തിച്ചോ വേവിച്ചോ നാത്തൂനെ കത്തിച്ചോ വേവിച്ചോ നാത്തൂനെ കത്തിച്ചോ വേവിച്ചോ നാത്തൂനെ തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തയ്യാര കുത്തിയെടുത്ത് മുറത്തിലെടുത്തിട്ട് പെറ്റിയെടുത്തുമേ മാറ്റിയെടുത്തിട്ട് അവിടും തളവും തള്ളിയെടുത്തിട്ട് ചക്കര പീരവും കുട്ടിയടിച്ച് കുഴച്ചങ്ങ് കുട്ടിപ്പിടിച്ചിട്ട് തിന്നാനങ്ങട്ട് തോന്നണേ താത്തിക്കും നാത്തൂനും കൊച്ചു കിടാത്തിക്കും നാവിൽ കൊതി വെള്ളം മൂറണ് നാവിൽ കൊതി വെള്ളം മൂറണ് തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തിമി തയ്യാര ആര്യങ്കാവില് വേലയ്ക്ക് പോകാൻ നീ എന്നൊരുങ്ങടി കൊച്ചരി കളിയേ തകതാരിക തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തയ്യതിനും തിമി താതിനും തിമി തയ്യാര ആര്യങ്കാവില് വേലയ്ക്ക് പോയാൽ കൊട്ടുണ്ട് കൊയിലുണ്ട് മുടിയാട്ടമുണ്ട് 500 തൂക്കമുണ്ട് 60 ഘടന മാടത്ത് മിർക്കാൻ പാർവള്ളി പാട്ടുണ്ട് നീ എന്നൊരുങ്ങടി കൊച്ചരി കളി തകതാരിക തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തിമി തയ്യാര ഒന്നാം കുരുത്തല തെങ്ങുമ്പേ കയറിയതും കുരുത്തല വെട്ടിട്ട് താഴ്ത്ത് വീണതും ആദ്യല കൊണ്ടൊരു കാതൊല തീർത്തതും കാതിലിട്ടാട്ടിട്ട് താളം പിടിച്ചതും മുടിയടിച്ചിട്ടിട്ട് കൈതപ്പു ചൂടിയതും ഇലമുടിയാട്ടപ്പാട്ടൊന്ന് കേട്ടിട്ട് താളത്തിലാടിത്ത് മിർത്ത് കളിച്ചതും ഓർക്കന്റെ പെണ്ണേ തകതാരിക തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തിമി തയ്യാര തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തിമി തയ്യാര തിത്തിനും തകതാതിനും തകതാതിനും തകതയ്യാര തകതാതിനും തിമി തയ്യതിനും തിമി താതിനും തിമി തയ്യാര വേദി ഒന്നിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 08. Judges please note. Next code number 8. ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരത്തിന് ശേഷം വേദി ഒന്നിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം ആരംഭിക്കുന്നതാണ്. ഇനിയും കോഡ് നമ്പർ കൈപ്പറ്റാൻ ബാക്കിയുള്ള മുഴുവൻ ടീം അംഗങ്ങളും അടിയന്തരമായും വേദി ഒന്നിൽ എത്തിച്ചേർന്ന് അവരുടെ കോഡ് നമ്പറുകൾ കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
പ്രാചീന മധ്യ കേരളത്തിലെ പുലയൻ സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു വിനോദക്കളിയാണ് വട്ടക്കളി. ഒരു പ്രദേശത്ത് തന്നെ സ്ത്രീകൾ കൂടിച്ചേർന്ന് വട്ടത്തിൽ കൈകൊട്ടി ചുവടുവെക്കുന്നതാണ് വട്ടക്കളിയുടെ രീതി. കളിക്കാരെ കൂടാതെ ചെറു സംഘമായോ പ്രാദേശികമായ സ്വഭാവങ്ങളോ കഥകളോ പാട്ടുരൂപത്തിൽ താളാത്മകമായി കൈകൊട്ടി പാടിയിരുന്നത്. സാധാരണയായി വട്ടക്കളിയിൽ ഉടുക്ക്, ഇലത്താളം തുടങ്ങിയ ചെറുവാദ്യോപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ചില വട്ടക്കളി ശീലുകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആലപ്പുഴ നീലിപ്പെണ്ണേ പാലപൂത്ത മനം ചിന്നിച്ചേ ഇരുന്ന് കൂടാ കിടന്ന് കൂടാ കാവിലം ഭഗവതിക്ക് നീലിപ്പിണ്ണേ പാലപ്പൂത്ത മണം ചിന്നിച്ചേ ഇരുന്ന് കൂടാ കിടന്നു കൂടാ കാവിലം ഭഗവതിക്ക്. ആലപ്പുഴ നീലിപ്പെണ്ണേ പാലപ്പൂത്ത മണം ചിന്നിച്ചേ ഇരുന്ന് കൂടാ കിടന്നു കൂടാ കാവിലം ഭഗവതിക്ക്. ഒറ്റമുണ്ട് തട്ടൊടുത്ത് വട്ടമുണ്ട് രണ്ടാകിട്ട് കാവിലമ്മ ഭഗവതിയായി വരുന്നതെന്ന്. ഒറ്റമുണ്ട് തട്ടൊടുത്ത് വട്ടമുണ്ട് രണ്ടാകിട്ട് കാവിലമ്മ ഭഗവതിയായി വരുന്നതെന്ന്. ആലപ്പുഴ നീലിപ്പെണ്ണേ വീട്ടിലോ മൂതിനവർ ഒരു തല പൂത്തത് പോൽ നീലിപ്പെണ്ണേ. ആലപ്പുഴ നീലിപ്പെണ്ണേ വീട്ടിലോ മുതിർന്നവർ ഒരു തല പൂത്തത് പോൽ നീലിപ്പെണ്ണേ. ആലപ്പുഴ നീലിപ്പെണ്ണേ വീട്ടിലോ മുതിർന്നവർ ഒരു തല പൂത്തത് പോൽ നീലിപ്പെണ്ണേ. ഒരു തല പൂപ്പായിട്ട് വട്ട പൂത്തതില്ലാന അതിനെന്ത് മലയണ്ട തമ്പുരട്ടെ. ആലപ്പുഴ നീലിപ്പെണ്ണേ പാലപ്പൂത്ത മണം ചിന്നിച്ചേ ഇരുന്ന് കൂടാ കിടന്നു കൂടാ കാവിലമ്മ ഭഗവതിക്ക്. ഒറ്റമുണ്ട് തട്ടൊടുത്ത് വട്ടമുണ്ട് രണ്ടാകിട്ട് കാവിലമ്മ ഭഗവതിയായി വരുന്നതെന്ന്. ഒറ്റക്കാലിൽ ഒലയിട്ട് മറ്റേ കാതിൽ തൊടയിട്ട് അവിടെന്ന് പോരാം നിന്നെ കവിലമേ. ഒരു തല പൂത്തത് പോൽ നീലിപ്പെണ്ണേ. ഒരു തല പൂപ്പായിട്ട്
കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ നാലാം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ അഞ്ചാം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ ആറാം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ ആറാം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ ഏഴാം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ ഒമ്പതാം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ പത്താം കുന്നുമ്മ ഒരു വാരി കുന്നുമ്മ ഒരു നല്ല കുന്നുമ്മ പാല നട്ടോ പാലക്കലായോട് കായോട് പൂവോട് പാലക്കൽ നിലവെല്ലാം പാൽപതിയെ ഒന്നാം കഴുങ്ങേ ചെറുകഴുങ്ങേ തല തിരിഞ്ഞാടുന്ന പാൽക്കഴുങ്ങേ പാൽക്കഴുങ്ങും തല പുത്ത പിന്നെ ഞാനൊരു പൂവും ചൂടാറില്ല പാൽക്കഴുങ്ങേ തല പുത്ത പിന്നെ ഞാനൊരു പൂവും ചൂടാറില്ല പാൽക്കഴുങ്ങേ തല പുത്ത പിന്നെ ഞാനൊരു പൂവും ചൂടാറില്ല കുരിയരിവാളെന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ കുരിയരിവാളെന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ കുരിയരിവാളെന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി അതിനെയെല്ലാം പിന്നെ കുഞ്ഞിച്ചോറ് വെച്ചടിയെ അതിനെയെല്ലാം പിന്നെ കുഞ്ഞിച്ചോറ് വെച്ചടിയെ അതിനെയെല്ലാം പിന്നെ കുഞ്ഞിച്ചോറ് വെച്ചടിയെ ഔമിയാൻ എന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ ഔമിയാൻ എന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ ഔമിയാലേ പിന്നെ വെളെ തുപ്പി എറിഞ്ഞത് ഔമിയല്ലേ പിന്നെ വെളെ തുപ്പി എറിഞ്ഞത് കുരിയരിവാളെന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ കുരിയരിവാളെന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ കുരിയരിവാളെന്ത് ചെയ്തടി മോതിരമേ കുഞ്ഞി ചെറുതേ കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി കുരിയരിവാള് എന്ത് ചെയ്തടിയേ മോതിരോ കുഞ്ഞിച്ചെറുതേ കുരിയരിവാള് പിന്നെ തിരയറിയാൻ കൊണ്ടുപോയി വേദി ഒന്നിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 09. Judges please note. Code number 9 is on the stage. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിന് ശേഷം ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം വേദി ഒന്നിൽ ആരംഭിക്കുന്നതാണ്. മുഴുവൻ മത്സരാർത്ഥികളും അവരുടെ കോഡ് നമ്പറുകൾ കൈപ്പറ്റി മത്സരത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സദസ്സിന് നമസ്കാരം. മധ്യ കേരളത്തിലെ തീരദേശ മേഖലകളിൽ പുലയ സമുദായത്തിൽ പ്രചാരത്തിലുള്ളതുമായ
ആഘോഷവേളകളിൽ പാടുന്നതുമായ ഒരു കൃഷിപ്പാട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ പല ഭാവത്തിൽ വാക്കുകൾ ചേർത്ത് ഒന്നിച്ച് പാടാവുന്ന രീതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദിന്നും തഗതാ ദിന്നും തഗതാ ദിന്നും തഗതയാർ തഗതാ ദിന്നും തിമ്മി തയ്യാ ദിന്നും തിമ്മി താ ദിന്നും തിമ്മി തയ്യാറാ ദിന്നും തഗതാ ദിന്നും തഗതാ ദിന്നും തഗതയാർ തഗതാ ദിന്നും തിമ്മി തയ്യാ ദിന്നും തിമ്മി താ ദിന്നും
നാടൻപാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 10. ಕೋಡ್ ನಂಬರ್ 10. ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತದೆ. ವೇದಿಕೆಯಲ್ಲಿ ಮುಂದೆ ಕೋಡ್ ನಂಬರ್ 10 ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆಗೆ ರಿಪೋರ್ಟ್ ಮಾಡಲು ಬಾಕಿ ಇರುವವರು ತಕ್ಷಣ ವೇದಿಕೆ ನಂಬರ್ 1ರ ಸಮೀಪ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ಐ ರಿಪೀಟ್, the participants for higher secondary section Nadampatu are hereby informed to report immediately in stage number 1. Judges, please note code number 10. So bandire soba na mandire so bandire soba na mandire ಹುಟ್ಟುತನಕಾಯಿ ನಿನ ಕೆಟ್ಟ ಬಾಳನ ನಾರಿನ ಮಡಿಲ ಜಡಿ ಸೋ ಬಂದಿರ ಸೋಬಾ ನಾ ಮಂದಿರ. വയനാട്ടിലെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലെ ഗോത്രജന വിഭാഗമായ കാട്ട്നായ്ക്ക സമുദായത്തിന്റെ തനത് കലാരൂപമാണ് കോൽക്കളി. വിഷുവിനോടനുബന്ധിച്ച് തങ്ങളുടെ ആചാരപ്രകാരം 7 ദിവസം വ്രതമെടുത്ത് ആൺ പെൺവേഷങ്ങളിൽ ശരീരത്തിൽ നിറങ്ങൾ ചാരിച്ച് ശ്രീ മഹാവിഷ്ണുവിന്റെ കിരീടത്തിൽ സമാനമായി മുളയുടെ കിരീടം ശിരസിലണിഞ്ഞ് ആവേശപൂർവ്വം കൊണ്ടാടുന്ന ചടങ്ങാണിത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കോൽക്കളി വിവിധ പാട്ടുകളുടെ അകമ്പടിയോട് കൂടിയാണ് അവതരിപ്പിക്കാറുള്ളത്. ഞങ്ങളിതാ ആരംഭിക്കട്ടെ. ഖട്യാട്ടർ പദന. ಕೈಪಾಗ 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 ಸಾಮಿ
ಕೊಡಮ್ಮ ದಾಟು ತಂಗ ಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ಮೂರಣ ಸುರ್ಪಣಿ ಸುತ್ತಲಡಿಕೊಂಡತ್ತಲ ನಿತ್ತೆ ಗೋಲು ಕೊಡಮ್ಮ ದಾಟು ತಂಗ ಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ನಾಲ್ಕನ ಸುರ್ಪಣಿ ಸುತ್ತಲಡಿಕೊಂಡತ್ತಲ ನಿತ್ತೆ ಗೋಲು ಕೊಡಮ್ಮ ದಾಟು ತಂಗ ಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ಐದನ ಸುರ್ಪಣಿ ಸುತ್ತಲಡಿಕೊಂಡತ್ತಲ ನಿತ್ತೆ ಗೋಲು ಕೊಡಮ್ಮ ದಾಟು ತಂಗ ಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವ ದಾಟು ತಂಗ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನಮ್ಮಲ್ಲ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನುಮಲ ರಂಗಾಟ್ ಮಾರಯ್ಯಾರಿರೋ ತುಕು ತುಕು ಔತದಲ್ಲಿ ರಂಗಮ್ಮ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನುಮಲ ರಂಗಾಟ್ ಮಾರಯ್ಯಾರಿರೋ ಕಪ್ಪಿನ ತೋಟದಲ್ಲಿ ರಂಗಮ್ಮ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನುಮಲ ರಂಗಾಟ್ ಮಾರಯ್ಯಾರಿರೋ ಮಕ್ಕುನ ತೋಟದಲ್ಲಿ ರಂಗಮ್ಮ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನುಮಲ ರಂಗಾಟ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನಮ್ಮಲ್ಲ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಗುನುಮಲ ರಂಗಾಟ್ ಮಾರಯ್ಯಾರಿರೋ ತಾನೇ ತಂದೂನಾ ತಂದು ನಾನಾ ಒಳ್ಳೆ ಜಂಗುತ್ತ ನಂದು ನಾನಂದು ನಾನಾ ತಾನೇ ತಂದೂನಾ ತಂದು ನಾನಾ ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಂದು ನಾನಾ ತಾನೇ ತಂದೂನಾ ತಂದು ನಾನಾ ಒಳ್ಳೆ ಜಂಗುತ್ತ ನಂದು ನಾನಂದು ನಾನಾ ತಾನೇ ತಂದೂನಾ ತಂದು ನಾನಾ ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಂದು ನಾನಾ ಕಾವೇರಿಯೊಳದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ದೊಳಪವಳೆ ಒಂದೊಂದೇ ಒಂದೇ ನನ್ನದೊಂದೇ ಒಳ್ಳೆ ಜಂಗುತ್ತ ನಂದು ನಾನಂದು ನಾನಾ ಕಾವೇರಿ ಹೊಳದಲ್ಲಿ ಪವಳೆ ನನಗೊಂದು ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಂದು ನಾನಾ ಕಾವೇರಿಯೊಳದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ದೊಳಪವಳೆ ಒಂದೊಂದೇ ಒಂದೇ ನನ್ನದೊಂದೇ ಒಳ್ಳೆ ಜಂಗುತ್ತ ನಂದು ನಾನಂದು ನಾನಾ ಕಾವೇರಿ ಹೊಳದಲ್ಲಿ ಪವಳೆ ನನಗೊಂದು ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಂದು ನಾನಾ ರಾಗಮಟ್ಟವಳಂತೆ ಇವರಾಗಮಟ್ಟವಳಂತೆ ರಾಗಮಠವಳಂತೆ ವರಾಗಮಠವಳಂತೆ ರಾಗಮಟ್ಟವಳಂತೆ ಇವರಾಗಮಟ್ಟವಳಂತೆ ರಾಗಮಠವಳಂತೆ ವರಾಗಮಠವಳಂತೆ ರಾಯಿ ಬಿಸವಳಂತೆ ಇವರಾಯಿ ಬಿಸವಳಂತೆ ಬಿಸವಳಂತೆ ವರಾಯಿ ಬಿಸವಳಂತೆ ರಾಯಿ ಬಿಸವಳಂತೆ ಇವರಾಯಿ ಬಿಸವಳಂತೆ ಬಿಸವಳಂತೆ ವರಾಯಿ ಬಿಸವಳಂತೆ ಜೇನು ಕುಕ್ಕುವಳಂತೆ ಇವ ಜೇನು ಕುಕ್ಕುವಳಂತೆ ಕುಕ್ಕುವಳಂತೆ ವಜೇನು ಕುಕ್ಕುವಳಂತೆ ಜೇನು ಕುಕ್ಕುವಳಂತೆ ಇವ ಜೇನು ಕುಕ್ಕುವಳಂತೆ ಕುಕ್ಕುವಳಂತೆ ವಜೇನು ಕುಕ್ಕುವಳಂತೆ ಜಿಗಿ ಜಿಗೆ ಬಾಲಡಿಚೇಮ ಆ ಬಾಲಗಿ ಬಸಾಮಿ ಬಾಲಗಿ ಜಿಗೆ ಗಿಜಿಗೆ ಬಾಲಡಿಸೇಮ ಆ ಬಾಲೆಗಿ ಬಸಾಮಿ ಬಾಲಗಿಜಿಗೆ ಗಿಜಿಜ ನಟಿಲೆ ಬಾಲಡಿಚೇಮ ಆ ಬಾಲಗಿ ಬಸಾಮಿ ಬಾಲಗಿ ಜಿಗೆ ನಾಟಿಲೆ ಬಾಲಡಿಸೇಮ ಆ ಬಾಲೆಗಿ ಬಸಾಮಿ ಬಾಲಗಿಜಿಗೆ ಆ ಬಾಲಗಿ ಬಸಾಮಿ ಬಾಲಗಿ ಜಿಗೆ ಆ ಬಾಲೆಗಿ ಬಸಾಮಿ ಬಾಲಗಿಜಿಗೆ ಆ ಬಾಲಗಿ ಬಸಾಮಿ ಬಾಲಗಿ ಜಿಗೆ 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 ഹൈസ്കൂൾ വിഭാഗം നാടൻ പാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 11.
ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിന് ശേഷം വേദി 1-ൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം ആരംഭിക്കും. മുഴുവൻ മത്സരാർത്ഥികളും അവരുടെ കോഡ് നമ്പറുകൾ അടിയന്തരമായും കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆಗೆ ರಿಪೋರ್ಟ್ ಮಾಡಲು ಬಾಕಿ ಇರುವವರು ತಕ್ಷಣ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ಅಪೇಕ್ಷೆ. ಐ ರಿಪೀಟ್, ದ ಪಾರ್ಟಿಸಿಪೆಂಟ್ಸ್ ಫಾರ್ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಸೆಕ್ಷನ್ ನಾಡಂಪಾಟು ಆರ್ ಹಿಯರ್ ಬೈ ಇನ್ಫಾರ್ಮ್ ಟು ರಿಪೋರ್ಟ್ ಇಮಿಡಿಯೇಟ್ಲಿ ಇನ್ ಸ್ಟೇಜ್ ನಂಬರ್ 1. Judges, please note code number 11. നമസ്കാരം. ഇരുട്ടിന്മേൽ വെളിച്ചത്തിന്റെ ആധിപത്യം പുലർത്തുന്ന അതിപ്രാചീനമായ ആചാരവിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി നാട്ടുകൂട്ടത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെ അവതരിപ്പിക്കുന്ന ഒരു അടിസ്ഥാന കലാരൂപമാണ് പടയണി. മധ്യ കേരളത്തിലെ ഈ അനുഷ്ഠാന കലാരൂപത്തിൽ പണ്ടാരമറുത, ഈസാന്തൻ മറുത, കരിമറുത തുടങ്ങിയ മറുതക്കോലങ്ങൾ പ്രധാനമാണ്. പടയണിയിലെ ഒരു മറുതപ്പാട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു ഒന്നര കോടി
കസ്തൂരിയും വിയർപ്പും ചൂടും പീഡ വരുത്താതെ ഇരുന്നാലും മറുതമാരേ അസുരത്തലവനാകുന്ന രാജൻ അവരുടെ ഭാര്യയാ മറുതയക്ഷിയെ കുമരൻ തന്റെ അച്ഛനാരുൾകയാലേ മുതപ്പെണ്ണെ കൂഴ ഞാടി തൊള്ള് ആധാരമെന്നമ്മേ ചെയ്തവളെ അരിശം വരുത്താതെ തായോ തായേ കുശാതെ നെഞ്ചു പീളർന്നെടുത്തേ കളെ പറിച്ചു നീ കോയിൽ കൊള്ളുക മണ്ഡപം കൂടെ മണിപ്പന്തൽ ഗോപുരം മണ്ഡപശാല വിധാനത്തിൽ തീപ്പന്തം മണ്ഡപം കൂടെ മണിപ്പന്തൽ ഗോപുരം മണ്ഡപശാല വിധാനത്തിൽ തീപ്പന്തം മീനത്തിൽ നേരത്തിൽ ശാന്തൻ വാതുക്കൾ പിന്നെ വെളുത്തോര് താളത്തിൽ വെറ്റില മീനത്തിൽ നേരത്തിൽ ശാന്തൻ വാതുക്കൾ പിന്നെ വെളുത്തോര് താളത്തിൽ വെറ്റില താനത്ത മംഗമാറാടി കളിക്കുമ്പോൾ വഴാതെ ചൊല്ലിവാൻ എന്റെ മറുതായെ താനത്തെ മംഗമാറാടി കളിക്കുമ്പോൾ വഴാതെ ചൊല്ലിവാ എന്റെ മറുതായെ അയ്യയ്യയ്യയ്യയ്യയ്യാ 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 അയ്യ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 യ്
കാഞ്ഞിരത്തിൽ കൊടി കൊടുക്കുമോ നീയെ തന്താനാനെ താനിനാനെ തന്താനാനെ താനിനാനെ നെറ്റിൽ ചന്ദനം തൊടുക്കുമോ നീയെ ചൊവ്വരിയാട് ഉടുത്തവൾ നീയെ തന്താനാനെ താനിനാനെ തന്താനാനെ താനിനാനെ കുത്തിരി ദീപം കുറിപ്പോൾ നീയെ കുടൽ കൊണ്ട് മാലയടിന്തവൾ നീയെ തന്താനാനെ താനിനാനെ തന്താനാനെ താനിനാനെ വാളുവലങ്കിൽ കൊടുക്കുമോ നീയെ കോഴിയിടങ്കൽ കൊടുക്കുമോ നീയെ തന്താനാനെ താനിനാനെ തന്താനാനെ താനിനാനെ ഓരോരോ മാമലമേ നിന്നെ ഓരോരോ മറുത വന്നേ ആ കരിമാല മുകളിലെ നിന്നെ കരിനീല മറുത വന്നേ ആ പാണ്ഡിയൻ മാമലമേ നിന്നെ പാണ്ടാര മറുത വന്നേ ആ ഇല്ലിക്കാൽ കൊടുമുടിമേ നിന്നെ ഈശാന്തൻ മറുത വന്നേ ആ ഓരോരോ മാമലമേ നിന്നെ ഓരോരോ മറുത വന്നേ ആ നന്ദി. ഇതോടുകൂടി ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം അവസാനിച്ചതായി അറിയിക്കുന്നു. ഈ വേദിയിൽ അടുത്തതായി ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. May I request one of the escorting teacher of GHSS Uppala, please contact the officials of stage number 1 immediately. Government Higher Secondary School Uppala, ಇದರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಎಸ್ಕಾಟಿಂಗ್ ಟೀಚರ್ಗಳಲ್ಲಿ ಒಬ್ಬರು ದಯಮಾಡಿ ವೇದಿಕೆ ನಂಬರ್ 1 ಅಫಿಷಿಯಲ್ಸ್ ಅನ್ನ ಸಂಪರ್ಕಿಸಬೇಕಾಗಿ ಅಪೇಕ್ಷೆ.
ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆ ಮುಕ್ತಾಯಗೊಂಡಿದೆ. ಇನ್ನು 10 ನಿಮಿಷಗಳ ವಿರಾಮದ ನಂತರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಆರಂಭಗೊಳ್ಳಲಿದೆ. ವೀಕ್ಷಕರ ಗಮನಕ್ಕೆ, ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆಯ ಫಲಿತಾಂಶವನ್ನು ಈಗ ತೀರ್ಪುಗಾರರು ನೀಡಲಿದ್ದಾರೆ. ಅದರ ನಂತರ ಈ ವೇದಿಕೆಯಲ್ಲಿ 10 ನಿಮಿಷದ ವಿರಾಮವಿರುತ್ತದೆ. ಸರಿಯಾಗಿ 2:40ಕ್ಕೆ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ. ಇದೀಗ ನಡೆದ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ನಾಡಂಪಾಟು ಸ್ಪರ್ಧೆಯ ಫಲಿತಾಂಶವನ್ನು ತೀರ್ಪುಗಾರರು ಭೋಜನವನ್ನು ಸ್ವೀಕರಿಸಿ 10 ನಿಮಿಷಗಳ ನಂತರ ಅಂದರೆ 2:40ಕ್ಕೆ ಘೋಷಿಸಲಿದ್ದಾರೆ. ಐ ರಿಪೀಟ್, ದ ರಿಸಲ್ಟ್ ಆಫ್ ಹೈಸ್ಕೂಲ್ ಸೆಕ್ಷನ್ ನಾಡಂಪಾಟು will be announced in stage number 1 at 2:40 p.m. Please cooperate.
ಈಗ 10 ನಿಮಿಷದ ವಿರಾಮ.
മാരൻ റെഡിയാണ് നാടി കല്യാണ തലമേളം വേറെ മാറി സടുകുടു സടുവരെ ടാങ്കോ വട വാങ്ങോ അടിപിടി ഇടിപിടി ഇനി പഴയ കോമഡി കളിച്ചിരി കളി വരെ മോഡ് പല മോഡ് പണി വരും പണി തരും അത് അതേ കോമഡി എന്റെ കണ്ണുകളിൽ മിന്നണ പെണ്ണാളെ കണ്ടില്ലേ ആ കൺകുളിരിൽ മുങ്ങണ നീരാട്ടു നാളല്ലേ ഇനിയാ പോനാ പോകട്ടും പോട്ടാ ഇനിയാ ദോഷം ഇറയാ വേഷം വിട് വിട് വഴി വിട് ഇനി ചില്ലാല കടികളാട്ട ഇത് വേണ്ടതല്ലേ വേണ്ടതല്ലേ വേണ്ടിടാത്ത തോന്നലല്ലേ വേണ്ടത് പിന്നെ പ്രഭുനേവനാദി ജോഡിയല്ലേ കേമിയല്ലേ റെഡിയാ മാരൻ റെഡിയാണ് എല്ലാരും ചൊല്ലുന്നതല്ലിവൻ കജ്ജുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണേ ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ കടലാണേ നീന്തി കയറിയ പോരിശയുള്ളൊരു ബാല്യക്കാരൻ നെഞ്ചാണേ ലഞ്ചി കൊഞ്ചണ കണ്ണഞ്ചുന്നൊരു ചെഞ്ചൊടിമാരൻ ഗുണ്ടായി മറുസരിയുണ്ട് കാതിലു കടുക്കനും വേറുണ്ട് അതതിനും ഉൾപ്പൊരു ലേസുണ്ട് കളിയാണ് കച്ചില് വേറുണ്ട് മണിയറ തുറക്കണ ചിരിയുണ്ട് ചിരിയില് ചേല് പൊതിയുണ്ട് അരിമുല്ല കണക്കിന് കഥയുണ്ട് കഥയാണ് പറയാനേറുണ്ട്. Game with a lot of gold. Remember when you wanted this naivety was all you on. A stone and got in you were like, man, what you on? Now you're like, talk about the drugs I gave your dad a dose. Baby, destroying these women left, right, and center. Maybe the time to be fighting curtains or it just winter. Babies without names, father or family roots. Harder it gets for them, average is set for them high. You keep walking back as I cover you. Had to come back from behind and say you covered like hover you. Coming back from all the mess like you know nothing does bother you. Where did you get all the collar and the Nike who powered you? Products all around but poverty and real. Tap it even till make it look like monetary deals. Daffodils to kill, I used to get a put him in the base. You murderer, seems like you lost the people who you could have called a furtherer. Now you go door to door.
ഇനിയും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള മുഴുവൻ ആളുകളും അടിയന്തരമായും ഭക്ഷണശാലയിലെത്തി ഭക്ഷണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദി നമ്പർ 1 അടുത്തതായി ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻപാട്ട് മത്സരം ആരംഭിക്കും. ಮಧ್ಯಾಹ್ನದ ಭೋಜನ ಸ್ವೀಕರಿಸಲು ಬಾಕಿ ಇರುವವರು ಆದಷ್ಟು ಬೇಗನೆ ಭೋಜನ ಶಾಲೆಗೆ ಬರಬೇಕಾಗಿ ಅಪೇಕ್ಷೆ. ಹಲೋ ಹಲೋ ಮಕ್ಕಳು ಗಮನಿಸಿ, ಗ್ರೀನ್ ರೂಮಲ್ಲಿ ಮತ್ತು ಸ್ಟೇಜ್ ಸಮೀಪ ಅಥವಾ ಎಲ್ಲಿಯಾದರೂ ತಮ್ಮ ಬ್ಯಾಗುಗಳನ್ನು ಇಡುವಾಗ ತುಂಬ ಜಾಗ್ರತೆ ವಹಿಸಬೇಕು. ನಿಮ್ಮ ಸಾಮಗ್ರಿಗಳು ಅಥವಾ ನಗದು ಎಲ್ಲಿಯಾದರೂ ಕಾಣೆಯಾದರೆ ನೀವೇ ಜವಾಬ್ದಾರರಾಗಿ ಇರ್ತೀರಿ. ಮುಖ್ಯವಾಗಿ ಹುಡುಗಿಯರು ಗಮನಿಸಬೇಕು, ಬ್ಯಾಗನ್ನು ಒಂದು ಕಡೆ ಇಟ್ಟಿದ್ರೆ ಅಲ್ಲಿ ಯಾರಾದರೂ ನಿಮ್ಮವರು ನಿಂತ್ಕೊಳ್ಬೇಕು. ಈಗ ಕೆಲವು ಮಕ್ಕಳ ಹಣ ಕಾಣೆಯಾಗಿದೆ, ಜಾಗ್ರತೆ ಮಾಡಿ.
വിദ്യാർത്ഥികളുടെയും മത്സരാർത്ഥികളുടെയും ശ്രദ്ധക്ക് നിങ്ങളുടെ ബാഗുകളും അതിൽ ഉൾപ്പെട്ട പേഴ്സ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളും നിങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. വേദി 1-ൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻ പാട്ട് മത്സരമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നത്. മുഴുവൻ മത്സരാർത്ഥികളും മത്സരത്തിന് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വിധികർത്താക്കളിൽ ഒരാളായ നിഖിൽ മയലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നാടൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അടിച്ചമർത്തപ്പെട്ടവന്റെ പാട്ടുകളാണ്, അടിച്ചമർത്തപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. നമ്മുടെ പാട്ടുകളാണ്, നമ്മുടെ നാടിന്റെ പാട്ടുകളാണ്. മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത
നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച പാട്ടുകളാണ് നാടൻ പാട്ടുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 11 ടീമുകൾ മാറ്റിവെച്ച മത്സരത്തിൽ നല്ലൊരു നിലവാരം കാഴ്ചവെക്കാൻ ഈ ഒരു മത്സരത്തിന് സാധിച്ചിട്ടില്ല എന്ന് ഏറെ ഖേദത്തോടെ അത് തന്നെ പറയട്ടെ. താളത്തിന് 20 മാർക്കുണ്ട്. തനത് പാട്ടിന് തനത് വാദ്യോപകരണങ്ങളുടെ തനിമയാർന്ന ഉപയോഗം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുലയരുടെ വാദ്യോപകരണം തുടിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഏത് പാട്ടാണോ, ഏത് വിഭാഗത്തിന്റെ പാട്ടാണോ പാടുന്നത്, ആ വിഭാഗത്തിന്റെ വാദ്യോപകരണം, തനത് വാദ്യോപകരണം ഉപയോഗിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാട്ടുനായ്ക്ക വിഭാഗം എന്ന് പറഞ്ഞ ഒരു വിഭാഗം, അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിന്റെ ഒരു പാട്ട് പാടുമ്പോൾ ചെണ്ട അടിച്ച് പാടിയാൽ നമുക്ക് ഒരിക്കലും അതിനെ പരിഗണിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ആദിവാസി ഗോത്ര വിഭാഗവും ചെണ്ട ഒരു വാദ്യോപകരണമായി ഉപയോഗിക്കുന്നില്ല. കാട്ടുനായ്ക്ക എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ പാട്ട് കോഡ് നമ്പർ 10 പാടി കാട്ടുനായ്ക്ക നല്ല പാട്ടാണ്, നല്ല മനോഹരമായ കുട്ടികളത് പാടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ ഉപയോഗിച്ച വാദ്യോപകരണങ്ങൾ ജോഡുപരെ, ദമ്പട്ട്, ഗരുഡ് ഇങ്ങനെയുള്ള ഉപകരണങ്ങളാണ് കാട്ടുനായ്ക്ക വിഭാഗം. കാട്ടുനായ്ക്ക എന്ന് വെച്ചാൽ കാട്ടിലെ നായകന്മാരാണ്. തേൻ ശേഖരിക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. അപ്പോൾ കാട്ടുനായ്ക്കരുടെ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ തനത് വാദ്യോപകരണം ഉപയോഗിക്കുക എന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. 20 മാർക്ക് വാദ്യത്തിനുണ്ട്. അതുപോലെ തന്നെ മുൻപാട്ടുകാരനും പിൻപാട്ടുകാരനും തമ്മിൽ ശ്രുതിച്ചേർച്ച, സാഹിത്യം, ആ പാട്ടിൻ്റെ സാഹിത്യം, തനത് രീതിയിലുള്ള ഉച്ചാരണ ശൈലി എന്നിവയൊക്കെ നാടൻ പാട്ടിൻ്റെ വിധി നിർണയത്തിന് കൃത്യമായി നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ വരികൾ വളരെ കൃത്യത പാലിക്കണം. ഇപ്പം ഭൈരവൻ പാട്ട് പാടി, നമ്മുടെ അല്ലേ തെയ്യമാണ് ഭൈരവൻ. ഭൈരവന്റെ തോറ്റം പാട്ടില് കൂർത്ത വില്ല് എന്നൊക്കെ പാടുന്ന കേട്ടു. കൂർത്ത വില്ലല്ല, പർവ്വതീം കുത്തവിൽ, കുത്തവിൽ, കുത്തിയ അവില്, അത് പ്രാസം ചേരാൻ വേണ്ടി കുത്തവിൽ എന്ന് പാടുന്നതാണ്. കൂർത്ത വിൽ എന്നാണ് മക്കൾ പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ ഉണ്ടായിരുന്നു, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാരിത്തോല് ധരിച്ചവനോ എന്ന് പാടും. നാരിത്തോലല്ല, നരിയാണ്, നരിയുടെ തോല്, നരിത്തോല് ധരിച്ചവനോണ. അങ്ങനെയുള്ള ഈ യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ മക്കൾക്ക് പറ്റുന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ, പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴയുടെ കൃഷിപ്പാട്ട് 2012 സംസ്ഥാന കലോത്സവത്തിൽ വന്നൊരു പാട്ടായിരുന്നു ഈ ആലപ്പുഴയുടെ കൃഷിപ്പാട്ട്. അതിൻ്റെ സാഹിത്യവും അതിൻ്റെ വരികളും ഒക്കെ തെറ്റിച്ചിട്ടാണ് എല്ലാ മക്കളും പാടിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ കോഡ് നമ്പർ 8 പുലിയ സമുദായത്തിന്റെ വട്ടക്കളി എന്ന് പറഞ്ഞിട്ടുണ്ട്. വട്ടക്കളി എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ആദിവാസി ഗോത്ര വിഭാഗമായ പണിയരുടെ പാട്ടാണ് വട്ടക്കളി. ഇതാണ് വട്ടക്കളിയുടെ ഒരു പാട്ട്. നല്ല നല്ല മൊട്ടന്മാരെ കണ്ണു വെച്ചോളെ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് പണിയരുടെ വട്ടക്കളിയുടെ പാട്ടുകൾ. അത് പുലിയരുടെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് പാടിയിട്ട് കണ്ട്. ഉടുക്ക് ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ വാദ്യോപകരണമല്ല, പണിയരുടെ വാദ്യോപകരണം തുടിയും കുറുങ്കുഴലുമാണ്. അങ്ങനെ ഇവിടെ വന്ന പാട്ടുകൾക്ക് തനിമയാർന്ന വാദ്യോപകരണങ്ങൾ പലരും ഉപയോഗിച്ചിട്ടില്ല. പലരും തുടിക്ക് പകരം ഡോലക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. തുടി എന്ന് പറഞ്ഞ സാധനം വെറുതെ ടും 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 അടിക്കുന്ന ഒരു സാധനമല്ല. ടും 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 മിമിക്രി കാണിക്കുന്നതല്ല. ഇങ്ങനെ നല്ല രീതിയിലുള്ള താളങ്ങള് ഇങ്ങനെ അടിച്ചു വായിക്കുന്ന സാധനമാണ് തുടി. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ടും 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 നടിച്ചാല് അതിനെ പരിഗണിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇത് പറഞ്ഞു തരുന്നത് ഇനിയും അടുത്ത വർഷം മത്സരിക്കുമ്പോൾ നല്ല രീതിയിൽ മക്കൾ മത്സരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും ജില്ലയിലേക്ക് നമുക്കൊരു ടീമിനെ പറഞ്ഞയക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വന്നതും വെച്ച് താളവും പാട്ടും ശ്രുതിയും ചർച്ചയും ഒക്കെ നോക്കി തമ്മിൽ ഭേദം ഒരു ടീമിനെ നമുക്ക് എന്തായാലും തിരഞ്ഞെടുക്കണമല്ലോ. അതുകൊണ്ട് ഈ വന്നതിൽ 3 ടീമുകൾക്ക് മാത്രമേ എ ഗ്രേഡ് കൊടുക്കാനുള്ള നിർവാഹമുള്ളൂ. കോഡ് നമ്പർ 6-നും കോഡ് നമ്പർ 9-നും കോഡ് നമ്പർ 10-നും ഈ 3 ടീമുകൾക്ക് എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോഡ് നമ്പർ 6-നെ അടുത്ത തലത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ.
GHSS മംഗൾപാടി സ്കൂളിലെ ഫാത്തിമത്തുൽ ലുത്തുഫ എത്രയും പെട്ടെന്ന് സ്റ്റേജ് നമ്പർ 38 എത്തിച്ചേരേണ്ടതാണ്. GHSS മംഗൾപാടി സ്കൂളിലെ ഫാത്തിമത്തുൽ ലുത്തുഫ എത്രയും പെട്ടെന്ന് സ്റ്റേജ് നമ്പർ 38 എത്തിച്ചേരേണ്ടതാണ്. വേദി 1 ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ നാടൻ പാട്ട് മത്സരം ആരംഭിക്കുന്നു. ജഡ്ജസ് പ്ലീസ്. കോഡ് നമ്പർ 1.
കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടിവരുന്ന ഊച്ചാർ പാട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വാഴേണം 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 ദൈവമേ, വാഴേണം 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 ദൈവമേ, വാഴേണം 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 ദൈവമേ, വാഴേണം 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 ദൈവമേ. ആകാശവും ഭൂമിയും വാഴേണം ദൈവമേ, ആകാശം ഭൂമിയും വാഴേണം ദൈവമേ, ആകാശവും ഭൂമിയും വാഴേണം ദൈവമേ, ആകാശവും ഭൂമിയും വാഴേണം ദൈവമേ. പാത്തില്ലം പാത്തില്ലം
secondary section Nadampattu competition continues. Judges, please note. Next, code number 2. ಆಗಲಿಲ್ಲ.
പ്രത്യേകിച്ച് നാടൻപാട്ട് വഞ്ചിപ്പാട്ട് മത്സരരംഗത്തും സജീവ സാന്നിധ്യം. കുട്ടികളുടെ കലാജാഥയുടെ മുഖ്യ സംഘാടകൻ, നാടൻപാട്ട് പഠിതാവ്, പ്രചാരകൻ കൂടിയാണ്. റെഡ് എഫ്.എമ്മിൽ പരിപാടി അവതരിപ്പിച്ച് ശ്രദ്ധ നേടി. സബ് ജില്ലാ, ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ, അതുപോലെ വിദ്യാരംഗം കേരളോത്സവം, CBSE കലോത്സവം, കുടുംബശ്രീ താലൂക്ക് ജില്ലാ മത്സരങ്ങൾ, ആരോഗ്യ സർവകലാശാല കലോത്സവം തുടങ്ങിയ വിവിധ മത്സര ഇനങ്ങളിൽ നാടൻപാട്ട് വിധികർത്താവായി 15 വർഷമായിട്ടുള്ള സേവന പരിചയം. നാടൻ കലാകാരന്മാരുടെ സംഘടനയായ നാട്ടു കലാകാര കൂട്ടത്തിൻ്റെ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും നാടൻപാട്ട് മേഖലയിൽ സജീവമായി തുടരുകയാണ് ശ്രീ സജിത്ത് തുരുത്തി. മറ്റൊരു വിധികർത്താവ് നമസ്കാരം. വയനാട് ജില്ലയിലെ അതിർത്തി പ്രദേശത്തിലെ ഗോത്രജന വിഭാഗമായ ജേനക്കുറുപ്പ വിഭാഗത്തിന്റെ വേട്ടപ്പാട്ട്. ജേൻ എന്ന് പറഞ്ഞാൽ തേൻ. കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ പാടി വരുന്ന പാട്ട്. തനത് നാട്ടുവാദ്യങ്ങളുടെ അകമ്പടികളോട് കൂടി തനത് നാടൻ കലകളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു വേട്ടപ്പാട്ട്. കായ് കായിട്ട പാടനോ നാഗ ജേನು ಕುರುಪ ಮಕ್ಕ ನಾಂಗ ನಾಂಗ ನಾಟಿನ ಪರಂದವಳು ಇಲ್ಲೇ ಕಾಡಿನ ಪರಂದವಳು ಸೋ 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 ಸೋ
ഹയർ സെക്കൻഡറി വിഭാഗം നാടൻ പാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 03. കോഡ് നമ്പർ 3 ഈസ് ഓൺ ദ സ്റ്റേജ്. നാടൻ പാട്ട് മത്സരത്തിന്റെ മറ്റൊരു വിധികർത്താവായി എത്തിയിരിക്കുന്നത് ശ്രീ നിഖിൽ മയ്യിൽ. കഴിഞ്ഞ 15 വർഷമായി നാടൻ പാട്ട് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. കേരള ഫോക്ലോർ പ്രതിഭാ പുരസ്കാരം, സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്, ബിഹൈൻഡ് ദി കർട്ടൻ സംസ്ഥാന കലാശ്രീ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് പരിശീലകൻ, സബ് ജില്ലാ സ്കൂൾ കലോത്സവം, കുടുംബശ്രീ കലോത്സവം, NGO കലോത്സവം, ആരോഗ്യ സർവകലാശാല മത്സരം തുടങ്ങി വിവിധ മത്സര ഇനങ്ങളിൽ വിധികർത്താവായിരുന്നിട്ടുണ്ട്. കണ്ണൂർ വടക്കൻസ് എന്ന നാടൻപാട്ട് കലാസമിതിയുടെ അമരക്കാരൻ കൂടിയാണ് ശ്രീ നിഖിൽ വിമൽ മയ്യൽ. Judges, please note. Code number 3 is on the stage. കേരളത്തിലെ ആദിവാസി വിഭാഗമായ പണയ വിഭാഗത്തിൻ്റെ വട്ടക്കളിക്ക് പിന്നിലുള്ള നാടൻ പാട്ടാണ് ഞങ്ങൾ ഇവിടെ പാടാൻ പോകുന്നത്. ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് പൊട്ടിക്കണി പൊങ്കുരത്തി തിമിയോ തിമി ബാത്തമാ തീയാട് ഉണ്ട് കാഞ്ച് നീയങ്ങ് മുമ്പിൽ ബാത്തമാ കൊലക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീയങ്ങ് മുമ്പിൽ ബാത്തമാ ഞണ്ടക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീയങ്ങ് മുമ്പിൽ ബാത്തമാ പൊട്ടിക്കണി പൊങ്കുരത്തി തിമിയോ തിമി ബാത്തമാ തീയാട് ഉണ്ട് കാഞ്ച് നീയങ്ങ് മുമ്പിൽ ബാത്തമാ കൊലക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീയങ്ങ് മുമ്പിൽ ബാത്തമാ ഞണ്ടക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീയങ്ങ് മുമ്പിൽ ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് അപ്പക്ക് വെച്ച കണ്ണിന്റെ ബെല്ല കാലപ്പിരാന്തത്തി കുറിച്ചോണ്ട് പോയോളൂ. അപ്പക്ക് വെച്ച കണ്ണിന്റെ ബെല്ല കാലപ്പിരാന്തത്തി കുറിച്ചോണ്ട് പോയോളൂ. കുത്തി നടിച്ച് കാലായേ യാരാ നടിച്ച് കാലായേ 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 ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് കണ്ട കണ്ട കൽമൂപ്പ മൂപ്പട പെങ്ങട സൽഗടം ചൊൽകൂടു. കണ്ട കണ്ട കൽമൂപ്പ മൂപ്പട പെങ്ങട സൽഗടം ചൊൽകൂടു. ചൊൽകുడు కావో నేరం మంజా నేరసు తప్పియ పొన్ను చొల్గుడు కావో నేరం మంజా నేరసు తప్పియ పొన్ను పొన్ను ముడి పాతాలో కోయిన తప్పువ దేవరే పొన్ను ముడి పాతాలో కోయిన తప్పువ దేవరే దేవర నిండా కోలిలో వచ్చా కచ్చా పోయాలో దేవర నిండా కోలిలో వచ్చా వచ్చా పోయాలో పౌత్త డక్కడ మూకు చతి కాదిలిట కొంగమ్మే పౌత్త చక్కడ మూకు చతి కాదిలిట కొంగమ్మే పౌత్త నారంగ పారిక మోయప బెళ్ళంజ పాంబు కడిచలే పౌత్త నారంగ పారిక మోయప బెళ్ళంజ పాంబు కడిచలే గుట్టి
നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ കുത്തി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹൈ ഹിയാ ഹിയാ ഹൈ കണ്ട കൽമൂപ്പ മൂപ്പട പെങ്ങട സൊൽകടം ചൊൽകൂടു ഓയ് കണ്ട കണ്ട കൽമൂപ്പ മൂപ്പട പെങ്ങട സൽകടം ചൊൽകൂടു ഓയ് ചൊൽകുടു കാവോ നേരം മജാ നേരസ് തപ്പിയ പൊണ്ണോ ചൊൽകുടു കാവോ നേരം മജാ നേരസ് തപ്പിയ പൊണ്ണോ പൊണ്ണു മുടി പാത്താലോ കോയിന തപ്പുവ ദേവരേ പൊണ്ണു മുടി പാത്താലോ കോയിന തപ്പുവ ദേവരേ ദേവര നിണ്ടാ കോലിലോ ഒച്ചാ കൊച്ചാ പോയാലോ ദേവര നിണ്ടാ കോലിലോ ഒച്ചാ കൊച്ചാ പോയാലോ പൗത്ത ഡക്കട മൂക്ക് ചത്തി കാതിലിട്ട കൊങ്കമ്മേ പൗത്ത ചക്കട മൂക്ക് ചത്തി കാതിലിട്ട കൊങ്കമ്മേ പൗത്ത നാരങ്ങ പാലിക്ക പോയപ്പോ വെള്ളഞ്ഞ പാമ്പ് കടിച്ചല്ലേ പൗത്ത നാരങ്ങ പാലിക്ക പോയപ്പോ വെള്ളഞ്ഞ പാമ്പ് കടിച്ചല്ലേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് എക്കാലക്ക് എക്കുമമ്മച്ചേ എക്കാലമൊക്കെ പൈക്കണേ എക്കാലക്ക് എക്കുമമ്മച്ചേ എക്കാലമൊക്കെ പൈക്കണേ പൊന്നും വേണ്ട വീടും വേണ്ട മുക്കാണ്ടേ ഇത്ര നല്ല പൊന്നും വേണ്ട വീടും വേണ്ട മുക്കാണ്ടേ ഏട്ടം വെച്ച ഏട്ടത്തിയമ്മേ കരിക്കും വെള്ളം പറ്റിച്ചേ ഏട്ടം വെച്ച ഏട്ടത്തിയമ്മേ കരിക്കും വെള്ളം പറ്റിച്ചേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് പൊട്ടിക്കണ്ണി പൂങ്കുരത്തി തിമിയോ തിമി ബാത്തമാ തീയാടെ ഉണ്ട് കാഞ്ചി നീങ്ങ് മുമ്പില് ബാത്തമാ കൊലക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീങ്ങ് മുമ്പില് ബാത്തമാ ഞണ്ടക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീങ്ങ് മുമ്പില് ബാത്തമാ പൊട്ടിക്കണ്ണി പൂങ്കുരത്തി തിമിയോ തിമി ബാത്തമാ തീയാടെ ഉണ്ട് കാഞ്ചി നീങ്ങ് മുമ്പില് ബാത്തമാ കൊലക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീങ്ങ് മുമ്പില് ബാത്തമാ ഞണ്ടക്ക് പോയക്ക് കൊടുത്ത ബാത്തേ നീങ്ങ് മുമ്പില് ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് അപ്പക്ക് വെച്ച കഞ്ഞിന്റെ ബെല്ല കാലപ്പിരാന്തത്തി കുറിച്ചോണ്ട് പോയോളൂ അപ്പക്ക് വെച്ച കഞ്ഞിന്റെ ബെല്ല കാലപ്പിരാന്തത്തി കുറിച്ചോണ്ട് പോയോളൂ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ 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 ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് കണ്ട കണ്ട കൽമൂപ്പ മൂപ്പട പെങ്ങട സൽഗടം ചൊൽകൂടു കണ്ട കണ്ട കൽമൂപ്പ മൂപ്പട പെങ്ങട സൽഗടം ചൊൽകൂടു ചൊൽകുడు కావో నేరం మంజా నేరస్ తప్పియ పొన్నో చొల్గుడు కావో నేరం మంజా నేరస్ తప్పియ పొన్నో పొన్ను ముడి పాతాలో కోయిన తప్పు దేవరే పొన్ను ముడి పాతాలో కోయిన తప్పు దేవరే దేవర నిండా కోలిలో వచ్చా కచ్చా పోయాలో దేవర నిండా కోలిలో వచ్చా కచ్చా పోయాలో పౌత్తడెక్కడ ముక్కు చతి కాదులిట కొంగమ్మే పౌత్తడెక్కడ ముక్కు చతి కాదులిట కొంగమ్మే పౌత్త నరగం పలికం పోయపం బెలిഞ്ഞ പാമ്പ് കടിച്ചലേ പൗത്ത നരകം പലിക്കം പോയപ്പം ബെലിഞ്ഞ പാമ്പ് കടിച്ചലേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് എക്കാലക്ക് യക്കുമ വെച്ച് എക്കാലമൊക്കെ പൈക്കണേ എക്കാലക്ക് യക്കുമ വെച്ച് എക്കാലമൊക്കെ പൈക്കണേ ഇത്ര നല്ല പൊന്നും വേണ്ട വീടും വേണ്ട മുക്കാണ്ടേ ഇത്ര നല്ല പൊന്നും വേണ്ട വീടും വേണ്ട മുക്കാണ്ടേ ഏട്ടം വെച്ച ഏട്ടത്തിയമ്മേ കാരിക്കും എല്ലാം വെട്ടിച്ചേ ഏട്ടം വെച്ച ഏട്ടത്തിയമ്മേ കാരിക്കും എല്ലാം കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ കുട്ടി നടിച്ച് കാലായേ ആരാ നടിച്ച് കാലായേ ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 തിമിയോ തിമി ബാത്തമാ ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് ഹിയാ ഹിയാ ഹോയ് 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 Higher secondary section Nadam Pato competition continues. 21 countries.
Next, code number Proud alumni and more than 700 centers worldwide, GTEC stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTEC is unwavering in its mission to fill the skill gaps in today's rapidly evolving industry. GTEC is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTEC legacy. GTEC, a titan of computer education spanning 21 countries globally, with over 3 million proud alumni and more than 700 centers worldwide, GTEC stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTEC is unwavering in its mission to fill the skill gaps in today's rapidly evolving industry. GTEC is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTEC legacy. GTEC, a titan of computer education spanning 21 countries globally, with over 3 million proud alumni and more than 700 centers worldwide, GTEC stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTEC is unwavering in its mission to fill the skill gap. ಬಂದಿರೆ ಸೋಬಾನ ಮಂದಿರೆ ಸೋ ಬಂದಿರೆ ಸೋಬಾನ ಮಂದಿರೆ ಉಡುದೆನ ಕಾಯಿ ನಿನ್ನ ಕಟ್ಟು ಮಾಳೇನೆ ನಾರಿನ ಮಡಿಲೆ ಜೇಡಿ ಸೋ ಬಂದಿರೆ സോബാന മന്ദിരേ. വയനാട്ടിലെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലെ ഗോത്രസമുദായ വിഭാഗമായ കാട്ടുനായ്ക്കാർ സമുദായത്തിന്റെ തനത് കലാരൂപമാണ് കോൽക്കളി. അതിനോടനുബന്ധിച്ച് താങ്കളുടെ ആചാരപ്രകാരം 7 ദിവസം വ്രതമെടുത്ത് ആൺ പെൺവേഷങ്ങളിൽ ശരീരത്തിൽ നിറങ്ങൾ ചാലിച്ച് ശ്രീ മഹാവിഷ്ണുവിന്റെ കിരീടത്തിന് സമമായി മുള കൊണ്ടുണ്ടാക്കിയ കിരീടം ശിരസിലണിഞ്ഞ് ആവേശപൂർവ്വമായി കൊണ്ടാടുന്ന ചടങ്ങാണിത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കോൽക്കളി വിവിധ പാട്ടുകളുടെ അകമ്പിടിയോടാണ് അവതരിപ്പിക്കാറുള്ളത്. ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ കോൽ, തുടി, ഡോൽ എന്നീ വാദ്യങ്ങളുടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഗട്ടിയാട്ടി പതര. കൈപ്പാക 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 സാമി ದೇವಾರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರುಗಾಲ ದೇವಾರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಕೈಪಾಗ 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 ಸಾಮಿ
ನಾಟ್ ತಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾಟ್ ತಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾಟ್ ತಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾಟ್ ತಂಗೆ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಡುಗು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಕುಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಡುಗು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ತುಕ್ಕು ಅಲ್ಲದಲ್ಲಿ ರಂಗಮ್ಮ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಡುಗು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಹೊಲ ಕಬ್ಬಿನ ತೋಟದಲ್ಲಿ ರಂಗಮ್ಮ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಡುಗು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ಹೊಲ ಮಬ್ಬುನ ತೋಟದಲ್ಲಿ ರಂಗಮ್ಮ ರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತುಕ್ಕು ಮಾರಯ್ಯಾರಿರೋ ತುಡುಗು ಮಲರಂಗಾತ್ ಮಾರಯ್ಯಾರಿರೋ ತಾನೇ ತಂದು ನಂದು ನಾನಾ ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಾ 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 ಕಾವೇರಿ ಹೊಲದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ತಳೆದವಳೆ ಒಂದೊಂದು ಒಂದು ನನಗೊಂದು ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಾ ಕಾವೇರಿ ಹೊಲದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ತಳೆದವಳೆ ಒಂದೊಂದು ಒಂದು ನನಗೊಂದು ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಾ ಕಾವೇರಿ ಹೊಲದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ತಳೆದವಳೆ ಒಂದೊಂದು ಒಂದು ನನಗೊಂದು ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಾನಾ ಆಗಮಡವಳಂತೆ ಇವಳಾಗಮಡವಳಂತೆ ಆಗಮಡವಳಂತೆ ಇವಳಾಗಮಡವಳಂತೆ ಆಗಮಡವಳಂತೆ ಇವಳಾಗಮಡವಳಂತೆ ಆಗಮಡವಳಂತೆ ಇವಳಾಗಮಡವಳಂತೆ ಜೆನ್ನು ಸಣ್ಣವಳಂತೆ ಇವಳ ಜೆನ್ನು ಸಣ್ಣವಳಂತೆ ಜೆನ್ನು ಸಣ್ಣವಳಂತೆ ಇವಳ ಜೆನ್ನು ಸಣ್ಣವಳಂತೆ ರಾಯ್ ಬಿಸವಳಂತೆ ಇವಳ ರಾಯ್ ಬಿಸವಳಂತೆ ರಾಯಿ ಕಿಸವಳಂತೆ ಇವಳ ರಾಯಿ ಕಿಸವಳಂತೆ ಕಿಜಿ ಕಿಜಿರೆ ಬಾಲಡಿಚೇಮ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ಕಿಜಿ ಕಿಜಿರೆ ಬಾಲಡಿಸೇಮ ಅಬಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿಜಿರೆ ಇಂದ ನಾಟಿಲೆ ಬಾಲಡಿಚೇಮ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ಇಂದ ನಾಟಿಲೆ ಬಾಲಡಿಸೇಮ ಅಬಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿಜಿರೆ ಕಿಜಿ ಕಿಜಿರೆ ಬಾಲಡಿಚೇಮ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ಕಿಜಿ ಕಿಜಿರೆ ಬಾಲಡಿಚೇಮ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ಕಿಜಿ ಕಿಜಿರೆ ಬಾಲಡಿಚೇಮ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ಅಪಾಲೇರಿ ಬಸಾಮಿ ಬಾಲಕಿ ಜೀರೆ ഇതോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗം
committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. GTech, a titan of computer education spanning 21 countries globally with over 3 million proud alumni and more than 700 centers worldwide, GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industries. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. GTech, a titan of computer education spanning 21 countries globally with over 3 million proud alumni and more than 700 centers worldwide, GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industries. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. GTech, a titan of പല പ്രശ്നങ്ങളാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ടാവാം, പക്ഷെ ഉപകരണം വായിക്കുന്നത് ഈ അതോട് അനുബന്ധിച്ചല്ല എന്നുള്ളത് ഇപ്പോൾ നിഖിൽ മയിൽ നേരത്തെ പറഞ്ഞു. അതോടനുബന്ധിച്ചുള്ള ഏത് പാട്ടാണോ പാടുന്നത് അതിന് പറ്റിയ ഉപകരണം തന്നെ, അത് പാടുമ്പോൾ ഉപയോഗിച്ച ഉപകരണം തന്നെ ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇനി ചിരട്ടയിൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ സ്കൂളിലെല്ലാം ചിരട്ടയിലും 3 ടീമെല്ലാം ചിരട്ട ഉപയോഗിച്ചിട്ടുണ്ട്. ചിരട്ടയൊന്നും തനത് ഉപകരണത്തിൽ പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഇവിടെ പാടിയ പാട്ട് വീണ്ടും പറയുകയാണ്, ഇപ്പോൾ വേട്ടപ്പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. വേട്ടപ്പാട്ടിലെല്ലാം ഉപയോഗിക്കുന്ന താളം എന്ന് പറയുന്നത് ജോഡ്മാറെ, ഗജ്ജിറ, അതുപോലെ തന്നെ ഗരുഡെ, ഇങ്ങനെയുള്ള ഉപകരണമല്ല.
അപ്പോൾ അതൊന്നും അങ്ങനെ ഉപയോഗിച്ച് കേട്ടില്ല. പക്ഷേ ഏത് പാട്ട്, ഇപ്പോൾ എല്ലാ പാട്ടിനും അതാത് ഉപകരണം പാടാത്തതുകൊണ്ട് പാട്ടിന് മാത്രം നമുക്ക് താളത്തിന് മാർക്കുണ്ട്, സംഗീത ഉപകരണത്തിന് മാർക്കുണ്ട്. 20 മാർക്ക് സംഗീത ഉപകരണം ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനും അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പാടിയതിൽ മെച്ചപ്പെട്ട പാട്ട് എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മൈക്ക് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം. മൈക്ക് ഉപയോഗിക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇതേ കുട്ടികളും ടീച്ചർമാരൊക്കെ ഉണ്ടാവും. ഇനി കലോത്സവത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ മൈക്ക് പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയണം. അത് നിങ്ങളെ അധ്യാപകരോട് പറയണം. ഇവിടെ നല്ല മൈക്കായതുകൊണ്ട് നല്ല ഒച്ച എടുക്കുന്നുണ്ട്, പക്ഷേ 7 മൈക്കെങ്കിലും വേണം മക്കളെ. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം നല്ല പവറായിട്ട് നമുക്ക് ഓഡിയൻസിനും അതുപോലെ തന്നെ ആളുകൾക്ക് കിട്ടും. അപ്പോൾ നല്ല മൈക്ക് ഉപയോഗിക്കണം. ഒരു 7 മൈക്കെങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി പറയണം. ഈ 3 മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള താളത്തിനുണ്ട്, 7 പാടണം. ഇതൊക്കെ 10 മൈക്കല്ലാന്ന് പല ഉപജില്ലാ കലോത്സവത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3-ൽ പാടാൻ സമ്മതിക്കരുത്. ഇനി വരും കാലങ്ങളിൽ ഒരു 7 മൈക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുൻപേ തയ്യാറെടുക്കാൻ വേണ്ടി പറയും. ഇത് നല്ല മൈക്കാണ്, അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും റിസൾട്ട് പറയുകയാണ്. അപ്പോൾ പാടിയതിൽ മെച്ചം എന്ന രീതിയിലാണ് കണക്കൂട്ടി പറയുന്നത്. അപ്പോൾ ഇത് ജില്ലാതലത്തിലേക്ക് മത്സരിക്കാൻ അർഹത നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 2. ഒരാൾ ഇത് കോഡ് നമ്പർ 2-ൻ്റെ ആളില്ല ഇവിടെ. അല്ല, ഒരാളൊരു കയ്യടി ഒന്നുമില്ല. അവർക്ക് കോഡ് നമ്പർ 2-ൻ്റെ ആളെങ്കിലും കയ്യടിക്കണ്ടേ അല്ലേ? അതുപോലെ തന്നെ പിന്നെ മറ്റൊരു എ ഗ്രേഡ് കോഡ് നമ്പർ 4. സോറി, ഒരു സംശയം. കോഡ് നമ്പർ 2 ഇത് 4-ന് എ ഗ്രേഡ് ഇല്ലാതെ എഴുതിയത് തിരുത്തിയിട്ടുണ്ടായിരുന്നു. കോഡ് നമ്പർ ഗ്രേഡ് ബി ആണ്, 4-ന് ബി ഗ്രേഡാണ്. ഒറ്റ എ ഗ്രേഡേ ഉള്ളൂ. ജില്ലാതലത്തിൽ അർഹത നേടിയിട്ടുള്ള കോഡ് നമ്പർ 2. ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു. കോഡ് നമ്പർ ജഡ്ജസ് പ്ലീസ് നോട്ട്. കോഡ് നമ്പർ 08. 8 is on the stage. In stage number 1, high school section Vanchipad, code number 8 is on the stage. പാടിയാലും തീരാത്ത പാരമാരമാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥ. ഞങ്ങളിവിടെ പാടുന്നത് അജ്ഞാനകൃതമായ പദാരാധി സ്തുതികളാണ്. പദാരാധിപ്പാട്ട് ആറന്മുള ശൈലിയിൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി
ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട മത്സരം തുടരും. गोविंद तिरुनाम संकीर्तनम गोविंद हरि हरि गोविंद हरि गोविंद हरि गोविंद नीलकंठ तंबूराने नीलकंठ तंबूराने नीलकंठ तंबूराने देव देव पद्मनाभ नीलकंठ तंबूराने देव देव पद्मनाभ नीलकंठ तंबूराने देव देव पद्मनाभ जय जय दग दग ती दग दोम दग ती दित्तो दित्तो दिगिदो नाम संकीर्तनं पाडी जय जय दग जय जय दो नाम संकीर्तनं पाडी दित्तत्ता दित्तै दे नाम संकीर्तनं पाडी നടക്കും നേരം തേ നാമ സങ്കീർത്തനം പാടി നടക്കും നേരം തേ നാമ സങ്കീർത്തനം പാടി നടക്കും നേരം തേ 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 ദഗ ദഗ തീ ദഗ ദോം ദഗ തീ ദിത്തോ ദിത്തോ ദിഗിദോ അച്യുതനം ആദിനാഥൻ തേ തേ ദഗ തേ തേ ദോ അച്യുതനം ആദിനാഥൻ ദിത്തത്താ ദിത്തേ ദേ അച്യുതനം ആദിനാഥൻ ഓടി ഓടി ഉഴത്തോടെ അച്യുതനം ആദിനാഥൻ ഓടി ഓടി ഉലത്തോട് അച്യുതനം ആദിനാഥൻ ഓടി ഓടി ഉലത്തോട് തേ തേ ദഗ ദഗ തീ ദഗ ദോം ദഗ തീ ദിത്തോ ദിത്തോ ദിഗിദോ നിൽക്കം നിൽക്കം പാണ്ഡവാണി തേ തേ ദഗ തേ തേ ദോ നിൽക്കം നിൽക്കം പാണ്ഡവാണി ദിത്തത്താ ദിത്തേ ദേ നിൽക്കം നിൽക്കം പാണ്ഡവായെന്നരുളി ചെയ്തു തേ നിൽക്കം നിൽക്കം പാണ്ഡവായെന്നരുളി ചെയ്തു തേ നിൽക്കം നിൽക്കം പാണ്ഡവായെന്നരുളി ചെയ്തു തേ 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 ദഗ ദഗ തീ ദഗ തോം ദഗ തീ ദിത്തോ
എന്തൊരവിവേകമിതു 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 തോന്നുവാരൻ ഒരു ബന്ധം എന്തൊരവിവേകമിതു തോന്നുവായെന്നൊരു ബന്ധം എന്തൊരവിവേകമിതു തോന്നുവായെന്നൊരു ബന്ധം നിന്റെ സാക്കിയല്ലയോ ഞാൻ നിന്റെ സാക്കിയല്ലയോ ഞാൻ നിന്റെ സാക്കിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും തേ നിന്റെ സാക്കിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും തേ നിന്റെ സാക്കിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും തേ ഒന്നിനെ കണ്ടില്ല എങ്കിൽ ഒന്നിനെ കണ്ടില്ല എങ്കിൽ ഒന്നിനെ കണ്ടില്ല എങ്കിൽ പട്ടിനെ ഞാൻ തരുന്നുണ്ട് ഒന്നിനെ കണ്ടില്ല എങ്കിൽ പട്ടിനെ ഞാൻ തരുന്നുണ്ട് ഒന്നിനെ കണ്ടില്ല എങ്കിൽ പട്ടിനെ ഞാൻ തരുന്നുണ്ട് നമ്മളൊന്നിച്ചൊന്നു പോയി നമ്മളൊന്നിച്ചൊന്നു പോയി നമ്മളൊന്നിച്ചൊന്നു പോയി തീരന്നെ ആവൂതേ നമ്മളൊന്നിച്ചൊന്നു പോയി തീരന്നെ ആവൂതേ നമ്മളൊന്നിച്ചൊന്നു പോയി തീരന്നെ ആവൂതേ തിരുക്കൈയും പിടിച്ചിരു തിരുക്കൈയും പിടിച്ചിരു തിരുക്കൈയും പിടിച്ചിരു തെരുവായൻ നെരു നെല്ലി തിരുക്കൈയും പിടിച്ചിരും തെരുവായൻ നെരു നെല്ലി തിരുക്കൈയും പിടിച്ചിരും തെരുവായൻ നെരു നെല്ലി ആനന്ദനെ പല്ലിക്കൊല്ലോ ആനന്ദനെ പല്ലിക്കൊല്ലോ ആനന്ദനെ പല്ലിക്കൊല്ലോ പത്മനാഭ നീയും കണ്ടു ആനന്ദനെ പല്ലിക്കൊല്ലും പത്മനാഭ നീയും കണ്ടു ആനന്ദനെ പല്ലിക്കൊല്ലും പത്മനാഭ നീയും കണ്ടു ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം തുടരുന്നു. Education spanning Next 21 code countries number. globally with over 3 million proud alumni and more than 700 centers worldwide. GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industries. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. GTech, a titan of computer education spanning 21 countries globally with over 3 million proud alumni and more than 700 centers worldwide, GTech stands as a beacon in the realm of education. Our
is on the stage. നരനാരായണന്മാരുടെ സംഗമവേദി ശ്രീ ശരൺകുലായത്തിൽ ശംഖചക്ര പത്മധാരിയായിരിക്കുന്ന ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയുടെ തൃപ്പാടത്തങ്ങളിൽ ജാതിമത ദേശമെന്നെ ദേശാന്തരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന തിരുവാറന്മുള വള്ളംകളിയുടെ ആത്മകാവ്യം കുചേലവൃത്തത്തിലെ ഏതാനും ചില വരികൾ ഭക്തിയാദരപൂർവ്വം അവതരിപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ 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 ദേവഗംഗായാകും പമ്പ ദേവഗംഗായാകും പമ്പ ഓ ദേവഗംഗായാകും പമ്പ തീരത്താറൻ മൂളാദേശേ ദേവഗംഗായാകും പമ്പ തീരത്താറൻ മൂളാദേശേ ദേവഗംഗായാകും പമ്പ തീരത്താറൻ മൂളാദേശേ ദൈ തകതോ നിഗി തകതോ ദേവദേവൻ വാണാരുളും ദേവദേവൻ വാണാരുളും ഓ ദേവദേവൻ വാണാരുളും പുണ്യമാം ക്ഷേത്രം തൈ ദേവദേവൻ വാണാരോളും പുണ്യമാം ക്ഷേത്രം ദേവദേവൻ വാണാരോളും പുണ്യമാം ക്ഷേത്രം തകതോ ദിഗി തകതോ ദേവദേവൻ വാണാരുളും ദേവദേവൻ വാണാരുളും ഓ ദേവദേവൻ വാണാരുളും പുണ്യമാം ക്ഷേത്രം തൈ ദേവദേവൻ വാണാരോളും പുണ്യമാം ക്ഷേത്രം ദേവദേവൻ വാണാരോളും പുണ്യമാം ക്ഷേത്രം തകതോ ദിഗി തകതോ തകതിഗിതോ പാരാദേശൻ ചെന്നാതീരേറ്റു പാരാദേശൻ ചെന്നതീരേറ്റു ഓ പാരാദേശൻ ചെന്നാതീരേറ്റു കുജലനെ ദീനതായ പാരദേശൻ ചെന്നാതീരെ കുജലനെ ദീനതായ പാരദേശൻ ചെന്നാതീരെ കുജലനെ ദീനതായ തകതോ ദിഗി തകതോ പാരവശ്യമേവം മറ്റോ പാരവശ്യമേവം മറ്റോ ഓ പാരവശ്യമേവം മറ്റോ ഈശാനാരുണ്ടോ തൈ പാരവശ്യമേവം മറ്റോ ഈശാനാരുണ്ടോ പാരവശ്യമേവം മറ്റോ ഈശാനാരുണ്ടോ തകതോ ദിഗി തകതോ മാറത്തെ വിയർപ്പു വെള്ളം മാറത്തെ വിയർപ്പു വെള്ളം ഓ മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സാതൃത്യനെ മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സാതൃത്യനെ
ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ മാറത്തുന്മായോട് ചേർത്തു ദഗദൈദോ മാറത്തുന്മായോട് ചേർത്തു ഓ മാറത്തുന്മായോട് ചേർത്തു കാടം പുണർന്നു തെയ് മാടത്തുന്മായോട് ചേർത്ത് കാടം പുണർന്നു തെയ് മാടത്തുന്മായോട് ചേർത്ത് കാടം പുണർന്നു തെയ് 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 ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ കൂറുമൂളം തൃക്കൈ കൊണ്ട് കൂറുമൂളം തൃക്കൈ കൊണ്ട് ഓ കൂറുമൂളം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടുപാറേ കോറമൂളം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടുപാർ കോറമൂളം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടുപാർ ദൈ ദൈ ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പം ദൈ ദൈ ദഗദൈദോ കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പം ഓ കേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പം തിന്മേലിരുത്തി തൈ കേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പം തിന്മേലിരുത്തി കേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പം തിന്മേലിരുത്തി ദൈ ദൈ ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ പള്ളിപ്പാണിക്കാളെ കൊണ്ട് ദൈ ദൈ ദഗദിഗിദോ പള്ളിപ്പാണിക്കാളെ കൊണ്ട് ഓ പള്ളിപ്പാണിക്കാളെ കൊണ്ട് പാദം കഴുകിച്ചു പാരൻ പള്ളിപ്പാണിക്കാളെ കൊണ്ട് പാദം കഴുകിച്ചു പാർ പള്ളിപ്പാണിക്കാളെ കൊണ്ട് പാദം കഴുകിച്ചു പാർ ദൈ ദൈ ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ വള്ളൊരിഞ്ഞു ഭാഗവാദി ദൈ ദൈ ദഗദൈദോ വള്ളൊരിഞ്ഞു ഭാഗവാദി വള്ളൊരിഞ്ഞു ഭാഗവാദി വെള്ളമൊഴിച്ചു തൈ വള്ളൊഴിഞ്ഞു ഭാഗവാദി വെള്ളമൊഴിച്ചു വള്ളൊഴിഞ്ഞു ഭാഗവാദി വെള്ളമൊഴിച്ചു ദൈ ദൈ ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ വള്ളൊരിഞ്ഞു ഭാഗവാദി ദൈ ദൈ ദഗദൈദോ വള്ളൊരിഞ്ഞു ഭാഗവാദി ഓ വള്ളൊരിഞ്ഞു ഭാഗവാദി വെള്ളമൊഴിച്ചു തൈ വള്ളൊഴിഞ്ഞു ഭാഗവാദി വെള്ളമൊഴിച്ചു വള്ളൊഴിഞ്ഞു ഭാഗവാദി വെള്ളമൊഴിച്ചു ദൈ ദൈ ദഗദോ ദിഗി ദഗദോ ദിത്തേ ദിത്തേ ദഗദിഗിദോ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 03. Judges, please note. Code number 3 is on the stage. ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ವಂಜಿಪಾಟ್ ಸ್ಪರ್ಧೆ ನಡೀತಾ ಇದೆ. ಇದು ಮುಗಿದ ತಕ್ಷಣ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಟ್ ಸ್ಪರ್ಧೆ ನಡೆಯಲಿಕ್ಕಿದೆ.
ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಠ ಸ್ಪರ್ಧೆಗೆ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ಮೇ ಐ ರಿಕ್ವೆಸ್ಟ್ ದ ಪಾರ್ಟಿಸಿಪೆಂಟ್ಸ್ ಫಾರ್ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಸೆಕ್ಷನ್ ವಂಜಿಪಾಟ್ report immediately in stage number 1. High school section Nadampattu competition continues. Judges, please note code number 3. മാന്യ സദസ്യരെ നമസ്കാരം. കേരളത്തിന്റെ ജലോത്സവമാണ് വള്ളംകളി. വള്ളംകളിയുടെ ആവേശവും ഉത്സാഹവും ജയാരകളും ഘോഷിക്കപ്പെടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. രാമായണത്തിലെ വാലികഥമാണ് ഞങ്ങൾ കുട്ടനാടൻ ശൈലിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. സർവജാരാജനങ്ങൾക്കും കാരണഭൂതനാ
High school section Vanchippat competition continues. Next, code number 4. Include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industries. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. GTech, a titan of computer education, spanning 21 countries globally, with over 3 million proud alumni high school and more than 700 vibhagada centers worldwide. GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industries. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. വഞ്ചിപ്പാട്ടു നദോനതയുടെ താലലയങ്ങളെ സാഹിത്യത്തിൽ ആവാഹിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂട്ടുകളിൽ ചാലിച്ച് ഒരു ജനത ഒരു ജന്മം മുഴുവൻ പാടിയാൽ തീരാത്ത പാരാവാര സുതയിൽ നിന്നും സന്താനഗോപാലത്തിലെ ഏതാനും ചില വരികൾ തിരു ആരന്മുല ശൈലിയിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു. ഹരി ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
Next, code number 5. ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 5. GTech, a titan of computer education, spanning 21 countries globally, with over 3 million proud alumni and more than 700 centers worldwide, GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industry. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. GTech, a titan of computer education, spanning 21 countries globally, with over 3 million proud alumni and more than 700 centers worldwide, GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industry. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. Code number 5. നമസ്കാരം. കേരളത്തിലെ ജലോത്സവമാണ് വള്ളംകളി. വള്ളങ്ങളുടെ ആവേശവും ഉത്സാഹവും ജയാരവങ്ങളും ഘോഷിക്കപ്പെടുത്തുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. രാമായണത്തിലെ ബാലിവധുവാണ് ഞങ്ങൾ ഇന്നിവിടെ കുട്ടനാടൻ ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. സർവചരാചരങ്ങൾക്കും കാരണഭൂതനായുള്ള സർവചരാചരങ്ങൾക്കും കാരണഭൂതനായുള്ള സർവചരാചരങ്ങൾക്കും കാരണഭൂതനായുള്ള തകതൈ തകതൈ തകതകതോ ധീ ധി തക ദൈ തക ദികുദൈ സർവശക്തനായ ദൈവം സർവശക്തനായ ദൈവം തുണച്ചിടണം. സർവശക്തനായ ദൈവം തുണച്ചിടണം. സർവശക്തനായ ദൈവം തുണച്ചിടണം. തകതൈ തകതൈ തകതകതോ ധീ ധി തക ദൈ തക ദികുദൈ ബാലിയ ശ്രീരാമദേവൻ ബാലിയ ശ്രീരാമദേവൻ കൊല ചെയ്തോരനന്താരം ശ്രീരാമദേവൻ കൊല ചെയ്തോരനന്താരം ശ്രീരാമദേവൻ കൊല ചെയ്തോരനന്താരം തകതൈ തകതൈ തകതകതോ ധീ ധി തക ദൈ തക ദികുദൈ വായിച്ചോ സുഗ്രീവനെയും വായിച്ചോ സുഗ്രീവനെയും താരയും കൂടെ
തകതേ ധൈ ധിത്തക 4 മാസം മലമീതെ 4 മാസം മലമീതെ രാമചന്ദ്രൻ ഇരുന്നാലേ തകതേ തകതേ ധൈ ധിത്തക നല്ല പോലെ കിഷ്കിന്തായിൽ നല്ല പോലെ കിഷ്കിന്തായിൽ വാണു സുഗ്രീവൻ തകതേ തകതേ ധൈ ധിത്തക ആരോമൽ പെണ്ണാകും തന്റെ ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു തകതേ തകതേ ധൈ ധിത്തക അകതാരിൽ വെന്തുരുകി അകതാരിൽ വെന്തുരുകി ഇരുന്നു രാമൻ തകതേ തകതേ ധൈ ധിത്തക ലക്ഷ്മണന മനുജനെ ലക്ഷ്മണന മനുജനെ കടാക്ഷിച്ചു രാമചന്ദ്രൻ തകതേ തകതേ ധൈ ധിത്തക തൽക്ഷണമങ്കുര ചെയ്തു തൽക്ഷണമങ്കുര ചെയ്തു തമ്പിയോടപ്പോൾ തകതേ തകതേ ധൈ ധിത്തക അന്നനാടായുള്ളോരോ അന്നനാടായുള്ളോരോ എന്നുടെ സീതയെ ചെന്ന് തകതേ തകതേ ധൈ ധിത്തക അന്വേഷിപ്പാനാളയച്ച് അന്വേഷിപ്പാനാളയച്ചിട്ടില്ല സുഗ്രീവൻ തകതേ തകതേ ധൈ ധിത്തക ചെന്നവന്റെ മുന്നിൽ നിന്ന് ചെന്നവന്റെ മുന്നിൽ നിന്ന് ചൊല്ലണം സുഗ്രീവനോട് തകതേ തകതേ ധൈ ധിത്തക ചേട്ടൻ പോയ വഴി വെട്ടി ചേട്ടൻ പോയ വഴി വെട്ടി അടച്ചില്ലെന്നേ തകതേ തകതേ ധൈ ധിത്തക അപ്പോഴേ വില്ലെടുത്താശു അപ്പോഴേ വില്ലെടുത്താശു തൊഴുതു രാമചന്ദ്രനെ തകതേ തകതേ ധൈ ധിത്തക അർത്ഥജനെ കൊൽവതിനായി അർത്ഥജനെ കൊൽവതിനായി നടന്നു മന്നൻ തകും
high-school section Nadampattu Vanjipattu competition continues. Vanjipattu competition continues. Next, code number 7. ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ವಂಜಿಪಾಟು ಸ್ಪರ್ಧೆ ನಡೀತಾ ಇದೆ. ಇದು ಮುಗಿದ ತಕ್ಷಣ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಟು ಸ್ಪರ್ಧೆ ನಡೆಯಲಿಕ್ಕಿದೆ. ನಂತರ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಈಗ ವೇದಿಕೆಯಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ವಂಜಿಪಾಟ್ ಕೋಡ್ ನಂಬರ್ 7. GTech, a titan of computer education spanning 21 countries globally with over 3 million proud alumni and more than 700 centers worldwide, GTech stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTech is unwavering in its mission to fill the skill gaps in today's rapidly evolving industries. GTech is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTech legacy. Code number 7. നാമസദസ്സിന് നമസ്കാരം. ഇത് തിരുവാതിരമുള വഞ്ചിപ്പാട്ട്. നാടിന്റെ ഹൃദയതാളമാണ് ആറന്മുള വള്ളംകളി. കാലക്കണക്കുകളെ അതിലംഘിച്ച് അത് നിത്യാഭിരാമമായ ആവർത്തിച്ചുകൊണ്ട് ദേവകൽപ്പനകളെ നെയ്തെടുക്കുന്ന സന്താനഗോപാലം എന്ന കഥാഭാഗത്തിലെ ഏതാനും ചില വരികൾ ആറന്മുള ശൈലിയിൽ ഭക്ത്യാതിരപൂർവം സമർപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി നീല
ഇരു കൈയും പിടിച്ചിരും ഇരു കൈയും പിടിച്ചിരും പെരുമായങ്ങേഴുന്നല്ലേ ഇരു കൈയും പിടിച്ചിടും പെരുമായങ്ങേഴുന്നല്ലേ ഇരു കൈയും പിടിച്ചിടും പെരുമായങ്ങേഴുന്നല്ലേ ദൈ ദൈ ദഗദം ദീൻ ദഗദോം ദഗദൈയദിത്തോം ദിത്തോം ദിഗിദോം വൻ പെരും പാലാരി തന്നിൽ വൻ പെരും പാലാരി തന്നിൽ വൻ പെരും പാലാരി തന്നിൽ ചെന്നു പുകപ്പോൾ തൈ വൻ പെരും പാലാരി തന്നിൽ ചെന്നു പുകപ്പോൾ തൈ വൻ പെരും പാലാരി തന്നിൽ ചെന്നു പുകപ്പോൾ തൈ ദൈ ദൈ ദഗദം ദീൻ ദഗദോം ദഗദൈയദിത്തോം ദിത്തോം ദിഗിദോം ആനന്ദന്മേൽ പള്ളിക്കൊള്ളും ആനന്ദന്മേൽ പള്ളിക്കൊള്ളും ആനന്ദന്മേൽ പള്ളിക്കൊള്ളും പത്മനാഭനെയും കണ്ട് ആനന്ദന്മേൽ പള്ളിക്കൊള്ളും പത്മനാഭനെയും കണ്ട് ആനന്ദന്മേൽ പള്ളിക്കൊള്ളും പത്മനാഭനെയും കണ്ട് ദൈ ദൈ ദഗദം ദീൻ ദഗദോം ദഗദൈയദിത്തോം ദിത്തോം ദിഗിദോം ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി നന്ദി. ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 9. സദസ്സിനെ പാടിയാലും പാടിയാലും തീരാത്ത പാരാമാരമാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥ. ഞങ്ങളിവിടെ പാടുന്നത് അജ്ഞാന കൽകൃത്തമായ പദാരാധി സ്തുതികളാണ്. പദാരാധി പാട്ട് ആറന്മുള ശൈലിയിൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി 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 തിരുവരൺമുളനാഥൻ തിരുവരൺമുളനാഥൻ
കൈത്തോഴുന്നേ. പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈത്തോഴുന്നേ. പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈത്തോഴുന്നേ. തൈ തൈ തകതത്തികി തകതോം തകതൈയതിത്തോം തിത്തോം തികിതോം പൂതനായെ കോല ചെയ്ത പൂതനായെ കോല ചെയ്ത പൂതനായെ കോല ചെയ്ത വാസുദേവ കൈത്തോഴുന്നേ. പൂതനായ കോല ചെയ്ത വാസുദേവ കൈത്തോഴുന്നേ. പൂതനായ കോല ചെയ്ത വാസുദേവ കൈത്തോഴുന്നേ. തൈ തൈ തകതത്തികി തകതോം തകതൈയതിത്തോം തിത്തോം തികിതോം പേടിയാതെ പാമ്പിന്മേലെ പേടിയാതെ പാമ്പിന്മേലെ പേടിയാതെ പാമ്പിന്മേലെ നാടുപോലെ കൈത്തോഴുന്നേ. പേടിയാതെ പാമ്പിന്മേലെ നാടുപോലെ കൈത്തോഴുന്നേ. പേടിയാതെ പാമ്പിന്മേലെ നാടുപോലെ കൈത്തോഴുന്നേ. ദൈ ദൈ തകതത്തികി തകതോം തകതൈയതിത്തോം തിത്തോം തികിതോം പൈതലെ പരമയോഗി ദൈ ദൈ തകതൈതൈതോം പൈതലെ പരമയോഗി തിത്തത്താദിത്തൈതൈ പൈതലെ പരമയോഗി വേദകമേ കൈത്തോഴുന്നേ. പൈതലെ പരമയോഗി വേദകമേ കൈത്തോഴുന്നേ. പൈതലെ പരമയോഗി വേദകമേ കൈത്തോഴുന്നേ. തൈ തൈ തകതത്തികി തകതോം തകതൈയതിത്തോം തിത്തോം തികിതോം പേടിയാതെ പാമ്പിന്മേലെ ദൈ തകതൈതൈതോം പേടിയാതെ പാമ്പിന്മേലെ തിത്തത്താദിത്തൈതൈ പേടിയാതെ പാമ്പിന്മേലെ നാടുപോലെ കൈത്തോഴുന്നേ. പേടിയാതെ പാമ്പിന്മേലെ നാടുപോലെ കൈത്തോഴുന്നേ. പേടിയാതെ പാമ്പിന്മേലെ നാടുപോലെ കൈത്തോഴുന്നേ. തൈ തൈ തകതത്തികി തകതോം തകതൈയതിത്തോം തിത്തോം തികിതോം പാകി നാരായണ കൃഷ്ണ ദൈ തകതൈതൈതോം പാകി നാരായണ കൃഷ്ണ തിത്തത്താദിത്തൈതൈ പാകി നാരായണ കൃഷ്ണ ബാനിച്ചിടണേ. തൈ പാകിനാരായണ കൃഷ്ണ കാണിച്ചിടണേ. തൈ പാകിനാരായണ കൃഷ്ണ കാണിച്ചിടണേ. ഓ തൈ തൈ തകതത്തികി തകതോം തകതൈയതിത്തോം തിത്തോം തികിതോം ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം തുടരുന്നു. ലാസ്റ്റ് കോഡ് നമ്പർ 10. Judges please note, code number 10 is on the stage.
വന്ദനം. നരനാരായണന്മാരുടെ സംഗമവേദിയായ ശ്രീ ശരമുരാലയത്തിൽ ശംഖുചക്രഗഥ പത്മധാരിയായി വാണരുളുന്ന ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയുടെ തൃപ്പാദങ്ങളിൽ ജാതിമത ഭേദങ്ങൾക്കപ്പുറം ദേശാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്ന ആറന്മുള വള്ളം കളിയുടെ ആത്മകാവ്യമായ കുചേരവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഏതാനും വരികൾ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ദേവഗംഗയാകും പമ്പ ദേവഗംഗയാകും പമ്പ ഓ ദേവഗംഗയാകും പമ്പ തീരത്താറന്മുള ദേശേ ദേവഗംഗയാകും പമ്പ തീരത്താറന്മുള ദേശേ ദേവഗംഗയാകും പമ്പ തീരത്താറന്മുള ദേശേ ദൈ ദൈ ദഗദത്തി ദഗദോം ദിത്തൈ ദിത്തൈ ദഗദിഗിദോം ദേവദേവൻ വാണരുളും ദേവദേവൻ വാണരുളും ഓ ദേവദേവൻ വാണരുളും പുണ്യമാം ക്ഷേത്രം തൈ ദേവദേവൻ വാണരുളും പുണ്യമാം ക്ഷേത്രം തൈ ദേവദേവൻ വാണരുളും പുണ്യമാം ക്ഷേത്രം തൈ തൈ ദൈ ദഗദത്തി ദഗദോം ദിത്തൈ ദിത്തൈ ദഗദിഗിദോം ദേവദേവൻ വാണരുളും ദേവദേവൻ വാണരുളും ഓ ദേവദേവൻ വാണരുളും പുണ്യമാം ക്ഷേത്രം തൈ ദേവദേവൻ വാണരുളും പുണ്യമാം ക്ഷേത്രം തൈ ദേവദേവൻ വാണരുളും പുണ്യമാം ക്ഷേത്രം തൈ തൈ ദൈ ദഗദത്തി ദഗദോം ദിത്തൈ ദിത്തൈ ദഗദിഗിദോം പാരാകെ ചെന്നെതിരേറ്റു പാരാകെ ചെന്നെതിരേറ്റു
കൂറുമൂലം തൃക്കൈ കൊണ്ട് കൂറുമൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടു പാരിൽ കൂറുമൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടു പാരിൽ കൂറുമൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടു പാരിൽ ദൈ ദൈ ദഗദത്തി ദഗദം ദിത്തൈ ദിത്തൈ ദഗദിഗിദം കേറിക്കൊണ്ടു ലക്ഷ്മി ദൽപ കേറിക്കൊണ്ടു ലക്ഷ്മി ദൽപ ഓ കേറിക്കൊണ്ടു ലക്ഷ്മി ദൽപ തിന്നേലിരുത്തി തൈ കേറിക്കൊണ്ടു ലക്ഷ്മി ദൽപ തിന്നേലിരുത്തി തൈ കേറിക്കൊണ്ടു ലക്ഷ്മി ദൽപ തിന്നേലിരുത്തി തൈ ദൈ ദൈ ദഗദത്തി ദഗദം ദിത്തൈ ദിത്തൈ ദഗദിഗിദം പള്ളിപ്പാണികളെ കൊണ്ട് പള്ളിപ്പാണികളെ കൊണ്ട് ഓ പള്ളിപ്പാണികളെ കൊണ്ട് പാദം കഴുകിച്ചു പാരൻ പള്ളിപ്പാണികളെ കൊണ്ട് പാദം കഴുകിച്ചു പാരൻ പള്ളിപ്പാണികളെ കൊണ്ട് പാദം കഴുകിച്ചു പാരൻ ദൈ ദൈ ദഗദത്തി ദഗദം ദിത്തൈ ദിത്തൈ ദഗദിഗിദം ഭള്ളൊഴിഞ്ഞു ഭഗവതി ഭള്ളൊഴിഞ്ഞു ഭഗവതി ഓ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തൈ വെള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു ദൈ വെള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു ദൈ 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 ദഗദത്തി ദഗദം ദിത്തൈ ദിത്തൈ ദഗദിഗിദം ദൈ ദൈ ദഗദത്തി ദഗദം ദിത്തൈ ദിത്തൈ ദഗദിഗിദം ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നന്ദി. ഇതോടുകൂടി ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം സമാപിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3-ാം ദിവസമായ നാളെ മുഴുവൻ വളണ്ടിയർമാരും രാവിലെ 8:30 തന്നെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളണ്ടിയർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ രാവിലെ 8:30 തന്നെ മുഴുവൻ വളണ്ടിയർമാരും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ಅಭ್ಯರ್ಥಿക്കുകയാണ്. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ವಂಜಿಪಾಟ್ ಸ್ಪರ್ಧೆ ಮುಕ್ತಾಯಗೊಂಡಿರುತ್ತದೆ. ಮುಂದೆ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಟ್ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಈ ಸ್ಪರ್ಧೆಯಲ್ಲಿ 4 ತಂಡಗಳು ಸ್ಪರ್ಧೆ ನೀಡಲಿವೆ. ಅದು ಮುಗಿದ ತಕ್ಷಣ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆಯಲ್ಲಿ 2 ತಂಡಗಳು ಸ್ಪರ್ಧೆ ನೀಡಲಿವೆ. ಈಗ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಟ್ ಸ್ಪರ್ಧೆ ಆರಂಭಗೊಳ್ಳಲಿದೆ.
അല്പം മുമ്പ് വേദി 1 സമാപിച്ച ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വിധികർത്താക്കളിൽ ഒരാളായ നിഖിൽ മയ്യലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും പോയി, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ പറയത്തില്ല. പത്തനംതിട്ടയുടെ ഹൃദയതാളമാണ് ആറന്മുള ശൈലിയെങ്കിൽ കുട്ടനാടിൻ്റെ ഹൃദയതാളമാണ് കുട്ടനാടൻ ശൈലി. മൂന്നാമതൊരു ശൈലി കൂടിയുണ്ട്, വെച്ചുപാട്ട് ശൈലി. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഹൈ ഹയ്യ ധേ ധേ കറുക് ധീം ധീം അങ്ങനെ ഒരു ശൈലി കൂടി ഉണ്ട്. അത് നമ്മൾ വെച്ചുപാട്ട് ശൈലി എന്ന് പറയും. പൊതുവെ മത്സരത്തിൽ നമ്മളാരും അത് ഉപയോഗിക്കാറില്ല. ആറന്മുള ശൈലിയിലും കുട്ടനാടൻ ശൈലിയിലുമാണ് നമ്മൾ പാട്ടുകൾ പാടാറ്. ഈ പാട്ടുകൾ പാടുമ്പോൾ നാടൻ പാട്ടുകൾ പോലെ പ്രാദേശിക വൈവിധ്യമോ വ്യത്യാസമോ വഞ്ചിപ്പാട്ടിനില്ല. കൃത്യമായ ലിഖിത രൂപത്തിലുള്ള നദോന്നത വൃത്തത്തിൽ ചിട്ടപ്പെടുത്തി എഴുതിയ പാട്ടുകളാണ് വഞ്ചിപ്പാട്ട്. പിന്നെ അജ്ഞാതകൃത്തം എന്നൊരു സംഭവമുണ്ട്. അജ്ഞാതകൃത്തം എന്ന് വെച്ചാൽ അൺനോൺ റൈറ്റർ, എഴുതിയത് ആരാണ് എന്ന് അറിയാത്തത്, അതിനെയാണ് അജ്ഞാതകൃത്തം എന്ന് പറയുന്നത്. അതും വഞ്ചിപ്പാട്ടിലുണ്ട്. എങ്കിലും നാടൻപാട്ട് പോലെ പ്രാദേശിക വൈവിധ്യമില്ല. എങ്ങനെയാണോ ആറന്മുളക്കാർ പാടുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം മഞ്ചേശ്വരംകാരും പാടേണ്ടത്. അല്ലാതെ മഞ്ചേശ്വരത്തിന് വേറെ ശൈലിയും ആറന്മുളക്കാർക്ക് വേറെ ശൈലിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം മലയാളത്തിൻ്റെ അക്ഷരസ്ഫുടത ചിലപ്പോൾ തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ എന്ന് പറയുമ്പോൾ തന്നെ ആ ഭാഷയുടെ ഒരു വ്യത്യാസം ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഒരുപാട് വരികൾ പാടുമ്പോൾ ചേട്ടാ, നമ്മൾ ഒരുപാട് മലയാള ഭാഷയുടെ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞാലും കടിച്ചാ പൊട്ടാത്ത മലയാളം പറയുന്ന ആൾക്കാരാണ്. അത്രയും സ്ഫുടതയിൽ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്ന് പാടുമ്പോൾ ഹരി ഗോവിന്ദ എന്ന് കോറസ് പാടുമ്പോൾ ഏത് ശ്രുതിയിലാണോ മെയിൻ സിംഗർ പാടുന്നത് അതേ ശ്രുതിയിൽ തന്നെ. ഇപ്പം പെൺകുട്ടികളാകുമ്പോൾ അധികം ജീലോ ജി ഷാർപ്പിലൊക്കെയാണ് പാടുക. അപ്പോൾ ആ ജീലോ ജി ഷാർപ്പിലോ പാടുമ്പോൾ ജീലാണെങ്കിൽ ജീൽ തന്നെ കോറസും ഹരി ഗോവിന്ദ പാടണം. ഭക്തിസാന്ദ്രമാണ് ആറന്മുള ശൈലി. കുട്ടനാടൻ ശൈലി എന്ന് പറയുമ്പോൾ തുഴച്ചൽ, മത്സരത്തിന് വേണ്ടി സ്പീഡിൽ പാടുന്ന എനർജിയാണ് കുട്ടനാടൻ ശൈലി. പക്ഷേ ആറന്മുള ശൈലി ഭക്തിയാണ്, ഭക്തിസാന്ദ്രമാണ് ആറന്മുള ശൈലി. പള്ളിയോടങ്ങളിൽ ഭഗവാന് തിരുമുൽ കാഴ്ചയുമായി പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പള്ളിയോടത്തിൽ നിന്ന് അമ്പലത്തിൽ വെച്ചും ഭക്ഷണം കഴിക്കുമ്പോഴും പാടുന്ന പാട്ടുകളാണ് ആറന്മുള ശൈലിയിൽ പാടുക. എങ്ങനെയാണോ തുടങ്ങുന്നത് അതേ സ്പീഡിൽ വേണം അവസാനിപ്പിക്കാൻ. ഭക്തി മാത്രമാണ് ആറന്മുള ശൈലിയുടെ പ്രത്യേകത. ഒരു സ്പീഡ് കൂട്ടാനോ സ്പീഡ് കുറക്കാനോ പാടില്ല. എങ്ങനെയാണോ വളരെ നദോന്നത വൃത്തത്തിന്റെ താളമയത്തിൽ വേണം ആറന്മുള ശൈലിയിൽ പാടുവാൻ വേണ്ടി. ഭഗവാനോടുള്ള പ്രണയം അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തിയാണ് ആറന്മുള ശൈലിയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ കുട്ടനാടൻ ശൈലിയിൽ പാടുമ്പോൾ മക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കുട്ടനാടൻ ഉപയോഗിക്കുന്ന കുത്ത് അല്ലെങ്കിൽ ഇടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനൊരു താളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുത്ത് മെയിൻ സിംഗർ പാടുമ്പോൾ ഒരടി ഒരു തുഴയാണ്. ഒരടി ഒരു തുഴ, ഒരു കുത്ത് ഒരു തുഴ. അപ്പൊ മക്കളെല്ലാം ചെയ്തിട്ടുള്ളത് ടും ടും, 2 കുത്താ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യില്ല. ഒരു കുത്ത് കൊടുത്ത് ടും കുത്ത് കൊടുത്തപ്പോ പിൻപാട്ടുകാർ തോണിയിൽ പോവല്ലേ, ഇപ്പൊ തുഴ ചെയ്യാം. ഒരു തുഴ തുഴഞ്ഞ് ഒരു കുത്ത് കൊടുത്ത് അടുത്ത തുഴ ഒരു കുത്ത്. കോറസ് പാടുമ്പോൾ 2 കുത്ത് ടും ടും, അപ്പൊ 2 കുത്തിന് 2 തുഴ. അങ്ങനെയാണ് കുട്ടനാടൻ ശൈലി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരിക്കലും ആറന്മുള ശൈലിയിൽ കുത്ത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഭഗവാൻ വിഷ്ണുവിന്റെ മാരടമായിട്ടാണ് പള്ളിയോടങ്ങളെ സങ്കല്പിക്കുന്നത്. അപ്പൊ പള്ളിയോടത്തിൽ വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ നെഞ്ചത്ത് കുത്തുന്നതിന് സമമാണ്. അപ്പോൾ ആറന്മുള ശൈലിയിൽ കുത്ത് അല്ലെങ്കിൽ ഇടിയൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കൂല. പിന്നെ അതുപോലെ തന്നെ വരികൾ ഒരുപാട് തെറ്റാണ്. എല്ലാ ടീമും പാടിയ വരികൾ ഒരുപാട് തെറ്റുണ്ട്. ഇരുകൈയും പിടിച്ചു, ഇരുകൈയല്ല തിരുകൈയാണ്. 2 മാത്രമേ പറയുന്നുള്ളൂ. ഇരുകൈയും പിടിച്ചു എന്ന് ഒരിക്കലും പാടാൻ പാടില്ല. തിരുകൈയും പിടിച്ചതാ എന്നാണ് പാടുക. പിന്നെ ആനന്ദന്മേൽ പള്ളി കൊള്ളുമല്ല, ആനന്ദനല്ല അനന്തന്മേൽ പള്ളി കൊള്ളും. അങ്ങനെ മലയാള അധ്യാപകർക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ 1-2 മിസ്റ്റേക്കുകൾ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ.
പകാരാതി പാട്ട് പാടിയിട്ടുണ്ട്. പകാരാതിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പായിൽ പാ പീ പോ അങ്ങനെ വരികളെല്ലാം പാ പീ പോ അങ്ങനെയെല്ലാം തുടങ്ങുന്നതായിരിക്കും പകാരാതി പാട്ട്. അപ്പൊ അതും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും പാടിയതിൽ ഇഷ്ടം പോലെ വരികളുടെ അക്ഷരസ്ഫുടത, തനത് ശൈലി, ആറന്മുളയുടെ തനത് ശൈലി വന്നിട്ടില്ല എന്നും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ ഒരു എനർജി വന്നിട്ടില്ല എന്നും വളരെ വിഷമത്തോടുകൂടി പറയേണ്ടി വരും. അതിൽ കോഡ് നമ്പർ 9 മെയിൻ സിംഗർ ആറന്മുള ശൈലി വളരെയധികം നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. മെയിൻ സിംഗർ കോഡ് നമ്പർ 9 മെയിൻ സിംഗർ നല്ലൊരു കൈയുടെ ആ കുട്ടിക്ക് കൊടുക്കുക. കാരണം അതിൻ്റെ ഒരു തനത് ശൈലി ആ കുട്ടി കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്കൊന്ന് ഈ പ്രാദേശിക വ്യത്യാസം മഞ്ചേശ്വരം എത്തുമ്പോൾ ആ ഒരു ആറന്മുള ശൈലി കുട്ടികൾക്ക് ആ വാക്കുകളുടെ അക്ഷരസ്ഫുടത കുട്ടികളുടെ കന്നഡ മിക്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു സ്ലാങ്ങിലേക്ക് കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. നല്ല പരിശീലനം വെച്ചുകൊണ്ട് എങ്ങനെയാണോ ആറന്മുളക്കാർ വഞ്ചിപ്പാട്ട് പാടുന്നത് അതേ രീതിയിൽ തന്നെ. പിന്നെ തെയ്തൈ തകത തികുതക തോം അല്ല ദോമാണ്, ധനത്തിൻ്റെയാണ്. തികുതക തോം എന്നാണ് അധികം ആള് പാടുന്നത്. തികുതക ദോമാണ്, തോം അല്ല ദോം, ധനത്തിൻ്റെ ദായാണ് പാടേണ്ടത്. അപ്പം അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. വൈകിയത് കൊണ്ട് തന്നെ എല്ലാം എടുത്തു പറയുന്നില്ല. കുട്ടനാടൻ ശൈലിയും ആറന്മുള ശൈലിയും മാറ്റുരച്ച ഈ ഒരു വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വലിയ ആവേശമൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും പങ്കെടുത്ത മക്കൾക്കെല്ലാം നല്ലൊരു കയ്യടി കൊടുക്കാം. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് കുട്ടികൾ സ്റ്റേജിലേക്ക് കയറുന്നത്. ഒരു മത്സരത്തിനിടയിൽ ഒരു കുട്ടി ഇങ്ങനെ നമ്മളെ ആറന്മുള ശൈലിയിൽ കൈയടിക്കുന്ന സമയത്ത് വളയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മത്സരത്തിൽ. കാരണം അവർ ഈ മത്സരത്തിനോടുള്ളൊരു ഇഷ്ടമാണ് ആ കുട്ടികൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും 1000 സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരും മത്സരങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മക്കളത് ശ്രദ്ധിക്കുക. പിന്നെ കൈയടിക്കുന്നതിനൊരു താളമുണ്ട്. നധ്വന്നത വൃത്തത്തിൽ കൈയടിക്കുമ്പോൾ നമ്മൾ ആ ഉയർന്നു പൊങ്ങി ഇങ്ങനെ ഒരു അടിയുണ്ട്. അത് ഒപ്പനൊക്കെ അടിക്കുന്ന പോലെ അടിക്കാൻ പാടില്ല. അതിന് കൃത്യമായി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അല്ല. പിന്നെ ഈ സംഭവമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ആറന്മുള പാടി ചില കുട്ടികൾ ഇങ്ങനെ പാടി ഇങ്ങനെയൊക്കെ അടിക്കുന്നില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും അതിൻ്റെ കൃത്യമായ രീതി ചെയ്യില്ല. കൈ പൊന്തി ഉയർന്ന് ഇങ്ങനെ അടിക്കുന്ന രീതി മാത്രമാണ് ആറന്മുള ശൈലി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കുട്ടനാടൻ ശൈലിയിൽ കസവുമുണ്ട്, വേഷമല്ല. അതൊന്നും മക്കൾ ശ്രദ്ധിക്കുക. കുട്ടനാടൻ്റെ തനത് ലുങ്കിയും തലയിൽ തോർത്ത് കെട്ടുമാണ് കുട്ടനാടൻ ശൈലിയുടെ ഒരു വേഷവിധാനം. അതൊന്നും മക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. കോഡ് നമ്പർ 3 എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. കോഡ് നമ്പർ 5 എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. കോഡ് നമ്പർ 7 എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. കോഡ് നമ്പർ 8 എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. കോഡ് നമ്പർ 9 എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് പരിശോധിക്കുമ്പോൾ കോഡ് നമ്പർ 5 എ ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം കൊടുക്കുന്നു. അഭിനന്ദനങ്ങൾ. വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ വഞ്ചിപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്. കോഡ് നമ്പർ 1 ഈസ് ഓൺ ദി സ്റ്റേജ്. നമസ്കാരം. ശ്രീ രാമപുരത്തുവാര്യരുടെ കുച്ചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികൾ നമ്മളിവിടെ കുട്ടനാടൻ ശൈലിയിൽ അവതരിപ്പിക്കുന്നു. ആർപ്പോ కంసనే మంజతి నుండి కాదం వాడి
ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് നമ്പർ 2. Judges, please note, code number 2 is on the stage. ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಠ ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತದೆ. ಒಟ್ಟು 4 ತಂಡಗಳು ಸ್ಪರ್ಧೆ ನೀಡಲಿವೆ. ಮುಂದೆ ವೇದಿಕೆಯಲ್ಲಿ ಕೋಡ್ ನಂಬರ್ 2 ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಠ ಸ್ಪರ್ಧೆ ಮುಕ್ತಾಯಗೊಂಡ ತಕ್ಷಣ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆಯಲ್ಲಿ 2 ತಂಡಗಳು ಭಾಗವಹಿಸಲಿವೆ. ಸ್ಟೇಜ್ ನಂಬರ್ 1 ಹೈಯರ್ ಸೆಕೆಂಡರಿ ಸೆಕ್ಷನ್ ವಂಜಿಪಾಠ ಕಾಂಪಿಟಿಷನ್ ಕಂಟಿನ್ಯೂಸ್. ನೆಕ್ಸ್ಟ್ ಕೋಡ್ ನಂಬರ್ 2 is on the stage. തിരുവാറന്മുള വഞ്ചിപ്പാട്ട് നാടിന്റെ ഹൃദയ താളമാണ് ആറന്മുള വള്ളംകളി. കാലക്കണക്കുകളെ അതിലംഘിച്ച് അതിനിത്യാഭിരാമമായി ആവർത്തിച്ചുകൊണ്ട് ദൈവകൽപ്പനങ്ങളെ നെയ്തെടുക്കുന്ന സന്താന ഗോപാലം എന്ന കഥാഭാഗത്തിലെ ഏതാനും ചില വരികൾ ആറന്മുള ശൈലിയിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നീലകണ്ഠ തമ്പുരാനേ നീലകണ്ഠ തമ്പുരാനേ നീലകണ്ഠ തമ്പുരാനേ ദേവാ ദേവാ പത്മനാഭ നീലകണ്ഠ തമ്പുരാനേ ദേവാ ദേവാ പത്മനാഭ നീലകണ്ഠ തമ്പുരാനേ ദേവാ ദേവാ പത്മനാഭ ദൈ ദൈ തഗദത്തിരി തഗദോം തഗതീയദിത്തോം ദിത്തോം ദിഗിദോം നാമ സങ്കീർത്തനം പാടി ദൈ തഗതൈ ദൈദോം നാമ സങ്കീർത്തനം പാടി തത്താദിത്തൈ നാമ സങ്കീർത്തനം പാടി നടക്കും നേരം തീ നാമ സങ്കീർത്തനം പാടി നടക്കും നേരം തേ നാമ സങ്കീർത്തനം പാടി നടക്കും നേരം തേ ദൈ ദൈ തഗദത്തിരി തഗദോം തഗതീയദിത്തോം ദിത്തോം
ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി 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 and 700 centers worldwide. High GTEC secondary stands as a വിഭാഗം beacon in the realm of വഞ്ചിപ്പാട്ട് education. മത്സരം Our esteemed തുടരുന്നു. partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTEC is unwavering in its mission to fill the skill gaps in today's rapidly evolving industry. GTEC is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTEC legacy. GTEC, a titan of computer education spanning 21 countries globally with over 3 million proud alumni and more than 700 centers worldwide, GTEC stands as a beacon in the realm of education. Our esteemed partnerships include international certifications from powerhouses like Microsoft, Adobe, SAP, Tally, and many more. GTEC is unwavering in its mission to fill the skill gaps in today's rapidly evolving industry. GTEC is committed to building millions of employable, industry-ready professionals around the world. So join us and be a part of the GTEC legacy. ಸ್ಪರ್ಧೆ ಮುಂದುವರಿ തീരാത്ത പാരാവാരമാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥ. ഞങ്ങളിവിടെ പാടുന്നത് അജ്ഞാതകൃതമായ പകാരാതി സ്തുതികളാണ്. പകാരാതി പാട്ട് ആറന്മുള ശൈലിയിൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഹരി
നന്ദി. Higher secondary section Vanjipattu competition continues. Next code number 4. Higher secondary section Vanjipattu competition continues. Code number 4 is on the stage. Soon after the completion of higher secondary section Vanjipattu, we are going to start high school section Sanskrit drama competition. ജലോത്സവമാണ് വള്ളംകളി. വള്ളംകളിയുടെ ആവേശവും ഉത്സാഹവും ജയാരവങ്ങളും ഘോഷിക്കപ്പെടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. രാമായണത്തിലെ ബാലിവധത്തിനെ ഞങ്ങൾ കുട്ടനാട് ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. സർവചരാചരങ്ങൾക്കും
കിഷ്കിന്തായിൽ വാണു സുഗ്രീവൻ നല്ല പോലെ കിഷ്കിന്തായിൽ വാണു സുഗ്രീവൻ നല്ല പോലെ കിഷ്കിന്തായിൽ വാണു സുഗ്രീവൻ തകതായി തകതായി ആരോമൽ പെണ്ണാകും തന്റെ ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു ആരോമൽ പെണ്ണാകും തന്റെ ജാനകിയെ നിരൂപിച്ചു തകതായി തകതായി അകത്താരിൽ വെന്തുരോഗേ അകത്താരിൽ വെന്തുരോഗേരുന്നു രാമൻ അകത്താരിൽ വെന്തുരോഗേരുന്നു രാമൻ അകത്താരിൽ വെന്തുരോഗേരുന്നു രാമൻ തകതായി തകതായി ലക്ഷ്മണന മനോജാനെ ലക്ഷ്മണന മനോജാനെ കടാക്ഷിച്ചു രാമചന്ദ്രൻ ലക്ഷ്മണന മനോജാനെ കടാക്ഷിച്ചു രാമചന്ദ്രൻ ലക്ഷ്മണന മനോജാനെ കടാക്ഷിച്ചു രാമചന്ദ്രൻ തകതായി തകതായി തൽക്ഷണമങ്കുര ചെയ്തു തൽക്ഷണമങ്കുര ചെയ്തു തമ്പിയോടപ്പോൾ തൽക്ഷണമങ്കുര ചെയ്തു തമ്പിയോടപ്പോൾ തൽക്ഷണമങ്കുര ചെയ്തു തമ്പിയോടപ്പോൾ തകതായി തകതായി അന്നനാടായുള്ളോരോ അന്നനാടായുള്ളോരോ എന്നുടെ സീതയെ ചെന്ന് അന്നനാടായുള്ളോരോ എന്നുടെ സീതയെ ചെന്ന് അന്നനാടായുള്ളോരോ എന്നുടെ സീതയെ ചെന്ന് തകതായി തകതായി അന്വേഷിപ്പാനാളയച്ച് അന്വേഷിപ്പാനാളയച്ചിട്ടില്ല സുഗ്രീവൻ അന്വേഷിപ്പാനാളയച്ചിട്ടില്ല സുഗ്രീവൻ അന്വേഷിപ്പാനാളയച്ചിട്ടില്ല സുഗ്രീവൻ തകതായി തകതായി ചെന്നവന്റെ മുന്നിൽ നിന്ന് ചെന്നവന്റെ മുന്നിൽ നിന്ന് ചൊല്ലണം സുഗ്രീവനോട് ചെന്നവന്റെ മുന്നിൽ നിന്ന് ചൊല്ലണം സുഗ്രീവനോട് ചെന്നവന്റെ മുന്നിൽ നിന്ന് ചൊല്ലണം സുഗ്രീവനോട് തകതായി തകതായി ചേട്ടൻ പോയ വഴി വെട്ടി ചേട്ടൻ പോയ വഴി വെട്ടി അടച്ചില്ലെന്ന് ചേട്ടൻ പോയ വഴി വെട്ടി അടച്ചില്ലെന്ന് ചേട്ടൻ പോയ വഴി വെട്ടി അടച്ചില്ലെന്ന് തകതായി തകതായി അപ്പോളെ വില്ലെടുത്താശോ അപ്പോളെ വില്ലെടുത്താശു തൊഴുതു രാമചന്ദ്രനെ അപ്പോളെ വില്ലെടുത്താശു തൊഴുതു രാമചന്ദ്രനെ അപ്പോളെ വില്ലെടുത്താശു തൊഴുതു രാമചന്ദ്രനെ തകതായി തകതായി അർത്ഥജാനെ കൊൽവതിനായി അർത്ഥജാനെ കൊൽവതിനായി നടന്നു മന്നൻ അർത്ഥജാനെ കൊൽവതിനായി നടന്നു മന്നൻ
ഇതോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം സമാപിക്കുന്നു. അടുത്തതായി വേദിയിൽ സംസ്കൃത നാടകം ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകം ആരംഭിക്കുകയാണ്. മത്സരാർത്ഥികൾ തയ്യാറാവുക. ಇಲ್ಲಿಗೆ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ವಂಜಿಪಾಟು ಸ್ಪರ್ಧೆಯು ಮುಕ್ತಾಯಗೊಂಡಿರುತ್ತದೆ. ಮುಂದೆ ವೇದಿಕೆಯಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಸ್ಕೃತ ನಾಟಕ ರಂಗೇರಲಿದೆ. വേദി ഒന്നിൽ അല്പം മുമ്പ് സമാപിച്ച ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിൻ്റെ
ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വിധികർത്താക്കളിൽ ഒരാളായ ശ്രീ നിഖിൽ മയിലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും പറയുന്നില്ല. നേരത്തെ വള്ളംകളിയെക്കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് 4 ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കോഡ് നമ്പർ 1 കുട്ടനാടൻ ശൈലിയിൽ തുടങ്ങി. കുട്ടനാടൻ ശൈലി കൊണ്ട് തുടങ്ങി. പക്ഷെ തുടങ്ങിയത് ശൈലി കുട്ടനാടും അല്ല, ആറന്മുളയല്ല, പ്രത്യേക ഒരു ശൈലിയിലാണ് അവർ പാടിയത്, തുടക്കം കുറിച്ചത്. പിന്നെ അവരത് ശൈലി മാറി പിന്നെ വീണ്ടും ആറന്മുള ശൈലിയിലേക്ക് അവർ വന്നുപോയി. അപ്പോൾ നമുക്ക് ഒരു ശൈലിയിൽ പാടുമ്പോൾ കൃത്യമായി ഒരു ശൈലിയിൽ തന്നെ പാടുക. ഒന്നുകിൽ കുട്ടനാട് പാടുക അല്ലെങ്കിൽ ആറന്മുള ശൈലിയിൽ പാടുക, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ കോഡ് നമ്പർ 3 കുട്ടികൾ അജ്ഞാതകൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ റൈറ്റർ, ആരാണ് എഴുതിയതെന്ന് അറിയില്ല. അതിനാണ് പകാരാതി സ്തുതികൾ എന്ന് പറയുന്നത്. പകാരാതി സ്തുതികളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പായിൽ അല്ലെങ്കിൽ പാ പോ പി അങ്ങനെ ഏതെങ്കിലും ഒരില്ല തുടങ്ങുക. അപ്പോൾ മക്കൾ പാടിയത് പൂതനയെ കൊല ചെയ്താന്ന് പറഞ്ഞ പായല്ലേ, പകാരാതി സ്തുതികളാണ്. പൂതനയെ കൊല ചെയ്ത, പക്ഷെ കുട്ടികൾ പാടിയത് ഭൂതനയെ കൊല ചെയ്ത എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാലാഴിയിൽ പള്ളി കൊള്ളും, ഞാൻ നേരത്തെ പറഞ്ഞു നദോന്നത വൃത്തത്തിലാണ് ആറന്മുള വഞ്ചിപ്പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വരികൾ കട്ട് ചെയ്ത് പാടാൻ പാടില്ല. വരികൾ കട്ട് ചെയ്താൽ നദോന്നത വൃത്തത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോഡ് നമ്പർ 3 പാഠം ഉണ്ടായിരുന്നു. കോറസിൻ്റെ ഒരു ചേർച്ചക്കുറവ് കോഡ് നമ്പർ 3 കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കോഡ് നമ്പർ 4 കുട്ടനാടൻ ശൈലിയാണ് പാടുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ആറന്മുള ശൈലിയിലാണ് നമ്മൾ കുട പിടിക്കുക, കുട്ടനാടൻ ശൈലിയിൽ കുടയില്ല. ഇടിയൻ അല്ലെങ്കിൽ കുത്ത് എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുക. മത്സരത്തിന് പിന്നെ വേഗത കൂട്ടുവാൻ കുത്തിയിട്ട് പാടുന്നതാണ് കുട്ടനാടൻ ശൈലി. അല്ലാതെ മുള ആറന്മുള കുട്ടനാടൻ ശൈലിക്ക് ഉപയോഗിക്കില്ല, അത് മൈനസാണ്. വേഷം കസവുമുണ്ടല്ല കുട്ടനാടൻ ശൈലിയുടെ വേഷം, ഞാൻ നേരത്തെ പറഞ്ഞു, അതും കുട്ടനാടൻ ശൈലിയുടേതല്ല. പിന്നെ ഈ കോഡ് നമ്പർ 3 ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് നിന്നും നല്ലൊരു ആറന്മുള ശൈലിയിലുള്ളൊരു പാട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് കോഡ് നമ്പർ 3 ഒരു പ്രത്യേകത. കാരണം ആ മെയിൻ സിംഗർ വളരെ അസാധ്യമായി, കാരണം ആ ഭഗവാനുള്ള ഭക്തി അല്ലെങ്കിൽ ഭഗവാനുള്ള ഒരു പ്രണയം കാണിക്കുന്ന രീതിയിലുള്ള ആ ഭക്തി ഭാവം കോഡ് നമ്പർ 3 മെയിൻ സിംഗർ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു സിംഗറാണ്. അതുപോലെ തന്നെ കോഡ് നമ്പർ 2 സിംഗറും കോഡ് നമ്പർ 2 അതിമനോഹരമായി ആ ഒരു ആറന്മുള ശൈലിയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷേങ്കിൽ ആറന്മുള ശൈലിയുടെ സ്പീഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പിന്നെ നമ്മൾ കോറസ് പാടുന്ന സമയത്ത് സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ മക്കൾ കോറസ് പാടുമ്പോൾ കുറച്ച് ആവേശത്തോടെ കോറസ് പാടി എന്നുള്ളത് ഒരു മൈനസാണ്. ആറന്മുള ശൈലിക്ക് അതില്ല. എത്രത്തോളം ഭക്തിഭാവത്തോടു കൂടി പതുക്കെ പാടാൻ പറ്റുന്നോ അതാണ് ആറന്മുള ശൈലിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ എന്നുള്ളത് കോറസിൻ്റെ ശ്രുതി ചേർച്ച നിർബന്ധമാണ്. ഏത് ശ്രുതിയിലാണോ മെയിൻ സിംഗർ പാടിയത് അതേ ശ്രുതിയിൽ തന്നെ പിൻപാട്ടുകാരും ഗോവിന്ദ തിരുനാമ ഹരി ഗോവിന്ദ പാടണം. പിന്നെ വാക്കുകളുടെ ഉച്ചാരണം മഞ്ചേശ്വരമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പക്ക മലയാള ശൈലിയിൽ നിന്നും കുറച്ച് വ്യതിചലിച്ചു പോകുന്നൊരു പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഉണ്ടായിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ കന്നഡ മേഖല ആയതുകൊണ്ടായിരിക്കാം പക്ക മലയാളത്തിൽ നിന്നും ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ ഒരു മലയാള ശുദ്ധത ആ വാക്കുകൾ കിട്ടാതെ വരുന്നൊരു പ്രശ്നം ഉണ്ട്. എങ്കിൽ പോലും കോഡ് നമ്പർ 2 3 മികച്ച ടീമുകളായി നല്ലൊരു മത്സരം അവരുടെ കാഴ്ചവെച്ചു. 2 ടീമിനും എ ഗ്രേഡ് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ശൈലി വ്യത്യാസവും അതുപോലെ തന്നെ ശുദ്ധിച്ചേർച്ചയുടെ പ്രശ്നങ്ങളും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു മാർക്ക് വ്യത്യാസത്തിൽ കോഡ് നമ്പർ 3 1-ാം സ്ഥാനം കൊടുക്കുന്നു. അഭിനന്ദനങ്ങൾ. Check.
ಆರಂಭಗೊಳ್ಳುತ್ತಿದೆ. Judges, please note, code number 1 is on the stage. Hello. 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 Code number 1, your time starts now. यदा यदा आगच्छति तदा तदा यत्किमपि उपद्रवं करोति एव। अतीतकाले मम नीडं तेन चित्रं कृतः, एकसप्ताष्टुः अपि नातीतः, तस्मै कथं ज्ञायते जनन्याः दुःखम्? अधुना तस्य मधोन्मत्तता वर्धता एव। अस्मिन् ध्रुमे वयं कथं वा सुरक्षितम्? प्रत्येकैकं नीढां निर्माय कियद्वा स्वप्नान् दृष्टवन्तः वयम्। इदानीं सर्वमपि जले होमवत् वृथा सम्भूतम्। बलान्विताः दुर्बलानाम् उपरि अतिक्रमणं कुर्वन्नेव भवन्ति। हाधिक् अस्माभिः सदा सोढव्यमेव। एवम् इतः परम् एवमेव त्यजामः चेत् अस्मान् जीवितुं न गिरोति दुष्टा। तस्य नेत्रं प्रहृत्य अन्धं कुर्यात्। परन्तु हिंसा अस्माकं पथः न। किन्तु कियदिति सोढुं शक्यते? सा पर्वताटवतीर्य पुरप्रवेशं कुर्वन्नेव अस्ति। अपायः अपायः, तस्मै अग्रिमविपन् किमपि परिज्ञानं नास्ति। जनपदे जनाः सन्ति। ग्रामं
प्रति गच्छन् अस्ति। काननं ग्राममपि स्वयत्तं करोति। अतिक्रमणं मनुष्याः तत्र सन्ति। ते के कियदि पिसयेत् वारं वारं पर्वतादवतीर्य ग्रामं प्रति गमनम् अस्माभिः सन्दृष्टम्। ग्रामात् तदा तदा श्रूयमान कुशुण्डीगोलिका विस्फोटेन अस्माकं हृदयं कम्पनमेव भवन्ति। इतः परं किं वा भविष्यति? तस्मिन् अस्माभिः उक्तं मा गच्छ इति। गमनसमये रणभीकरः एषः अधुना जीवच्छवः। गोलिकाविस्फोटे वयं सर्वे प्राणिनः पक्षिणः दुष्टानां मुष्टिबन्धने स्यामः। एवम् इतः परं कुत्र वा व्याक्षिपन्ति? सर्वत्र कण्टकावृत्तिभिः परिवृतकानने उत जनाकर्षणीये उत्सवे वा कुत्रापि वा। सः अल्पं चपलः चेदपि अस्मभ्यं स्वल्पं धैर्यमासीत्। एवमेव कतिपयगजान् वा तैः गृहीतं नीतं स्यात्। मनुष्यवत् अस्माभिः अन्यस्य कष्टं वक्तुं श्रोतुं च अस्माभिः समयः एव नास्ति। अहो माता श्री आगतवती। अहो माता श्री आगतवती। अस्माकं मैना माता श्री एषा आगतवती चेत् मम कार्यं मध्ये एव। माताश्री सावृक्षं प्रहारं कृत्वा तस्य चञ्चूपक्रीभूतम्। ये मम चञ्चून युष्माकं पृष्ठमपि वक्रं जातं किल। एकवारं पश्यन्तु। अस्तु अस्तु पर्याप्तं। किं वा कोलाहलः? माताश्री अस्माकं भैरवं ते मनुष्याः गृहीत्वा बृहत् याने कुत्रापि वा नीतवन्तः। माताश्री मृतवान् वा न वा? आं छात्राः अस्माभिः इतः परम् अतीव जागर्तव्यम्। अन्येषां कृते पीडनम् आरम्भे सन्तोषवद् भाति, परन्तु पुनरपि तस्य फलम् अस्माभिरेव अनुभोक्तव्यम्। भैरवस्य अवस्थापि तादृशी। अस्तु तत्यज। ह्यस्तनदिने मया उक्तकथां पठितवन्तः वा? माताश्री अहं न पठितवती। रात्रौ पूर्णं एषः धूमकुट्टकपक्षी कटा कटा इत्येव करोति स्म। लेशमपि निद्रा न गता, पठनमपि न अभवत्। भवती गच्छतु। भूरि लोकसुन्दरी। त्वं गच्छ मर्कटः कपिः। कपि त्वं मामि। पर्याप्तम्। पश्यन्तु छात्राः, वयं सर्वेपि एकस्मिन् विशालवृक्षे सन्तोषेण मिलित्वा जीवन्तः स्मः। एषः वृक्षः अस्माभ्यम् आहारं, छायम्, आश्रयं सर्वमपि प्रायच्छति किल। स वृक्षः भवत्सु भेदं न करोति किल, किन्तु भवन्तः परस्परं सङ्ग्रामं कुर्वन्ति। यदि भवत्सु ऐकमत्यं भग्नं भवति चेत् अपायः शतसिद्धम्। युष्माकं कृते एकः कथां कथयामि। कथां वा? वदतु माताश्री। आम्, एकः विशालवृक्षः
अस्माकं वृक्षः एव। आं छात्राः तस्मिन् वृक्षे बहवः खगाः अन्योन्येन जीवन्ति स्म। अतः परं तु एकदा एकस्मिन् दिने एकः आखेटकः तान् खगान् गृहीतुं जालेन सह सकालं वीक्षन्ति स्म। जीवितव्यं पक्षिर्बलमेव भवति तावत् प्रयत्नं कृत्वा जीवितव्यं। मित्राणि सर्वे मिलित्वा उत्तमः हस्तं ददातु। माताश्री ऐकमत्ये एतावत् बलं भवतीति अस्माभिः ज्ञातम्। किन्तु ते खगाः जालात् कथं बहिरागतः? उत्तममित्राणि अपि सन्ति चेत् सर्वमपि सुसाध्यं भवति। अत्र पक्षिणः उत्तममित्रः एकः मूषकः। आम् ज्ञातं। जालं दंशयित्वा कर्तितं किल। आं छात्राः अस्माभिः उत्तममित्रमेव चेतव्यम्। उत्तमं श्वस्तनवर्गं प्रति सर्वे आगमिष्यन्ति खलु? आं माताश्री नून् आगच्छामः। उत्तमम् अहं गच्छामि। सौन्दर्यपूर्णं स्थलं प्रिये। प्रिया भवान् अतीव मधुरतरं भाति। आगच्छतु। किं भवति सन्तोषं वा? एतादृशं विशिष्टं प्रदेशं प्रति भवान् माम् आनीतवान् तदर्थं हृदयपूर्वकं धन्यवादः। एतत् सर्वं किं लोक्यधिकं वर्तते? आगच्छतु। अत्र पश्यतु प्रियतमे तं दरिद्रवृद्धद्रुमकुट्टकः। द्रुमकुटकः अत्र पश्यतु प्रियतम सुन्दरद्रुमकुटकः भवत् सदृशं। हे द्रुमकुटकः अत्र वसितुं गृहमेकं मिलति वा? गृहं वा? अत्र विक्रेतागृहं नास्ति। अस्तु एतावत् पर्यन्तं युष्मान् न दृष्टं किल। एतावत् गृहमिति नास्ति। केन उक्तं गृहं नास्ति इति? मम गृहमस्ति किल। भवन्तः दिनमेकं मम गृहे आगच्छन्तु। सर्वविधसौलभ्यं मया क्रियते। सत्यं किल? आमाम् एतादृशः जनः विरलः एव। धन्यवादः। आगच्छन्तु आगच्छन्तु। अतिथिसत्कारः अस्माकं संस्कृतिः किल।
दादा भवती अतिसुन्दरी धन्यवादः नवीन पक्षिणा अभ्यागत पक्षिणा आशा आकाशयावत् अस्माभिः वृक्षे अहो अपायः अपायः निरोधव्यं निरोधव्यं नो चेत् नाशः आत्मकविनाशः आकांक्षयावत् अस्माभिः ऐकमत्यं विदीर्णं मा कुर्यात् मा कुर्यात् आगच्छन्तु आगच्छन्तु मम अतिसुन्दरगृहे स्वागतं सुस्वागतम् अस्मिन् मनोहरप्रकृतौ भवद्भ्यः स्वर्गसुखमनुभोक्तुं साध्यम् अतः मम सुन्दरगृहे सुस्वागतम् विनाश भवनम् अहो सौन्दर्यम् अतिसुन्दरं भवति अहो द्रुमकुटकः कृपया एवं वा अस्मिन् सुन्दरगृहस्य सौलभ्यम् इष्टमभवत् वा आम् आम् बहु इष्टमभवत् पश्यतु पश्यतु क्षान्तरचिह्नं पश्यतु पश्यतु ईर्षाग्रामः आम्रफलग्रामः रक्तफलग्रामः सर्वत्र जाले दारुगृहस्यैव प्रचारः अहो एवं वा तदर्थं सर्वविध अन्तर्जाले अहमेव कुत्र कुत्र पश्यतु पश्यतु आम् भवती इतोप्यधिकं प्रख्यातः भवितुमर्हति अस्माभिः सह तिष्ठतु एवं पर्यन्तम् एवं वा अहम् इतोप्येव विस्मितो भूत्वा तिष्ठामि शताधिकं लक्षाधिकं वद्धारुगृहं भवता निर्मातव्यम् अस्मादृशं युगलद्वयम् अन्विष्य अन्विष्य आगच्छति वृक्षमेनं शीघ्रं मनोहरं बहुपर्यटनकेन्द्रं वयं कुर्मः तदनन्तरं भवान् अस्य वृक्षस्य महाराज भवति किं वदति परन्तु अस्मिन् वृक्षे ये सन्ति ते निश्चयं नाङ्गीकुर्वता त्वमिच्छसि चेत् भवत्येव इच्छतु एकवारम् इच्छतु भवत्याः आगमनानन्तरं न कर्तुं शक्यते वा मनोहरवृक्षौ तत्र 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 अतिसुन्दराणि सहस्राणि दारुगृहाणि अहं करोमि मम चञ्चु तावत् बलिष्ठमस्ति आम् त्वमेव अस्माभिः अन्वेषितः उत्तमप्रबन्धकः अहो प्रबन्धकः अहं वा आम् त्वमेव प्रिया प्रबन्धकः अस्माभिः विविधपक्षिणः तद् जानपदनृत्यं इदानीं द्रष्टव्यं तथापि सामूहिकजलस्थाने प्रसार्यते चेत् अस्माकम् अदृष्टकवाटस्य उद्घाटनं भवेत् एवं वा का चिन्ता अस्माकं कलाविज्ञाः सन्ति किल इतः परमेव आगच्छन्ति तथैव अहमपि उत्तमनर्तकः उत्तमम् एतेषां सम्यक् उपयोक्तव्यं तदनन्तरं प्रदेशं सर्वम् अस्माकं भवेत् आं प्रिया
सत्यं क्लाप्तसमये नागमनादेव एवमभवत् एवमभय बोधितं संस्कृतिः मुखे अल्पं श्मश्रुगोचरेण भवान् का इति विस्मरति वा? अधुना वयं युवकाः किं कर्तव्यमिति वयं जानीमः। भवन्तः अभिप्रायं न प्रतितवन्तः। एतत् वचनमित्युक्ते एतेषां सर्वेषां भवतः लघु लघु नीडे संस्थाप्य रक्षणं कृतकालः गतः। प्रियतमा एषः वृद्धः नर्तनमित्युक्ते न जानाति। आवश्यकं चेत् अहं पठयामि नर्तनं। नृत्यतु ताडमेव कुर्वन्तु, परन्तु एतत् नृत्यम् अस्माकं वृक्षे परिसरे एव ताडं दास्यति। तदनन्तरं भवतां नेत्रैः अश्रुनिदा रक्तं स्रवति, रक्तं स्मरन्तु। हे चिन्ता मास्तु, श्वः आगमन सन्दर्भे इतोपि गृहनिर्माणम् आवश्यकम्। उत्तमम्, अत्युत्तमम्। भवतां सर्वेषां प्रति अद्य रात्रि भोजनः सिद्धमस्ति। आगच्छतु, आगच्छतु सर्वेषाम्। अभ्यागतः पक्षिणः कृते नूतन गृहनिर्माणम् आवश्यकम्। अधुना भवतां चञ्चलं बलम् अपर्याप्तं भवति वा? इतः परम् एतत् वृक्षं कुट्टयितुम् अस्माकं चक्षुषे बलमेव नास्ति। भवतां चञ्चूनां तीक्ष्णतां वयं कुर्मः। आगच्छतु, आगच्छतु सर्वेषां। नौ सम्यक् यदा उक्तिमवतं तदा चञ्चलं बलवर्धनं भवेत्। कुट्टयतु। पूर्णवृक्षः कम्पमानः भवति। एतेषां गृहनिर्माणम् अस्माभिः वृक्षस्य आधारः नाशयति। अधुना अस्माभिः वृक्षः सोढुं न शक्यते। सोढुं न शक्यते चेत् अहं न भवेम्। मास्तु छात्रः, मास्तु। गृहमेतत् सुन्दरम्, अतिसुन्दरम्। कति गृहाणि सन्ति? एकमपि सिद्धं नास्ति। कुट्टयतु, इतोपि वेगेन कुट्टयतु। हे प्रबन्धकः, श्वः आरभ्य इतोपि गृहाणि आवश्यकानि। अस्माकं कृते आयासं भवति। चञ्चुभिः रक्तमेव स्रवति। युष्माकमेव विश्रान्ति एव नास्ति। अस्माभिः युक्तं कार्यं कुर्वन्ति चेदेव अस्माकं युष्माकं च स्वप्नसाकारं भवेत्। श्वः आगमनसन्दर्भे इतोपि गृहनिर्माणम् आवश्यकम्। आगच्छतु, आगच्छतु प्रियतमे। मास्तु छात्रः, मास्तु, पर्याप्तम्।
एतावत्पर्यन्तम् आत्माभिवृक्षा अतीव कष्टं सोढुं शक्यते अधुना कष्टं सोढुं न शक्यते पातु जात्रा विनाशं प्रति मा गच्छतु मम वाक्यं शृणोतु पातु जात्रा पातु पर्याप्तं पर्याप्तम् वचनानि श्रोतव्यानि संस्कृतं वा अस्माभिः अस्माकं चञ्चुवः भग्नानि भवन्ति स्वीकुर्वन्तु रोदतु आश्रयः चायं तदचोदात्मकवृक्षे पूर्णप्रहारं कृतवन्तः किल रोदतु रोदतु जयं कुर्वन्तु रोदतु औ औ भीकरवायु
Your time starts now. अमरावती अयम
स्वप्नः पुनरेकवारं पठतु। स्ववाञ्छा परिपूरकः असमर्थः इति स्वपित्रा एव त्यक्तः राजकुमारः प्रायः 2,500 वर्षेभ्यः पूर्वं रोहिणी इति नद्याः जलप्राप्ते युध्यमानानां जनानां मध्ये सन्धानं कर्तुं विफलः इति हेतोः राज्यभ्रष्टं चकार। राजकुमारः सिद्धार्थः गङ्गातीरे अटन् गङ्गामवगाह्य गन्तुं विद्युक्तः। सेतुनिर्माणं कार्यम् इति धिया गतगत परागतमन्त्रं जपन् अवगाहनं कर्तुं न समर्थः। अथ नीलनभात् करुणातटमागत्य बुद्धः सञ्जातः शरणं गच्छामि धर्मं शरणं गच्छामि संघं शरणं गच्छामि बुद्धं शरणं गच्छामि। पितः आं पुत्री। जलं जलम् इति कलहं कुर्वतः जनान् सिद्धार्थं किमर्थं समाधातुम् असमर्थः जातः? पुत्री, जीवनस्य कथा तथैव मानवान् दूरीकर्तुम् एकीकर्तुं जीवनेन एव साध्यम्। आं कोऽपि आगत इव भाति। आगच्छतु, प्रविशतु, उपविशतु। इदमासनं स्वीक्रियताम्। मास्तु मास्तु, स्थित्वा एव वक्तुं प्रयते। मम आगमनकारणं ज्ञातं किल? एतदर्थं वारं वारं आगन्तव्यम् अभवत्। तत्रत्याः अनुमतः, अपरत्र विद्यमानः अपि अनुमतः। अहं संस्थायाः प्रतिनिधित्वेन आगतः। एतत् सर्वं देशस्य प्रगतये, देशस्य संरक्षणार्थं त्यागः क्रियते, त्यागः। मूलरहितस्य अस्य पर्वतस्य स्वर्णमूल्यं दत्त्वा स्वीकर्तुं किम् अस्माकं स्वामिनः उन्मत्ताः वा? केवलं देशहितार्थं, जनहितार्थम्। आम् सत्यं, जनहिताय सर्वं क्रियते। यूयं भूमिं शतकोटिसंस्थाय यच्छन्ति। अनेनात्र पर्वतशिखरे तरणकासरः, उपहारकेन्द्राणि, सुखवासकेन्द्राणि निर्मितानि भवन्ति। अनेनात्र स्वर्गनिर्माणं भवति, स्वर्गनिर्माणम्। नद्याः परसमीपेवासिनः सर्वे भूमिं दत्तवन्तः। भवन्तः ददाति वा न? कथं प्राप्तव्यम् इत्यपि वयं जानीमः। अस्मात् पितरापि अत्रैव प्राप्तजन्मानः, अतः दातुं न शक्यम्। यावत् दानं प्राप्तुम् इच्छसि ततोऽप्यधिकं दीयते अस्माभिः। भवतु नाम अपदर्शिता, नेच्छामि धनम्। अस्तु अस्तु, पुनरेकवारम् आगम्यते मया।
दाता अस्माकं सिद्धिदाता वत्सा वत्सा कदापि मां भूमिं न परित्यजतु अस्मत् पूर्वजाः अत्रैव जाताः यावत् कष्टं भवति तावत् सोढुं शक्नुमः वयम् अत्रैव वसामः दाता नाना कदापि अहं भूमि परित्यक्षते मया वत्सा नदीनाम न केवलं जलप्रवाहः अपि तु इतिहासस्य स्मरणानि जीवसङ्कुलस्य आश्रयदातु अस्माकं पोषणकर्तृ बहुसङ्ख्याकाः मीनाः जलचराः अनया एव प्राप्यन्ते शुद्धं मधुरं जीवनं अनया अमरावत्या एव सिद्ध्यति कदापि न परित्यक्तव्यम् दृढतया स्थातव्यम् दृढतया स्थातव्यम् दृढतया स्थातव्यम् कदापि न परित्यज्यते अस्माभिः स्थिरं स्थातव्यम् स्थिरं स्थातव्यम् स्थिरं स्थातव्यम् एकवारम् अहं पठामि किमर्थं वयम् अमरावत्याः कथामेव रूपकत्वेन प्रदर्शनं कुर्मः मित्र अमरावती कथा न केवलं नदी कथा अपि च सत्यान्वेषण कथा सहस्रवर्षपूर्वं सरस्वती गुप्तगामिनी सञ्जाता इति ज्ञातवन्तः किल जागृतिः नास्ति तर्हि अमरावत्यापि सा एव कथा सम्भवति वयमिदानीं संघर्षं कुर्मः अमरावती नद्याः समस्याः काः इति सर्वेभ्यः जनेभ्यः जागृति भवेत् इति धिया अस्माकं एषः प्रयत्नः आगच्छन्तु आगच्छन्तु व्यवस्थां कुर्मः दाह जलाय इच्छन्ति मनुजाः घोरम् तप्ता इच्छन्ति मनुजाः घोरम् तप्तानीं को वा रक्षति नास्ति कृषिः नास्ति सम्पदः नास्ति वृष्टिः नास्ति कृषिः नास्ति सम्पदः नास्ति प्रदत्ता प्रकृत्या नः महाघोरदण्डम् अदृश्यं नभो मण्डले इन्द्रायुधः भूमिः अस्माकं भूमिः भूमिः जलेनावृतः जलं 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 सर्वत्र जलं परन्तु पातुं योग्यं किमपि नास्ति जीवनं दुरस्तम् असत्यं मा ब्रूहि जालक्ष्यामः ततु अपरत्र आफ्रिका देशे खलु तत्र यथेच्छं जलं विद्यते खलु असत्यं वा किं वा भवान् जानाति अस्माकं देशे
बहुत्र जलप्रवाहः दरीदृश्यते सर्वत्र जलं विद्यते चेदपि पानयोग्यं जलं केवलं 2% पानयोग्यं केवलं 2% पानयोग्यं जलमालिन्येन वयमेव पानजलस्य स्रष्टारः सैकताहरणं कृत्वा नदीपात्रमेव नाशं कुर्मः आम् सत्यम् अस्माकम् अमरावती अन्याधीना भविता नदी व्यक्तिदिन कथं भवति अमरावती सर्वेषां सर्वेभ्यः अमरावती अस्माकं नदी वयम् अमरावत्याः पुत्राः वयं नदी संरक्षणं कुर्मः नः भवनानि संरक्षेम नदी कस्यापि एकस्य न तत्तु सर्वेषां नदी सर्वेषाम् अमरावती सर्वेभ्यः अमरावती न दद्मः नदी सर्वेषाम् अमरावती सर्वेभ्यः अमरावती न दद्मः नदी सर्वेषाम् अमरावती सर्वेभ्यः अमरावती न दद्मः रे चेतने चेतने कहाँ हो भवान् का यूयं भीति नाटकं कृत्वा अमरावती तीरे सम्भाव्यमानायाः प्रवासी पद्धत्याः विषये असाधुतं प्रकटीकृतवन्तः इति ज्ञातं किमुक्तं न ज्ञातं मया अत्र गम्यमानायाः महाभिवृद्धिं विरोधं कुर्वन्ति खलु अयं देशद्रोहस्य विषयः अयं देशद्रोहः अभिवृद्धि न करणीयमिति न एतस्य ग्रामस्य हितार्थम् अभिवृद्धिकार्यं भवेत् संस्था युष्मान् न क्षम्यति वयं किम् अमरावती सम्पूर्णतया अपोषणं कुर्मः वा न अत्र नवनिर्माणं भवति जलप्रवास व्यवस्था क्रियते देशस्य अभिवृद्धिः भवति जलप्रवास उत्तम पदप्रयोग वयं सर्वे जानीमः वयमपि नियमं जानीमः नियमं वयमपि जानीमः पद्धति अत्र आगच्छति एव यूयं सर्वे उत्तम विद्याभ्यासं प्राप्य उद्योगं कर्तुं व्यवस्थां कुर्मः भवन्तः भिक्षा एष खलु न शक्यम् अमरावती अस्माभ्यः जीवनं ददाति तस्यां विश्वासः भवान् गन्तुमर्हति चेतने कः सः हाँ दादा अमरावती तीरवासिनः शृण्वन्तु सर्वे शृण्वन्तु मान्याः जिल्लाधिकारिणः अनेन इमान् सूचनां यच्छन्ति यत् अग्रिमचतुर्विंशतिघण्टाभ्यन्तरे अस्मिन् प्रदेशे महाप्रवाहः भविता अमरावत्याः प्रवाहः महास्वरूपं प्राप्नोः अतः तीरनिवासिनः सर्वे यथा शीघ्रं संरक्षितस्थानं गच्छन्तु ज्येष्ठजनाः गन्तुमिच्छाये तेषां संरक्षणं क्रियते येन निगमिष्यन्ति युगात् बलात् क्रियते सर्वकारेण इति सूचना किं करवाणि महान् वृष्टिः भविष्यति इति भाति पूर्ववत् प्रवाहः भवति चेत् किमपि न स्थास्यति अत्र वयं प्रस्थानं कुर्मः जीवनापेक्षया गृहं क्षेत्रम् अधिकं न जीवन शरीरमाद्यं खलु दूरं गच्छामः चेतने अभवत् वा अहो भवतां बुद्धिमत्तता आम् अस्माकं चिन्तनानुगुणं
परन्तु कुतः जीवनजलम्? तस्य प्राप्तिः कथम्? तदर्थं चिन्तनीयम्। तदर्थं सर्वकाराः पुनरावासाः जीवनजलव्यवस्थाम् इति परिकल्पनं ददाति। पुनरावासार्थं जलव्यवस्था न, अपि च जलसंरक्षणविषये अवगमनं भवेत्। आधुनिक प्रगति इति लक्ष्यं स्वीकृत्य प्रकृत्या उपरि हानिः न कदापि करणीयम्। विद्यमानेषु जीवजालेषु केवलं मानवः बुद्धिमान् सुखावासव्यवस्थां कर्तुं प्रकृतिविरुद्धं करोति, तत् असाधुः अस्ति। नगरनिर्माणे हेतुकं प्रकृति विरुद्धकार्याणि प्रकृत्या दण्डनार्थं भवति इति अमरावत्याः प्रवाहेन अस्माभिः ज्ञातव्यम्। अतः अस्य उद्धरणाय वयं सर्वे प्रयत्नं कुर्मः। वयं निश्चयेन कुर्मः। इमं भूमिं नवहरितं कुर्मः। वयं निश्चयेन भूमिं हरितं कुर्मः। इयं धरा इदं जलं मृच्छापि नः एव। इयं धरा इदं जलं मृच्छापि नः एव। एतासां रक्षणं कस्यावादायित्वम्? एतासां रक्षणं कस्यावादायित्वम्? एतासां रक्षणं कस्यावदायित्वम्? इयं धरा इदं जलं मृच्छापि नः एव। इयं धरा इदं जलं मृच्छापि नः एव। भूमिं विना जलं नास्ति, जलं विना जीवनं च। भूमिं विना जलं नास्ति, जलं विना जीवनं च। सर्वेभ्यो जीवेभ्यो आवश्यकं भोजनम्। सर्वेभ्यो जीवेभ्यो आवश्यकं भोजनम्। इयं धरा इदं जलं मृच्छापि नः एव। जलं, पानजलं, सन्तोषः, अभिमानः, एतत् अस्माकम्। एषा अस्माकं भूमिः, अस्माकं जलम्, अस्माकम् आकाशः। अस्य संरक्षणमपि सर्वेषां कर्तव्यम्। एतासां रक्षणं कस्यावदायित्वम्? इयं धरा इदं जलं मृच्छापि नः एव। इयं धरा इदं जलं मृच्छापि नः एव। ಇಲ್ಲಿಗೆ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆ ಮುಕ್ತಾಯಗೊಂಡಿದೆ. ಈ ವೇದಿಕೆಯ ಎಲ್ಲ ಸ್ಪರ್ಧೆಗಳು ಇಂದು ಮುಕ್ತಾಯವಾಗಿವೆ. ನಾಳೆ ವಿವಿಧ ಸ್ಪರ್ಧೆಗಳೊಂದಿಗೆ ಈ ವೇದಿಕೆಯು ರಂಗೇರಲಿದೆ. ತೀರ್ಪುಗಾರರಿಗೆ ಮತ್ತು ಎಲ್ಲ ವೀಕ್ಷಕ ಬಂಧುಗಳಿಗೂ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇವೆ.
ಇದೀಗ ನಡೆದಂತಹ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಸ್ಕೃತ ನಾಟಕ ಸ್ಪರ್ಧೆಯ ಫಲಿತಾಂಶವನ್ನು ತೀರ್ಪುಗಾರರಲ್ಲಿ ಓರ್ವರಾದಂತಹ ಶ್ರೀ ಪದ್ಮಕುಮಾರ್ ಚೆರುವತ್ತೂರು ಇವರು ಪ್ರಕಟಿಸಬೇಕೆಂದು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ അവസാനിച്ച ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടക മത്സരത്തിൻ്റെ ഫലമറിയിക്കുകയാണ്. 2 ടീമുകൾക്കും എ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. ഇതിൽ ജില്ലാതല മത്സരത്തിന് അർഹത നേടിയ കോഡ് നമ്പർ 2 മികച്ച നടനായിട്ട് രണ്ടാമത്തെ നാടകത്തിലെ അച്ഛനായ കഥാപാത്രവും മികച്ച നടിയായിട്ട് മകളായിരിക്കുന്ന ചേതനയും സെലക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.